അൽഹംദുലില്ലാ, ഞാൻ പല തവണ ഈ പ്രദേശത്ത് കൂടെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചൊന്നുമല്ല. ഞാൻ 2008 വാഫി ബിരുദം പൂർത്തിയാക്കുന്ന വളാഞ്ചേരി മർക്കസ് എന്ന്. ഫൈസൽ വാഫിയുടെ തൊട്ട് മുമ്പിലുള്ള ബാച്ചായിരുന്നു. വാഫി പഠനം കഴിഞ്ഞ് കുറച്ചു കാലം അധ്യാപകനൊക്കെ ആയിട്ട് ജോലി ചെയ്തു. അതിനുശേഷമാണ് 2015 എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ജോലി പ്രവേശിക്കുന്നത്. ഏതാണ്ട് അത് കഴിഞ്ഞൊരു 1-2 വർഷങ്ങൾക്ക് ശേഷം തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ വന്നിട്ട് ഇതുപോലെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. കാര്യമായിട്ടൊക്കെ വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലൊക്കെ ആയിരുന്നു. ഇപ്പോ ഓരോ ദിവസവും മഹല്ല് കേന്ദ്രീകരിച്ച് പരിപാടിയാണ്. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോടാണ്. ഈ വിഷയം എൻ്റെ മകനെ ബാധിക്കുന്ന വിഷയമാണ്, എൻ്റെ കുടുംബത്തെ വിഷയം ബാധിക്കാൻ സാധ്യതയുള്ള വിഷയമാണ് എന്ന് തോന്നുന്ന ആളുകളൊന്ന് കൈവഹിക്കുക. ഇരിക്കുന്ന ആണുങ്ങളൊന്ന് കൈവഹിക്കുക. എൻ്റെ കുടുംബത്തെ ബാധിക്കും തോന്നുന്ന ആൾക്കാർ 2-3 ആൾക്കാർ ഞാൻ നോക്കണ്ട. നമുക്കൊരു ഉറപ്പില്ലാരെ നിങ്ങളുടെ കുടുംബത്തിലൊന്നും വരില്ല. നിങ്ങൾ കേട്ടോ, 9 വർഷമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. 2016 മുതൽ വിവിധ വിദ്യാലയങ്ങളിലൂടെ പോയിട്ട് കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. മഹല്ലുകൾ കേന്ദ്രീകരിച്ച്, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാൻ പറയുന്നു, എൻ്റെ മൂത്ത മകന് 14 വയസ്സാണ്. 14 വയസ്സുള്ള എൻ്റെ മകന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്, പേടിയുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളല്ല. എൻ്റെ കുടുംബത്തിൽ ഒരാളും സിഗരറ്റ് വലിക്കുന്നവരില്ല. എൻ്റെ മകന്റെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് ലഹരി ഉപയോഗിക്കുന്ന യാതൊരു സാഹചര്യവും നിലവിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് 14 വയസ്സുള്ള മകന്റെ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്, പേടിയുണ്ടെന്ന് ഞാൻ പറയുന്നത്? ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ സങ്കല്പിച്ച കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ മകനെ കുറിച്ച് എനിക്ക് പേടിയുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ മകളെ കുറിച്ച് നിങ്ങൾക്കും പേടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ ക്ലാസ് കഴിയുമ്പോണ്ടാവും. 266 കുട്ടികളെ ഞാൻ 20 വയസ്സ് 22 വയസ്സിന്റെ താഴെയുള്ള 266 പേരെ ഡി അഡിഷന് വിട്ടു. 266 പേര്. അതിൽ സ്വന്തം വാപ്പയെ കത്തിയെടുത്ത് കുത്തിയവരുണ്ട്. തലനാരിഴക്കാട് രക്ഷപ്പെട്ടു. സ്വന്തം കുഞ്ഞനിയനെ ടിവിയുടെ റിമോട്ട് ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ കമ്പിപ്പാരക്ക് ഗുരുതരമായിട്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചവരുണ്ട്. ആ 266 പേരും ലഹരിയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. പലരും ഇപ്പൊ നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് സഹകരിച്ച് പല വിദ്യാർത്ഥികളെ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരാണ്. അവർ പറഞ്ഞ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുന്നത്. എന്തേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര ഉണർവാണ്. ലഹരിയാണ് എല്ലായിടത്തും ചർച്ചാ വിഷയം. സാധാരണ ഞാനിപ്പോ ജോലി ചെയ്യുന്നത് വാളയാറിലാണ്. വാളയാറ് നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ല ജോലിയുള്ള ഒരു ഇടമാണ്. പക്ഷെ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ടേൺ അനുസരിച്ച് ചെക്ക് പോസ്റ്റ് ജോലി വേണം, ചെയ്യൽ മസ്റ്റാണ്. അപ്പൊ എന്നെ വാളയാറിലേക്ക് ഈ സമയത്ത് മാറ്റിയത് നോമ്പ് വന്നു, വെക്കേഷൻ ടൈം ആയി. അപ്പൊ സ്കൂളുകളും കോളേജുകളൊക്കെ അടക്കുകയാണല്ലോ. അപ്പൊ ബോധവൽക്കരണ ക്ലാസ്സുകൾ കുറയുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് എന്നെ വാളയാറിലേക്ക് ഈ സമയത്തിട്ടത്. പക്ഷേ ദൗർഭാഗ്യവശം ഇത്തവണ വെക്കേഷൻ തുടങ്ങുമ്പോൾ, റമദാൻ തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ ഞെട്ടിച്ച 2-3 കൊലപാതകങ്ങളുണ്ട്. ആ കൊലപാതകങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട് മൊത്തം ഉണർന്നു. മഹല്ലുകൾ കേന്ദ്രീകരിച്ചും ക്ലബ്ബുകൾ. ഞാനിപ്പോ ക്ലബിന്റെ പരിപാടി ഉണ്ട് അങ്ങോട്ട് വരുന്നത്. ഫൈസൽ വാഫി വിളിക്കുമ്പോൾ നേരത്തെ എത്തേണ്ടതായിരുന്നു, പക്ഷെ ഗൂഗിൾ മാപ്പ് ധരിച്ചു. കുറച്ച് ഉള്ളിൽ അപ്പൊ ഇങ്ങോട്ട് എത്താൻ കുറച്ച് വൈകിപ്പോയതാണ്. PG ക്യാമ്പസിലൊന്ന് കയറും ചെയ്തു. ആ വഴിക്ക് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് മഗ്‌രിബ് അവിടെ നിസ്കരിച്ചിട്ട് പെട്ടെന്ന് എത്താന്ന് വിചാരിച്ചു. സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു മാത്രം. ഇപ്പൊ എന്താണ് എല്ലായിടത്തും ഇങ്ങനെ ഓടി നടന്നിട്ട് ബോധവൽക്കരണ ക്ലാസ് എടുക്കേണ്ട സാഹചര്യം? എന്താ? തിരുവനന്തപുരത്ത് അഫാൻ 23 വയസ്സുകാരൻ തന്റെ കുടുംബത്തിലെ 5 പേരെ അതിമാരകമായി ചുറ്റിയ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. അതിന്റെ ഞെട്ടലിൽ നിന്ന് കേരളം ഉണരും മുമ്പ് താമരശ്ശേരിയിൽ ഒരു ആശയ്ക്ക് തന്റെ ഉമ്മയെ 8 വെട്ടി കൊലപ്പെടുത്തി. അതിന്റെ ഷോക്കിൽ നിന്ന് നമ്മൾ തിരിച്ചു വരും മുമ്പ് 15 വയസ്സുകാരനായ ഷഹബാസ് എന്ന സഹപാഠിയെ 15-14 വയസ്സുള്ള ചെറിയ കുട്ടികള്
ചേർന്ന് നഞ്ചക്ക് പോലെയുള്ള മാരകായുധങ്ങൾ കൊണ്ട് തലക്കടിച്ച് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി. 3 കൊലപാതകങ്ങൾ. കേരളങ്ങൾ ഞെട്ടി. മൊത്തം നമ്മൾ ഉണർന്നു. എല്ലായിടത്തും ബോധവൽക്കരണം, ഭയങ്കരമായ ക്ലാസ്സുകൾ. ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു, എത്ര പേർക്ക് ഈ ബോധവൽക്കരണ ക്ലാസ് ആവശ്യമുണ്ട്? ഒരു 8-10 പേര് കൈവിട്ടു. കുറച്ച് പേര് കുറച്ച് ആളുകൾ പൊക്കുന്നത് കണ്ടിട്ട് പോയി. ഞാൻ സ്കൂളുകളിലൂടെ പോയിട്ട് ചോദിക്കും, മക്കളെ ആർക്കെങ്കിലും ബോധവൽക്കരണ ക്ലാസ് ആവശ്യമുണ്ടോ? ഒരാൾക്കും ഉണ്ടാവില്ല. നിങ്ങളുടെ അത്ര ആളുകളുണ്ടാവില്ല. അവർക്ക് ആർക്കും ആവശ്യമാണ്. പിന്നെ ആർക്ക് വേണ്ട ക്ലാസ് എടുക്കുന്നത്? എന്താ നമുക്ക് പറ്റിയ? 2016 മുതൽ കേരള സർക്കാരിന്റെ വിമുക്തി മിഷന്റെ ഭാഗമായിട്ട് വിവിധ വിദ്യാലയങ്ങളിലൂടെ പോയിട്ട് ഞാൻ കുട്ടികൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. 5 വർഷം, 2021 വരെ. രക്ഷിതാക്കൾ ക്ലാസ് ഉണ്ടായിരുന്നില്ല. 2021 വരെയും കുട്ടികൾക്കാണ് ബോധവൽക്കരണ ക്ലാസ്. കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതുണ്ടോ? ഈ കുപ്പിയിൽ വെള്ളം ഇരിക്കുന്നുണ്ട്. കുപ്പിക്കൊരു തുളം വീണ് കഴിഞ്ഞാൽ വെള്ളം പോകും. അത് വെള്ളത്തിന്റെ കുഴപ്പമല്ല, കുപ്പിയുടെ പ്രശ്നം. പ്രതലം ചെരിഞ്ഞ കുപ്പി മറിയും. എങ്ങോട്ടാണ് ചെരിവ് അങ്ങോട്ട് വെള്ളം ഒഴുകും. അത് വെള്ളത്തിന്റെ പ്രകൃതമാണ്, കുറ്റമല്ല. പ്രതലം നന്നാക്കേണ്ടത് നമ്മളാണ്. കുപ്പിക്ക് തുളം വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തണം. എന്തേ ഉപ്പമാർക്കും ഉമ്മമാർക്കും എന്തെങ്കിലും കുഴപ്പമോ സംഭവിച്ചിട്ടുണ്ടോ? സമൂഹത്തിന് പ്രതലം നാശമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തണം. 266 കുട്ടികളെ ഡി അഡിക്ഷന് വിടുമ്പോൾ പേഴ്സണലായിട്ട് കൗൺസിലിംഗ് ചെയ്ത മണിക്കൂറുകൾ അവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം, തെറ്റുപറ്റിയത് കുട്ടികൾക്കല്ല. ഞാനിവിടെ ബോധ്യപ്പെടുത്തണം. അഫാൻ എന്ന 23 വയസ്സുകാരൻ തന്റെ കുടുംബത്തിൽ 5 പേരെ കൊന്നതാണ് കേരളത്തിലെ ലഹരി ചർച്ചാ വിഷയമാക്കിയെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. അഫാന്റെ കെമിക്കൽ റിപ്പോർട്ട് പ്രകാരം ആ കുട്ടി തന്റെ ജീവിതത്തിൽ ഒരു മയക്കുമരുന്നും ഉപയോഗിച്ചിട്ടില്ല. അഫാന്റെ കെമിക്കൽ റിപ്പോർട്ട് ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല. അഫാൻ മദ്യം കഴിച്ചിട്ടുള്ള ആഴ്ചകൾക്ക് മുമ്പ്. മദ്യത്തിന്റെ എഫക്ട് ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. മദ്യാസക്തിയിൽ ചെയ്ത കൊലപാതകമല്ല. താമരശ്ശേരിയിലെ ആഷിഖ് തന്റെ കുടുംബത്തില് തന്റെ ഉമ്മയെ 8 വെട്ടി കൊലപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ ആഷിഖ് മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആയ വ്യക്തിയാണ്. ആ സമയത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല. വിഡ്രോവലാണ്. മയക്കുമരുന്നിന്റെ പൈസ കിട്ടാണ്ട് ചെയ്തത്, ഉമ്മ കൊടുക്കാൻ. പക്ഷേ ഉമ്മയെ കൊലപ്പെടുത്തിയിട്ട് 2 ദിവസം പോലീസ് കസ്റ്റഡിയിലിട്ട് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ മാധ്യമങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിന്റെ പ്രതികാരം ഞാൻ തീർത്തു എന്നാണ്. അത് മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിൽ എന്നോട് നിങ്ങളോടാണ് പറഞ്ഞത്. ആഷിഖിന് എന്താണ് ഉമ്മയോട് ഇത്ര പ്രതികാരമുള്ളത്? അത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അത് പറയുമ്പോൾ ആഷിഖ് മദ്യാസക്തിയിലല്ല, മയക്കുമരുന്നിന്റെ ലഹരിയിലല്ല, സ്വബോധത്തോടുകൂടെ പറഞ്ഞത്. സഹപാഠിയായ 15-കാരനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി ജുവനൈൽ ഹോമിൽ കിടക്കുന്ന 5 പേരുണ്ടല്ലോ കൽപ്പറ്റയിൽ. ആ 5 പേരും സിഗരറ്റിന് പോലും അഡിക്റ്റല്ല, എന്നിട്ടല്ല മയക്കുമരുന്ന്. പക്ഷെ നാട്ടിൽ മൊത്തം ചർച്ചാ വിഷയം എന്താണ്? മയക്കുമരുന്ന്. ഈ 3 കൊലപാതകത്തിലും മയക്കുമരുന്നിന് യാതൊരു സ്വാധീനമല്ല. ആഷിഖിന്റെ കൊലപാതകത്തിൽ വിഡ്രോവലാണ്, ചെറിയൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഞാൻ പറയാം. പിന്നെന്തേ പോണം? എന്നാൽ ഇതൊക്കെ ഉണരേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. ഞാനും അന്ന് ചില മഹല്ലുകളിലൂടെ ഒക്കെ പോയിരുന്നു. എവിടുന്നെങ്കിലും നാട്ടിൽ നിന്ന് വല്ല മയക്കുമരുന്ന് പിടിക്കുന്നു. എപ്പോഴാണ് നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾ ക്ലാസ് എടുക്കാൻ പറഞ്ഞത്? 2016 മുതൽ 2021 വരെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ച സർക്കാർ സ്കൂളുകളിലൂടെ പോയിട്ട് പറഞ്ഞു കൊടുത്തു. എന്താ റിസൾട്ട്? 2021 ആയപ്പോഴത്തേക്ക് 2016 ഞാൻ സ്കൂളിൽ ക്ലാസ് എടുത്തിട്ട് ഒരു ഹൈസ്കൂളിൽ ക്ലാസ് എടുത്ത് SPC 8ാം ക്ലാസ്സിലെ കുട്ടികളുണ്ട്. ആ ക്ലാസ് ഞങ്ങൾക്കും ആദ്യമായിട്ട് സർക്കാർ പറഞ്ഞു തന്നതാ. മയക്കുമരുന്നിനെ കുറിച്ച്, ലഹരിയെ കുറിച്ച് ക്ലാസ് എടുത്തിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, സാറേ എന്താണ് ലഹരി എന്ന്? 8ാം ക്ലാസ് എന്നോട് ചോദിച്ചു. ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നത് അറിയോ? ക്ലാസ് കഴിഞ്ഞാൽ സാറേ റൈഫിനോൾ എന്താണ്? ബാക്കിയുള്ളതൊക്കെ അവർ പഠിച്ചു, ബാക്കിയുള്ളതൊക്കെ അവർ കേട്ട് പഠിച്ചു. MDMA ഒക്കെ അവർ കാണാപ്പാടായി. ചില മഹലിൽ ചെല്ലുമ്പോൾ കാന്തിമരുന്ന് ഇങ്ങനെ പ്രസംഗിക്കല്ലേ MDMA കുറിച്ചൊക്കെ. എല്ലാവരും നല്ല ബോധവാന്മാരായി. സ്കൂളുകളിലൂടെ പോയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. കുട്ടികൾക്ക് അതൊക്കെ നല്ല ധാരണയുണ്ട്. പിന്നെ അവർ ചോദിക്കുന്നതാണ്, കഞ്ചാവ് പിടിച്ച ശിക്ഷ എന്താണ്? അവർക്കറിയാം. ഈ 2 ചോദ്യമുള്ളൂ. ആർക്കാ ബോധവൽക്കരണം? നമുക്ക് പറ്റി 2021 5 വർഷം കുട്ടികളെ ബോധവൽക്കരിച്ചിട്ട് കിട്ടിയ റിസൾട്ട് എന്താണെന്നറിയോ? 2021 കണക്കനുസരിച്ച് കേരളത്തിലെ മയക്കുമരുന്നുകളുടെ ഉപയോഗം 3 വർഷം കൊണ്ട് 3 ഇരട്ടിയായി വർദ്ധിച്ചു. 2019, 20, 21 3 ഇരട്ടിയായി വർദ്ധിച്ചു. ക്രിമിനൽ കേസുകൾ 2 ഇരട്ടിയായി വർദ്ധിച്ചു. എന്താ കാരണം?
ഒന്ന് ഈ ക്ലാസ്, രണ്ടാമത്തത് കൊറോണ കാലഘട്ടമാണ്. എന്താ കൊറോണ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്നറിയോ? നിഅമതാനി മഅബൂനൻ ഫീഹിമാ കസീറുൻ മിനൻ നാസി അസ്സഹദു വൽ ഫറാഉ ഖാല റസൂലുള്ളാഹ്. രണ്ട് അനുഗ്രഹങ്ങളാണ് ഈ ഭൂമി ലോകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന വിഭാഗത്തെ നശിപ്പിച്ചു കളഞ്ഞത്. ഒഴിവ് സമയവും ആരോഗ്യം, അതിഷ്ടം പോലെ കിട്ടി. 3 കൊല്ലം. +2കാരന് സ്കൂളില്ല, സ്കൂളിൽ പോണ്ട. ഡിഗ്രിക്കാരന് കോളേജില്ല, കോളേജിൽ പോണ്ട. യുവാക്കൾക്ക് ജോലിയില്ല, ജോലിക്ക് പോണ്ട. എവിടെ? വീട്ടിലുണ്ടായിരുന്നു. കൊറോണ കാലഘട്ടത്തിൽ കേരളത്തിൽ ഞെട്ടിച്ചൊരു കൊലപാതകം ഉണ്ടായി. മയക്കുമരുന്നിന്റെ കൊലപാതകം ഞാൻ പറഞ്ഞത് അത് അഫാന്റെ കൊലപാതകമൊന്നുമല്ല, ഷഹബാസിന്റെ കൊലപാതകമൊന്നുമല്ല. മയക്കുമരുന്ന് ബാധിച്ച്, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിച്ച് കേരളത്തെ ഞെട്ടിച്ചൊരു കൊലപാതകമുണ്ട് 2020. ആ കൊലപാതകത്തിന് ശേഷം രക്ഷിതാക്കൾ ക്ലാസ് എടുക്കാൻ പറഞ്ഞത്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് ദുർഗന്ധം വമിക്കുന്ന ലോക്ക്ഡൌൺ സമയമാണ്. ആളുകൾ പുറത്തിറങ്ങൂല, ദുർഗന്ധം വമിക്കുന്ന, മണ്ണിളായി കിടക്കുന്നുണ്ട്. പരിസരവാസികൾ കൂടി ഊഹാപോഹങ്ങൾ പരക്കുന്ന കാലം. സ്വാഭാവികമായിട്ടും പോലീസിനെ അറിയിച്ചു. പോലീസ് അവിടെ വന്നു. സംശയ നിവാരണത്തിന് വേണ്ടി ഫോറൻസിക് വിഭാഗം വന്നു. ആളുകളൊക്കെ മാറ്റിയിട്ട് കുഴിച്ചു നോക്കുകയാണ്. വിഴിഞ്ഞത്ത് ഒഴിഞ്ഞ് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം. കുഴിച്ചു നോക്കിയപ്പോഴോ 28 വയസ്സുള്ള ഷഫീഖ് എന്ന ചെറുപ്പക്കാരന്റെ മൃതശരീരം കണ്ടെത്തി 2020. കൊറോണ കാലഘട്ടം. ആരാണ് ഷഫീഖ്? ഷഫീഖിന്റെ മൃതശരീരം കുഴിച്ചെടുത്തതിന്റെ കേവലം 200 മീറ്റർ മാത്രം അകലെയാണ് അവന്റെ വീട്. ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ഷഫീഖിന് ബാപ്പയിലെ ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. ഉമ്മയുണ്ട്, ഒരു പെങ്ങളുണ്ട്. ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ്, അവന്റെ മൃതശരീരം കണ്ടെത്തുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ്, ഷഫീഖിന്റെ ഉമ്മയും പെങ്ങളും വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. എന്റെ മകനെ കാണാനില്ല. ആ 28കാരന്റെ മൃതശരീരം പോലീസ് കണ്ടെത്തി. പ്രഥമ ദൃഷ്ട്യാ അതൊരു കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടു. പോലീസ് പോസ്റ്റ്മോർട്ടം നടത്തി അന്വേഷണം തുടങ്ങി. കേവലം 6 മാസം കൊണ്ട് വിഴിഞ്ഞം പോലീസ് അതിന്റെ കുറ്റപത്രം സമർപ്പിച്ചു. എന്താ കുറ്റപത്രം പറയുന്ന അറിയോ? ഉമ്മമാരെ കേട്ടോ, ഷഫീഖ് എന്ന 28കാരനായ ചെറുപ്പക്കാരൻ, ലോക്ക്ഡൌൺ സമയമാണ്, ഗാംഗിസം വർദ്ധിച്ചു എന്ന് കണക്കുകൾ പറയുന്നു. ഒഴിഞ്ഞ പ്രദേശത്ത് പോയിട്ടിരിക്കും, പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാനില്ല, കൂട്ടം കൂടിയിരിക്കും. ഒഴിഞ്ഞിരിക്കുന്ന കരങ്ങളിൽ പിശാച് പ്രവർത്തിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സമയം കളയണ്ടേ? എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഈ ചെക്കന്മാര് മാറ്റാൻ തുടങ്ങി. ചാരായം മാറ്റി. മദ്യം കിട്ടാത്ത കാലഘട്ടം. ചാരായം മാറ്റി. സന്ധ്യ സമയമാകുമ്പോ ചാരായം കുടിച്ചു. അതിന്റെ പുറമെ കഞ്ചാവും വലിച്ചു. കനാബീസും സ്പിരിറ്റും ആൽക്കഹോളും മനുഷ്യ ശരീരത്തിലെ വികാരങ്ങളിൽ എക്സ്ട്രീമസി കൂടുതൽ വർധനവുണ്ടാക്കും. ആദ്യം ചെറുപ്പക്കാരോട് പറയുന്നത്, ആദ്യം നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ചില ഹോർമോണുകളുടെ വർധന, പ്രസരണം ഉണ്ടാകും. ഒരു ഉന്മേഷം തോന്നും, ആവേശം തോന്നും. കുറച്ച് കഴിയുമ്പോഴോ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ മയക്കുമരുന്ന് വേണ്ടി വരും. മദ്യം കഴിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കൂ എന്ന് തോന്നുന്ന ആളുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ശരീരത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ടു പോകും. കുട്ടികൾക്കുള്ള ക്ലാസ് അല്ല ഇത്. കുറച്ച് പേരേ ഉള്ളൂ. അവർക്കൊരു കൗൺസിലിംഗ് പോലെയാണ് ആവശ്യം. ഇത് രക്ഷിതാക്കളാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സാന്ദർഭികമായിട്ട് അവരോട് പറയുന്നത് മാത്രം ചില കാര്യങ്ങൾ. സയൻസ് അവരോട് പറയാനുള്ളതാണ്. തളർന്നു പോകും. എന്താ? 28കാരനായ ഷഫീഖ് എന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരോടൊപ്പം മദ്യപിച്ച് കഞ്ചാവും കളിച്ച് അമിത ലഹരിയിൽ സന്ധ്യ മയങ്ങുന്നതോടുകൂടി വീട്ടിലേക്ക് ചെല്ലുന്ന നല്ല മഴയുള്ള രാത്രിയാണ്. രാത്രി എങ്ങനെ വൈകി? മയക്കുമരുന്നിന്റെ ആസക്തിയിൽ മനുഷ്യനെല്ലാം മൃഗമായി മാറുന്നു. പാതിരാ പിന്നിടുന്ന സമയത്ത് തന്റെ മുറിയുടെ കതക് തുറന്ന് പുറത്തിറങ്ങി വന്നിട്ട് സ്വന്തം പെങ്ങളോട് ലൈംഗികമായ ചേഷ്ടകൾ കാണിച്ചു. സ്വന്തം പെങ്ങളെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. പെങ്ങളെ പ്രതിരോധിക്കാൻ നോക്കി, നടക്കുന്നില്ല. ഷഫീഖ് അടങ്ങുന്നില്ല. നിവൃത്തികേട് കൊണ്ട് ഉമ്മയോട് പറഞ്ഞു, ആങ്ങളെയാണ്. സഹികെട്ട് ഉമ്മയും പെങ്ങളും ചേർന്ന് പാതിരാ സമയത്ത് ഷഫീഖിനെ ശമിപ്പിക്കാൻ നോക്കി, അടക്കാൻ നോക്കി. പക്ഷെ അടങ്ങുന്നില്ല. വഴിയില്ലാതെ വന്നപ്പോ ഉമ്മ കൊടുവാളെടുത്ത് ഷഫീഖിന്റെ കഴുത്തിന് വെട്ടി. ഷഫീഖ് രക്തം വാർന്ന വീട്ടിൽ മരിച്ചു വീഴുന്നു. ഷഫീഖിന്റെ മൃതശരീരം ഉമ്മയും പെങ്ങളും ചേർന്ന് ഒരു ചാക്കിൽ കെട്ടി വീടിന്റെ 200 മീറ്റർ മാത്രം അകലെയുള്ള പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി കുഴിച്ച് മൂടിയതെന്ന് കുറ്റപത്രം പറയുന്നു. 1-ാം പ്രതി ഉമ്മ, കൂട്ടുപ്രതി പെങ്ങള്. ഏതുമ്മ? മൃതശരീരം കുഴിച്ചിട്ടിട്ട് ഏതാണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഉമ്മയും പെങ്ങളും ചേർന്ന് വിഴിഞ്ഞം പോലീസിന് പരാതി എഴുതി കൊടുത്തു, എന്റെ മകനെ കാണാനില്ല. അപ്പൊ സർക്കാർ ഒരു തീരുമാനമെടുത്തു. 2021 ഇതിന്റെ കുറ്റപത്രമൊക്കെ വന്നപ്പോ രക്ഷിതാക്കൾ ക്ലാസ് എടുക്കണം. എന്തിനാണെന്നറിയോ? മക്കളുടെ മാറ്റങ്ങൾ അറിയാൻ, മക്കളുടെ കൂട്ടുകാരറിയാൻ, മക്കളുടെ മണമറിയാൻ, നാറ്റമറിയാൻ. എന്നിട്ട് സ്കൂളുകളിലേക്ക് വിളിച്ചു. ഞാനൊക്കെ പോയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ മക്കളെ അറിയാന്നുണ്ട്. ഇപ്പോഴുണ്ട്.
മക്കളെ അറിയാൻ സ്കൂൾ തുറക്കാൻ പോകണല്ലോ, കുറച്ച് തുടങ്ങും. പക്ഷെ ആദ്യകാലം എന്തുണ്ടായെന്നറിയോ, ഞാൻ 12 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വല്ലപ്പോഴും സ്കൂളിൽ ചെന്നു രക്ഷിതാക്കൾ ക്ലാസ് എടുക്കാൻ വേണ്ടി. 12 ആളുണ്ട്. സാറിനോട് പറഞ്ഞു എല്ലാവരും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഈ പരിപാടി ആയതുകൊണ്ട് വരുന്നില്ല. ഇതെന്റെ മകനെ ബാധിക്കുന്ന വിഷയമല്ല, എന്റെ കുടുംബത്തെ ബാധിക്കുന്ന വിഷയമല്ല. ആരും പോയില്ല. നിങ്ങൾക്ക് +1 പഠിക്കുന്ന +2 പഠിക്കുന്ന കുട്ടികളെ നിങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്, ലെറ്റർ അയച്ചിട്ടുണ്ട്, നിങ്ങളുടെ വിദ്യാർത്ഥികളോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്, സ്കൂൾ ഗ്രൂപ്പുകൾ ഇട്ടിട്ടുണ്ട്. ആർക്കും വേണ്ട ക്ലാസ്. കാരണം എന്റെ മകനത് ബാധിക്കൂല, എന്റെ കുടുംബത്തെ ബാധിക്കൂല. എന്നിട്ട് ഇതാണ് മയക്കുമരുന്ന് ഉപയോഗിച്ച് നടന്ന കേരളത്തില് രക്ഷിതാക്കളെ ബാധിച്ച ആദ്യത്തെ കേസ്. സ്വന്തം ഉമ്മ പ്രതിയായി മാറുന്നു, പെങ്ങള് പ്രതിയായി മാറുന്നു. അങ്ങനെ വന്നപ്പോ സർക്കാർ രക്ഷിതാക്കളെ വിളിച്ചിട്ട് പറയാൻ തുടങ്ങി. പക്ഷെ ആരും പോയില്ല. ഇപ്പൊ നമ്മൾ ഉണർന്നിട്ട് മൊത്തത്തില് അടിസ്ഥാനപരമായ പിഴവ് അവിടെ. ഞാൻ എന്റെ മകനെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ എന്റെ മകൻ തെറ്റുകാരനായിട്ടല്ല, അവനെ കേൾപ്പിച്ച് എനിക്ക് പറയാൻ പറ്റൂല. പക്ഷെ എന്റെ മകനൊരു മനുഷ്യനാണ്, നിഷ്കളങ്കനാണ്. അവന്റെ പ്രായം 12 മുതൽ 22 വയസ്സ് വരെയുള്ള കാലഘട്ടം റോൾ കൺഫ്യൂഷൻ എന്ന് പറയും. ആരെയാണ് ഈ സമൂഹത്തിൽ നിന്ന് മാതൃകയാക്കേണ്ടത്, ആരെയാണ് കണ്ടുപഠിക്കേണ്ടത്, എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് ഈ സമൂഹത്തിൽ നിന്ന്, നിങ്ങളിൽ നിന്നല്ല, പഠിക്കുന്ന സമയമാണ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയും. പ്രോബ്ലം ഏജ്, പ്രശ്ന കാലഘട്ടം എന്ന് സൈക്കോളജി വിശേഷിപ്പിക്കുന്നു. ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കുട്ടിയാണ് എന്റെ കുട്ടി. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. കാരണം ഈ സമൂഹത്തിന്റെ സ്പന്ദനം എനിക്കറിയും, ഇവിടുത്തെ ഹീറോ ആരാന്ന് എനിക്കറിയും, ഇവരുടെ ചുറ്റുപാടുകളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. മക്കള് മനുഷ്യൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കും. മനുഷ്യൻ നന്മയിൽ അധിഷ്ഠിതനായിട്ട് പിറന്നു വീണ ഒരു സൃഷ്ടിയല്ല, നന്മയിൽ അധിഷ്ഠിതനായിട്ട് പിറന്നു വീണ ഒരു സൃഷ്ടിയല്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല മനുഷ്യനെ കുറിച്ച് എന്താ പറഞ്ഞത്? വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. അല്ലാഹു തആല മാലാഖമാരോട് പറയുന്ന സമയം, എന്റെ ഒരു പ്രതിനിധിയായിട്ട് മനുഷ്യരെ ഞാൻ സൃഷ്ടിക്കാൻ പോകുകയാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ഭൂമിയിലേക്ക് എന്നാ പറഞ്ഞത്, ഭൂമിയിലേക്ക് എന്റെ പ്രതിനിധി അയക്കാൻ പോകുക. മലക്കുകൾ എന്താ പറഞ്ഞത്? ഖാലു വതജഅലു ഫിഹാ മൻ യുഫ്സിദു ഫിഹാ വയസ്ഫികു ദിമാ. അവിടെ പോയിട്ട് രക്തം ചൊരിക്കും, അടിയുണ്ടാക്കും, പ്രശ്നമുണ്ടാക്കും, വയലൻസ് ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു വിഭാഗത്തെ എന്തിനാ അങ്ങോട്ട് സൃഷ്ടിച്ചു വിടുന്നത്? മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. പിന്നെ മനുഷ്യനെ വാക്കാണ്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മലക്കുകൾ പറഞ്ഞതാണ് അവിടെ പോയിട്ട് അടി ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, കലാപം ഉണ്ടാക്കും. എന്തിനാ പിന്നെ അങ്ങോട്ട് വിടുന്നത്? മനുഷ്യൻ അങ്ങനെയാണ്. നിന്നെ സ്മരിക്കാനും നിന്നെ ആരാധിക്കാനും ഞങ്ങളുണ്ട്. പിന്നെന്തിനാ റബ്ബെ ഇങ്ങനത്തെ ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചു വിടുന്നത്? ആ സമയത്ത് അല്ലാഹു തആല പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ഞാൻ സൃഷ്ടിക്കുന്ന സൃഷ്ടിയെ കുറിച്ച് നിങ്ങളെക്കാൾ കൃത്യമായ ധാരണ എനിക്കുണ്ട്, എനിക്കിതൊക്കെ അറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ വിടുന്നത്. മനുഷ്യൻ നന്മയിൽ അധിഷ്ഠിതനായിട്ട് പിറന്നു വീണവനല്ല. ആദ്യം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിലേക്ക് വിട്ടിട്ടോ ആ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ വിശദീകരിക്കുന്നില്ല, ഏതെങ്കിലും പഴം സ്വർഗത്തിൽ നിഷിദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗാവൂല. പിന്നെന്താ ആ പഴം കഴിക്കരുതെന്ന് പറഞ്ഞത്? എന്തേ ആ പഴം കഴിക്കരുതെന്ന് പറഞ്ഞത്? എന്തേ 2016 മുതൽ 5 വർഷം നമ്മുടെ വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തിട്ട് 2021 ആയപ്പോഴത്തേക്ക് കുട്ടികൾ ഇത്രത്തോളം മയക്കുമരുന്നിന് അഡിക്റ്റ് ആയി പോയത് എങ്ങനെ? അതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ക്ലാസ് കുട്ടികൾ കേൾക്കുന്നതിന് എനിക്ക് താല്പര്യമല്ല. കുട്ടികൾക്ക് കൗൺസിലിംഗ് പോലെ കൊടുക്കാറ്. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ട് ആ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള പ്രേരണ മനുഷ്യ സഹജമാണ്. ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യും. അല്ലാഹു തആല പറഞ്ഞ ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ആദം നബിയോട് ആ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞു. എന്തേ? സ്വർഗത്തിൽ ഏതെങ്കിലും പഴം നിഷിദ്ധമാണോ? അങ്ങനെയാണെങ്കിൽ സ്വർഗാകൂല. ഏതെങ്കിലും പഴങ്ങളിൽ വിഷാംശമുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്വർഗാകൂല. പിന്നെന്താ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യും. ഒരു ഖുദ്സിയ ഹദീസ് ഉണ്ട്. അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയുന്നത്? സ്വഹാബത്തിനോട്, നേരെ ശ്രദ്ധിക്കണം, സ്വഹാബത്തിനോട് ഒട്ടകത്തിന്റെ ഉണക്കക്കാഷ്ടം പൊട്ടിച്ച് നോക്കരുത് എന്ന് നിങ്ങൾ കൽപ്പിക്കരുത്. എങ്ങനെ? ഒട്ടകത്തിന്റെ ഉണക്കക്കാഷ്ടം പൊട്ടിച്ച് നോക്കരുത് എന്ന് സ്വഹാബത്തിനോട് നിങ്ങൾ കൽപ്പിക്കരുത് എന്ന് അല്ലാഹു തആല റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? അക്കാലത്ത് ഒട്ടകത്തിനോടൊക്കെ കഷ്ടം എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടില് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ചാണക ഉണങ്ങി കിടക്കുന്ന പോലെ ഇഷ്ടംപോലെ മരുഭൂമി കിടക്കുന്നുണ്ടാവും. സ്വഹാബത്താരും പോയിട്ട് പൊട്ടിച്ചു നോക്കുന്നില്ല. പിന്നെന്താ? ഈ പറഞ്ഞ ഹദീസിന്റെ ആശയം എന്താ? ലോകം കണ്ട ഏറ്റവും മനോഹരമായ മനഃശാസ്ത്രം. അവർ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യരുത് എന്ന് അവരോട് പറയരുത് എന്ന്. അപ്പൊ സ്വഹാബത്തിന് തോന്നുന്ന പൊട്ടിച്ചു നോക്കണല്ലോ. മനുഷ്യൻ അങ്ങനെയാണ്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് 2016 സർക്കാർ വിമുക്തി മിഷന്റെ പാലക്കാട് ജില്ലാ കോർഡിനേറ്ററാക്കി ചുമതല തന്നു എനിക്ക് സർക്കാർ. എന്നിട്ട് അവിടെ 14 ഉദ്യോഗസ്ഥർ ക്ലാസ് എടുക്കുന്നുണ്ട്.
ഈ 14 ഉദ്യോഗസ്ഥരെയും വിളിച്ചിട്ട് ഞാൻ ആദ്യം ഒരു ശില്പശാല നടത്തി. അന്ന് അവരോട് പറഞ്ഞു, സ്കൂളുകളിലൂടെ പോയിട്ട് നിങ്ങൾ മദ്യത്തെ കുറിച്ച് പറയണ്ട, മയക്കുമരുന്നിനെ കുറിച്ച് പറയണ്ട, സിഗരറ്റ് വലിക്കണ്ടെന്ന് പറയണ്ട, 8ാം ക്ലാസ്സിലെ കുട്ടി അത് വലിക്കണേ വലിക്കണ്ട, ചെയ്യരുതെന്ന് പറഞ്ഞാൽ നീ വലിക്കാത്തവന് വലിക്കാൻ തുടങ്ങി. എന്റെ മനഃശാസ്ത്രം അങ്ങനെ. ആദ്യം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിഴപ്പിക്കാൻ ഇബ്ലീസിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ മക്കളെ കുറിച്ച് എങ്ങനെ നിങ്ങൾ ഇത്ര വിശ്വാസത്തിൽ ഇരിക്കുന്നത്? എല്ലാം കൊടുത്തില്ലേ? സ്വർഗത്തിലെ മുഴുവൻ പഴങ്ങളും എല്ലാ അനുഭൂതികളും ആദ്യം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല കൊടുത്തു. എന്നിട്ടോ ഒരൊറ്റ പഴം മാത്രം കഴിക്കരുതെന്ന് പറഞ്ഞ് ധിക്കരിച്ചില്ലേ? മനുഷ്യൻ അങ്ങനെയാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എല്ലാം കൊടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു കുട്ടിനെ കിട്ടൂല. ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. എല്ലാം കൊടുത്താൽ കിട്ടൂല. ബ്രൗണി വെയർ എന്നൊരു എഴുത്തുകാരിയുണ്ട്, ഒരു നഴ്സായിരുന്നു. 2005 ഓസ്ട്രേലിയയിൽ ഒരു ക്ലിനിക്ക് തുടങ്ങിയ ആശുപത്രി, ബ്രൗണി വെയർ. ആ ആശുപത്രിയുടെ പ്രത്യേകത എന്നറിയും, വാർദ്ധക്യ സഹജമായ അസുഖം വരുമ്പോൾ ആളുകൾ അവിടെ പോകും, എന്നിട്ട് അവിടെ അഡ്മിറ്റ് എടുക്കും. ലക്സൂരിയസ് ആയ ആളുകൾ, ധനികർ, യൂറോപ്പിലെ ഏറ്റവും ആഡംബരത്തോടുകൂടെ ജീവിച്ചവർ, സുഖലോലുപതയിൽ ജീവിച്ചവർ, മരണസമയത്ത് അല്ലെങ്കിൽ മരണമാസന്നമാകുമ്പോൾ പ്രായാസുഖങ്ങൾ വരുന്ന സമയത്ത് അവിടെ പോയിട്ട് അഡ്മിറ്റ് ആകും. എല്ലാ സുഖങ്ങളും അവിടെ കിട്ടും, സൗകര്യങ്ങളും അവിടെ കിട്ടും. അങ്ങനെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റും കിട്ടും, എല്ലാ സുഖങ്ങളും അനുഭവിച്ച് അങ്ങനെ മരിക്കാം. അതിനു വേണ്ടി ഒരു ആശുപത്രി ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് 2005 തുടങ്ങി ഓസ്ട്രേലിയയിൽ. ബ്രൗണി വെയർ നഴ്സാണ്. ബ്രൗണി വെയർ 2011 തന്നെ ആശുപത്രി പൂട്ടി. രോഗികളില്ലായിട്ടല്ല, ആളുകൾ വരാനിട്ടല്ല, കസ്റ്റമർ ഇല്ലാഞ്ഞിട്ടല്ല. 2011 ആശുപത്രി പൂട്ടിയിട്ട് ബ്രൗണി വെയർ എന്ന എഴുത്തുകാരി ആദ്യമായിട്ടൊരു പുസ്തകം എഴുതി. ആദ്യ പുസ്തകം നഴ്സാണ്. 2011 ഏറ്റവും കൂടുതൽ വിൽപ്പന ചെയ്യപ്പെട്ട പുസ്തകം. ആ പുസ്തകത്തിന്റെ പേരെന്നറിയോ? ദ ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദ ഡൈയിങ്. മരിക്കുന്ന സമയത്തുള്ള ആളുകളുടെ 5 ദുഃഖചിന്തകൾ. ആരുടെ? ലോകത്തെ ഏറ്റവും സുഖങ്ങൾ അനുഭവിച്ച് ജീവിച്ചവർ, ഏറ്റവും ധനികർ, ഏറ്റവും ലക്സൂരിയസ് ആയിട്ട് ജീവിച്ചവർ, അവര് മരിക്കുന്ന സമയത്ത് 5 കാര്യങ്ങളാണ് ചിന്തിച്ചത്. ദുഃഖചിന്തകൾ. എന്താണ് അവരുടെ ചിന്തകൾ? ബ്രൗണി വെയർ പറയുന്നു, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവാനായിട്ടില്ലല്ലോ. ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും കിട്ടിയ ആളുകൾ. ഞാൻ എപ്പോഴും ജീവിച്ച മറ്റുള്ളവർ ഞാൻ എങ്ങനെ ആവണം അതുപോലെയാണ്. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. ആര്? ലോകത്തെ എല്ലാ ലക്സൂരിയസ് ആയിട്ടുള്ള അനുഭൂതികളും അനുഭവിച്ച് ജീവിച്ചവർ. ചിന്തിച്ച കാര്യം, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവാനായിട്ടില്ലല്ലോ. ആര്? ലോകത്തെ ഏറ്റവും കൂടുതൽ ധനികരായി ആഡംബരത്തോടുകൂടി ജീവിച്ചവർ. എല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ സംതൃപ്തരാകൂല. പട്ടിണിയുടെ കാലത്ത് ഇരിക്കുന്ന കാരണവന്മാർ പറയട്ടെ, എന്നെങ്കിലും മഹല്ല് കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു ബോധവൽക്കരണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു? ഇല്ലല്ലോ. ദാരിദ്ര്യത്തിന്റെ കാലത്ത് നമ്മുടെ മക്കൾക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നു? എന്തേ നമ്മുടെ മക്കൾക്ക് പറ്റിയത്? ആരാണ് നമ്മുടെ മക്കളെ പഠിപ്പിച്ച? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ശുദ്ധ പ്രകൃതത്തോടുകൂടെ പറന്നു വീണവരാ. പിന്നെ അവരെ തിരുത്തിയതാരാ? ഞാൻ പറഞ്ഞുതരാം. അഫാൻ എന്ന 23-കാരനാണ് നിങ്ങളുടെ ഈ ചർച്ചകളുടെ ആണിയെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ? അഫാൻ എന്ന 23-കാരൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അഫാൻ എന്ന 23-കാരനെ ബാധിച്ചൊരു മാനസിക അസുഖമുണ്ട്, സൈക്കിക് ഡിസോർഡർ. അത് അഫാൻ എന്ന 23-കാരനായ വെഞ്ഞാറമൂടുകാരന് മാത്രം അസുഖമല്ല, മരവട്ടത്തുള്ള 23-കാരന്റെ അസുഖമാണ്. 2000-ന് ശേഷം ജനിച്ച മരവട്ടത്തുള്ള കുട്ടികളുടെ അസുഖമാണ്. 5 പേരെ ചേർന്ന് തലക്കടിച്ചു കൊന്നല്ലോ കൽപ്പറ്റയില്, ഷഹബാസ് എന്ന 15-കാരനെ. ആ 5 പേർക്കും ബാധിച്ചൊരു സൈക്കിക് ഡിസോർഡർ ഉണ്ട്, ഒരു മാനസിക അസുഖമുണ്ട്. ആ മാനസിക അസുഖം കേവലം കൽപ്പറ്റയിലെ ഒരു സ്കൂളിലെ 5 കുട്ടികളുടെ അസുഖമല്ല, എന്റെയും നിങ്ങളുടെയും 14, 15 വയസ്സുള്ള കുട്ടികളുടെ സൈക്കിക് ഡിസോർഡർ മാനസികമായ പ്രശ്നമാണ്. സ്വന്തം ഉമ്മയെ അതിക്രൂരമായിട്ട് 8 വെട്ടി കൊലപ്പെടുത്തി. എന്നിട്ടോ മാധ്യമങ്ങളോട് പറഞ്ഞത്, എന്നെ പ്രസവിച്ചതിന്റെ പ്രതികാരം തീർന്നു. മക്കള് കേട്ടോ, നിങ്ങൾക്ക് 8 വെട്ട് കൊണ്ടൊന്നും നിങ്ങളുടെ ഉമ്മയോട് പ്രതികാരം ചെയ്യാൻ പറ്റൂല, പ്രതിഫലം കൊടുക്കാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട്? ചെറുപ്പക്കാരെ കേട്ടോ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ട്. ഒരു 3 മാസം നിങ്ങളുടെ മൂക്കിന്റെ തുമ്പിൽ ഒരു തുണി വീണാൽ നിങ്ങളുടെ കൈ കൊണ്ടത് എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു കാലഘട്ടം. 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾ മയ്യത്തായി പോകുന്ന ഒരു കാലഘട്ടം. ഒരു മൂക്കിൻ തുമ്പിൽ ഒരു തുണി വീണാൽ 3 മിനിറ്റ് കൊണ്ട് മയ്യത്താകുന്ന ഒരു 3 മാസം കാലഘട്ടം. അന്ന് നിങ്ങൾ ജനിച്ച് 3 മാസം, അന്ന് നിങ്ങളുടെ മരണശയ്യയിൽ കടന്നുകൊണ്ട്, നിങ്ങളുടെ മലമൂത്ര ശയ്യയിൽ കടന്നുകൊണ്ട്, രാപ്പകലില്ലാതെ നിങ്ങൾക്ക് വേണ്ടി താരാട്ട് പാടിയിട്ട് രാത്രിയുടെ യാമങ്ങളിൽ വരെ ഒരു തുണിയുടെ കഷ്ണം പോലും നിങ്ങളുടെ മൂക്കിൻ തുമ്പിൽ വീടാതെ നിങ്ങൾക്ക് വേണ്ടി കാവലിരുന്നിട്ട് അതിന് പ്രതികാരം കൊടുക്കാൻ 8 വെട്ടുകൊണ്ടൊന്നും പറ്റൂല. പക്ഷെ എവിടെ വായിച്ചത്? നിങ്ങൾക്കറിയോ? 5 പേരെ ക്രൂരമായിട്ട് കൊന്നു. ഉമ്മ കഷ്ടിച്ച് രക്ഷപ്പെട്ടു.
ഉമ്മ കഷ്ടിച്ച് രക്ഷപ്പെട്ട് പോലീസിന്റെ ചോദ്യമുണ്ട്, ഈ 5 പേരിൽ ആരാണ് അഫാന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ഉത്തരം എന്നറിയോ? ഉമ്മമാര് കേട്ടോ, ഉമ്മമാര് കേട്ടോ. അഫാൻ കൊലപ്പെടുത്തിയവരിൽ 5 പേര്, ആ 5 പേരല്ല ഏറ്റവും വലിയ ശത്രു. ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഉമ്മയാണ്. ഉമ്മയാണ്. എന്തേ? എപ്പോഴേ ഉമ്മ അഫാന്റെ ഇത്ര വലിയ ശത്രുവായി മാറിയത്? 23 വയസ്സുകാരന്റെ ഏറ്റവും വലിയ ശത്രു ഉമ്മയാണ്. 8 വെട്ടി കൊലപ്പെടുത്തിയ ആഷിഖിന്റെ ഏറ്റവും വലിയ ശത്രു ഉമ്മയാണ്. എങ്ങനെ ഉമ്മ ഇത്ര വലിയ ശത്രുവായി മാറിയത്? എന്ത് അപരാധം അവർ മക്കളോട് ചെയ്തത്? ഞാൻ പറഞ്ഞുതരാം. അഫാൻ എന്ന 23-കാരന്റെ അസുഖം എന്താ? ആ 23-കാരന്റെ അസുഖം എന്താ? ഇമ്പൾസീവ് റിയാക്ഷൻ എന്ന് പറയും. പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണം. കഥകൾ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമായിരിക്കും, പക്ഷെ കുറച്ച് പോയിന്റുകൾ ഞാൻ പറയാൻ പോകാണ്. കേൾക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നമ്മുടെ മക്കളുടെ ചില സൈക്കിക് ഡിസോർഡറുകൾ. ആ അസുഖം വന്നാലുള്ള കുഴപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ അസുഖം വന്നാലുള്ള കുഴപ്പം എന്താണെന്നുള്ളത്. എന്താണ് ഇമ്പൾസീവ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് 5 കൊലപാതകങ്ങൾ നടത്തി 23 വയസ്സുകാരൻ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആ പ്രായത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ സീരിയൽ കില്ലറായി മാറി. ആ 23-കാരൻ രാവിലെ 8 മണി വരെയും കൊലപാതകത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. രാവിലെ 8 മണി വരെയും കൊലപാതകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മച്ചാനെ, എനിക്ക് കുറച്ച് പണി ബാക്കിയുണ്ടെന്ന് കൂട്ടുകാരോട് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോയത്. കൂട്ടുകാരുടെ 21-ാമത്തെ വയസ്സിൽ തന്റെ കുടുംബത്തിൽ ഇരുന്നിട്ട് ഈ അഫാൻ എന്ന ചെറുപ്പക്കാരൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, തന്റെ ബർത്ത്ഡേ പാർട്ടി. ആ വീഡിയോയിൽ കേക്ക് മുറിച്ചിട്ട് ആദ്യം കൊടുക്കുന്നത് തന്റെ ഉമ്മാക്കാണ്. സ്നേഹബാധന ഉമ്മയാണ്. ബാപ്പതിനില്ല. ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മയാണ് പറഞ്ഞു. പിന്നെന്തേ 2 കൊല്ലം കൊണ്ട് എന്താ പറ്റിയത് പറയാം. 23-കാരന്റെ അസുഖം വന്നാണ് ഇമ്പൾസീവ് റിയാക്ഷൻ. അത് ഇവിടെയുള്ള 2000 ജനിച്ച കുട്ടികളിലുണ്ട്. ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, സ്വയം വിലയിരുത്തിയാൽ മതി. എനിക്ക് ഈ അസുഖമില്ല. ഞാൻ ജനിച്ചത് 1985-ലാണ്. എന്റെ 10 വയസ്സ് വരെയുള്ള കാലഘട്ടം, 95 വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത്. എന്താ കാലഘട്ടത്തിന്റെ പ്രത്യേകത? എന്റെ ബാല്യകാലത്ത്, നേരെ കേട്ടോ, എന്റെ ബാല്യകാലത്ത് ഞാൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ, വേണമെന്ന് ആഗ്രഹിച്ചാൽ, ഒരു വസ്ത്രം വേണമെന്ന് ആഗ്രഹിച്ചാൽ അന്ന് കിട്ടും. ഒരു ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ രാവിലെ കഴിച്ചാൽ വൈകുന്നേരം കിട്ടും, ഉച്ചക്ക് കിട്ടും. ബാപ്പ കൊടുത്തരൂ. സംവിധാനമുണ്ടോ? മുട്ടിന് ഹോട്ടലുകളുണ്ടോ? വസ്ത്രം വേണമെന്ന് പറഞ്ഞാൽ അടുത്ത പെരുന്നാൾ വരെ കാത്തിക്കണം. ബിരിയാണി വേണമെന്നാണ് അടുത്ത കല്യാണം വരെ കാത്തിരിക്കണം. ബ്രോയിലർ കോഴിയും കൂടി ഇല്ലാത്ത കാലഘട്ടം. ഇനി ആഗ്രഹിച്ചതിന്റെ വാപ്പ കൊണ്ടുവരാൻ തീരുമാനിച്ചതിന് ആഴ്ചയിലോ മാസത്തിലോ ഒരു ദിവസം അങ്ങാടി പോകുള്ളൂ. മുട്ടിന് ഹോട്ടലുകളില്ല, വസ്ത്രക്കടകളില്ല. ആ ഒരു കാലഘട്ടം എന്റെ ഉപ്പയും എനിക്ക് ചില കാര്യങ്ങൾ തന്നു, ചില ഗുണങ്ങൾ തന്നു. എന്താ ഗുണങ്ങൾ എന്നറിയോ? നേരെ കേട്ടോ, ഒരു പോയിന്റ്, നേരെ കേട്ടോ. മനുഷ്യൻ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് നേടുന്നതിന്റെ ഇടയിൽ ഒരു കാലതാമസം ആവശ്യമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നതിന് നേടുന്നതിന്റെയും ഇടയിൽ ഒരു കാലതാമസമാണെന്ന്. ആഗ്രഹിക്കുന്ന നേടുന്നതിന് കാലതാമസം എന്താണ്? ചോദിച്ച മുഴുവൻ നമുക്ക് കിട്ടിയവരല്ലേ ഈ രക്ഷിതാക്കളെ കാണാം. പലതും കിട്ടാതെ പോയവരാ. ഈ കാലതാമസത്തിനിടയിലുള്ള ഗുണം എന്താണെന്നറിയും? ഞാൻ എന്റെ മനസ്സിനെ എങ്ങനെ പഠിപ്പിക്കും? കാത്തിരിക്കേണ്ടി വരും. കാത്തിരിക്കാൻ പഠിച്ചവരാണ്. കാത്തിരുന്നിട്ട് നേടുന്നതിനൊക്കെ മൂല്യം ഉണ്ടാകും. ആഗ്രഹിച്ചിട്ട് നേടുന്നതിനൊക്കെ മൂല്യം ഉണ്ടാകും. നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ വേണ്ട. പലസ്തീനിലെ കുട്ടികളെ കണ്ടില്ലേ? ഭക്ഷണം ആകാശത്ത് വരുന്നപ്പോഴത്തേക്ക് ഓടും. കാരണം അറിയാം, ഭക്ഷണത്തിന്റെ മൂല്യം അറിയുന്നവരാ, വിശപ്പറിഞ്ഞവരാണ്, കാത്തിരിക്കേണ്ടി വന്നവരാണ്. അവർക്ക് മൂല്യം ഉണ്ടാവും. കാത്തിരിക്കേണ്ടി വരണം. മനുഷ്യന് ഏതൊരു ആഗ്രഹം നേടുന്നതിന് കാത്തിരിക്കേണ്ടി വരണം. കാത്തിരിക്കുമ്പോഴോ എന്റെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോകും. ചിലപ്പോൾ അത് കിട്ടും, ചിലപ്പോഴോ കിട്ടൂല. ചിലപ്പോ വാപ്പ വാങ്ങിത്തരും, ചിലപ്പോ വാപ്പ വാങ്ങിത്തരും. കിട്ടില്ല എന്നുള്ളതിനെ ഉൾക്കൊള്ളാൻ പഠിച്ചു, ഇല്ല എന്നുള്ളതിനെ കേൾക്കാൻ പഠിച്ചു, നോ എന്നുള്ളതിനെ ഉൾക്കൊള്ളാൻ പഠിച്ചു. കാരണം ആഗ്രഹിച്ചത് മുഴുവൻ നേടിയവരല്ല. ഈ ഇരിക്കുന്ന രക്ഷിതാക്കളൊന്നും ആഗ്രഹിച്ചത് മുഴുവൻ നേടിയവരല്ല. ആഗ്രഹിച്ചതിന് വലിയൊരു വിഭാഗം നഷ്ടപ്പെട്ടു പോയവരാണ്. അതുകൊണ്ടെന്താ കിട്ടില്ല എന്ന് കേട്ട നമ്മൾ വൈബ്രന്റ് ആകൂല, നോ എന്ന് കേട്ട നമുക്ക് പ്രഷർ എടുക്കൂല. കാരണം അങ്ങനെ ഉൾക്കൊള്ളാൻ പഠിച്ചവരാ നമ്മള്. അങ്ങനെ ക്ഷമയോടെ കാത്തിരുന്നിട്ട് നേടിയവരാ നമ്മള്. ഈ 2 ഗുണമുണ്ടെങ്കിൽ എന്താ? കാത്തിരിക്കാനുള്ള കഴിവില്ലായ്മ. ഇല്ല എന്ന് കേട്ടാൽ, നോ എന്ന് കേട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ. ഈ 2 അവസ്ഥയും ഇമ്പൾസീവ് റിയാക്ഷൻ, പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണം എന്ന് മലയാളത്തിൽ പറയാം. ആ അസുഖത്തിന്റെ ലക്ഷണങ്ങളാണ്. അഫാൻ എന്ന 23-കാരൻ
രാവിലെ 8 മണിക്ക് ഉമ്മയെ ചെന്നിട്ട് കൊല്ലുകയാണ്. ഉമ്മയെ കൊല്ലുന്നതിന് കാരണം പോലില്ല. കാരണം ഉമ്മ ഓൾറെഡി ശത്രുവാണ്. ഞാൻ പറയാം എങ്ങനെ ശത്രുവായിരുന്നത്. ഉമ്മയെ കൊന്നതിന് ശേഷം മൂത്താപ്പന്റെ അടുത്തേക്ക് ചെന്നു. പണം ചോദിച്ച് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്. പണം കിട്ടിയിട്ട് ഉമ്മാനെ കൊന്നിട്ട് മൂത്താപ്പനടുത്ത് പണം ചോദിക്കാൻ പോകുക. പണം ചോദിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഉമ്മാനത്തെ പണം ചോദിച്ചില്ല, ഉമ്മാനത്ത് കിട്ടൂല എന്നുള്ളത് പഠിച്ചിരുന്നു 2 കൊല്ലം കൊണ്ട്. അപ്പോ മൂത്താപ്പാനെ കൊന്നു, പരിഹസിച്ചു, പണമില്ലാന്ന് പറഞ്ഞു. മൂത്താപ്പാനെ കൊന്നപ്പോഴും മൂത്തമ്മ അറിയും സ്വാഭാവികമായിട്ടും ഉമ്മയെ കൊലപ്പെടുത്തിയത് ഞാനാണെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് മൂത്തമ്മയെ കൊന്നു. ഈ കൊന്നതിൽ 3 പേര് പ്ലാൻഡ് മർഡർ അല്ല, ആ നിമിഷം തോന്നിയതാണ്. നേരത്തെ തീരുമാനിച്ച കൊലപാതകമല്ല. അതുകൊണ്ട് മൂത്തമ്മയെ കൊന്നു. ആ മൊഴിയിൽ നിന്ന് പോലീസ് എന്ത് മനസ്സിലാക്കിയെന്നറിയോ? അതുവരെയും അഫാൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ കൊന്നെന്ന് അറിഞ്ഞ എന്താ കുഴപ്പം? അവൻ മരിക്കാൻ പോവുകയാണെങ്കിൽ. അപ്പോ ഉമ്മയെ കൊന്ന് മൂത്താപ്പയെ കൊന്ന് രക്ഷപ്പെടാനുള്ള പരിപാടിയായിരുന്നു. അതിനാണ് എന്ത് ചെയ്ത് കാമുകിയെ വിളിച്ച് സ്വർണ്ണ ആഭരണമായിട്ട് വരാൻ പറഞ്ഞു. ഈ കൊലപാതകം പുറത്തറിയിക്കാൻ വേണ്ടി ആരെ കൊന്നു? മൂത്തമ്മയെ കൊന്നു. കാമുകി വന്ന് ഇതൊക്കെ കേട്ടപ്പോൾ അവൾ ഞെട്ടി. ആ കുട്ടി പിന്മാറി. അപ്പോഴോ എന്റെ ജീവിതം തകരാൻ പോകാണ്. കാമുകിയും പോയി. ഇനി എന്താണ്? അപ്പ ആലോചിച്ചാണെന്ത്? അവളെ ആത്മഹത്യ ചെയ്യാം. പ്ലാൻഡ് അല്ല, ആ പെൺകുട്ടിയെ കൊന്നു ആത്മഹത്യ തീരുമാനിച്ചു. ആ സമയത്താണ് ചിന്തിച്ചത്, ഞാൻ താലോലിച്ചു കൊണ്ട് നടക്കുന്ന എന്റെ ഇഷ്ടഭാചനം, എന്റെ കുഞ്ഞനിയൻ, ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ട്. ഇനി ജീവിതത്തിൽ ആരുമില്ല. ഉമ്മ പോയി, ഉമ്മയെ കൊന്നു വിചാരം. ഉമ്മ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ കുഞ്ഞിനെ ഇനി ആര് നോക്കും? സ്നേഹം കൊണ്ട് കൊന്നു കളഞ്ഞു. മയക്കുമരുന്നല്ല, സ്നേഹം കൊണ്ട് കൊന്നു കളഞ്ഞു. എന്നിട്ടോ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയും, ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടും അവസാനം ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോഴും 15 വർഷത്തിലധികമായിട്ട് മരുഭൂമിയിൽ തന്റെ ജീവിതത്തിന്റെ ഊർജ്ജസ്വലമായ കാലഘട്ടം മുഴുവൻ തന്റെ മകന് വേണ്ടി ഊരുക്കി കളഞ്ഞ ഉപ്പയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളുടെ 11-12 വയസ്സിൽ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഇഷ്ടഭാചനം നിങ്ങളാണെന്ന്, നിങ്ങളുടെ ത്യാഗം അവരറിയുന്നുണ്ടെന്നുള്ളത് അവരൊന്നും അറിയുന്നില്ല. അവരൊന്നും മനസ്സിലാക്കുന്നില്ല. ഉപ്പ മനസ്സിലേ കടന്നു വന്നിട്ടില്ല. ഒന്നും ഇവരൊക്കെ കൊന്നിട്ട് നാടുവിടാൻ നോക്കി. അതിന് മുമ്പ് നടക്കില്ല എന്ന് കണ്ടപ്പോ കാമുകയും കൊന്നു ആത്മഹത്യ. ഇമ്പൾസീവ് റിയാക്ഷൻ. ഈ ഇമ്പൾസീവ് റിയാക്ഷൻ എന്നുള്ള അസുഖത്തിന്റെ ഉത്തരവാദികളാണ്. ചോദിക്കുന്നത് മുഴുവൻ കൊടുത്തതാരാ? 18 വയസ്സ് വരെ നിങ്ങളുടെ കുട്ടി കിട്ടുന്നത് ആഗ്രഹിക്കുന്നത് മുഴുവൻ കിട്ടിയാല് 18ാമത്തെ വയസ്സിൽ അവനൊരു ബൈക്ക് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോ എന്ന് പറഞ്ഞാൽ, കിട്ടൂല എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കുട്ടി ഡിപ്രഷൻ എന്നുള്ള മാനസിക അസുഖത്തിലേക്ക് പോകും. ഡിപ്രഷൻ, മാനസികമായ സമ്മർദ്ദം എന്ന് പറയും. മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. നിസ്സാര കാര്യങ്ങൾ ഗൗരവമായിട്ട് കാണാൻ പറ്റും. നിസ്സാര കാര്യങ്ങൾ, മൊബൈൽ ഫോൺ താഴെ വീണ് പൊട്ടിയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തവരില്ലേ? മുമ്പ് ചീത്ത പറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളില്ലേ? നിസ്സാരമായ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കാണാൻ പറ്റും മനുഷ്യന്. അത് മനുഷ്യന്റെ മനസ്സ് വളർന്നു വരുന്നതിനനുസരിച്ചാണ്. ഈ 23 വയസ്സുകാരൻ ഉമ്മയാണ് ഏറ്റവും വലിയ ശത്രു എന്ന് നമ്മൾ പറഞ്ഞത്. എന്താ കാരണം? 21 വയസ്സ് വരെ പ്രാരാബ്ദങ്ങൾ അറിഞ്ഞിട്ടില്ല. കൊറോണ കാലഘട്ടം വരെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടില്ല. ഉപ്പാക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിസിനസ് ഉണ്ട്. അയക്കുന്ന പൈസ മുഴുവൻ ഉമ്മ ദൂർത്തടിച്ച് ചെലവഴിച്ചു. മകൻ രാജാവായിട്ട് ജീവിച്ചു. ലക്ഷ്യൂറിയസ് ആയ ജീവിതം, ആഡംബര ജീവിതം. 2021 കൊറോണ കാലഘട്ടം വന്നപ്പോഴത്തേക്ക്, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിസിനസ് ഡൗൺ ആയി. മകനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. ലേബർ ക്യാമ്പുകൾ എന്താണെന്നറിയില്ല, പ്രയാസം എന്താണെന്നറിയില്ല. അവിടുന്ന് തിരിച്ചു പോന്നു. എന്നിട്ട് നാട്ടിൽ ആഡംബരത്തോടു കൂടെ ജീവിക്കണം. പണമില്ല. ചോദിക്കുമ്പോ നോ എന്ന് പറയാൻ തുടങ്ങിയ ഉമ്മ. 21 വയസ്സ് വരെ യെസ് എല്ലാം കൊടുത്ത ഉമ്മ 2 വർഷം ഇല്ല എന്ന് പറഞ്ഞപ്പോ അഫാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ആര് മാറി? ഉമ്മ മാറി. 2 കൊല്ലം കൊണ്ട് ഉമ്മ ശത്രുവായി. അതുകൊണ്ടാണ് ഉമ്മയെ രാവിലെ തന്നെ വന്നത്. എന്നിട്ട് പിന്നെയാണ് പൈസ വെച്ച് രക്ഷപ്പെടാൻ നോക്കിയത്. ചോദിക്കുന്നത് മുഴുവൻ കൊടുക്കലല്ല. നിങ്ങൾ കൊടുത്തോ? ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ 10 രൂപ അധികം കൊടുക്കും. ചോദിക്കുന്നതിന്റെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കും. ചോദിക്കുന്നതിലും മികച്ച വാഹനം നിങ്ങൾ വാങ്ങിക്കൊടുക്കും. എല്ലാം നിങ്ങൾ കൊടുത്തോ? ഈ ഇരിക്കുന്ന ഉപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കള് 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള മക്കള്, 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ആ കാലഘട്ടത്തിലുള്ള മക്കളെ ചേർത്ത് പിടിച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒരു ദിവസം അവരോട് സംസാരിക്കുന്ന എത്ര ഉപ്പമാരി കൂട്ടത്തിലുണ്ട്? നിങ്ങളുടെ 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള മക്കളെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കാൻ സമയം കണ്ടെത്തുന്ന എത്ര ഉമ്മമാരി കൂട്ടത്തിലുണ്ട്? ഈ ഗൾഫിലാണെന്ന് വിചാരിച്ചു. നാട്ടുകാരെ മുഴുവൻ നിങ്ങൾ വാട്സപ്പിൽ വിളിക്കുന്നുണ്ടല്ലോ. എന്റെ നിങ്ങളുടെ മക്കളോട് 5 മിനിറ്റ് സംസാരിക്കാൻ നിങ്ങളില്ലേ? സമയമില്ല. നിങ്ങളുടെ മക്കളൊന്ന് ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല.
മക്കൾ നമ്മൾ അറിയാതെ പോയിട്ടുണ്ട്. മക്കളുടെ മാറ്റങ്ങൾ നമ്മൾ അറിയാതെ പോയി. ഒരു തലമുറ കൈവിട്ടു പോയി. ഫൈസൽ വാഫി ഇവിടെ പറഞ്ഞല്ലോ, അവർക്ക് ഇനി കൗൺസിലിംഗും ഡി അഡിക്ഷനൊക്കെ ഉള്ളൂ. വരുന്ന തലമുറക്ക് വേണ്ടി സംസാരിക്കുന്നത്. വരുന്ന തലമുറയെ കൈപിടിക്കാൻ വേണ്ട പറഞ്ഞു. കാരണം ഇത് 2016 പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആർക്കും വേണ്ട, ആരും കേൾക്കുന്നില്ല. എല്ലാവരും എന്റെ മക്കളുടെ കാര്യത്തിൽ നല്ല വിശ്വാസത്തിലായിരുന്നു. ഇനി ഈ ഇമ്പൾസീവ് റിയാക്ഷൻ അസുഖം എങ്ങനെ മാറ്റും? ഞാനിപ്പോ എന്റെ 14 വയസ്സുകാരൻ ചെയ്യുന്നൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്റെ പ്രാക്ടിക്കലായിട്ട് എന്തെന്നറിയോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. അതിനു മുമ്പ് ആ അസുഖത്തിന്റെ ലക്ഷണം ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണമെങ്കിൽ ഒരു കഥ കൂടെ പറയാം. കഥയല്ല, രസകരമായിട്ട് പറയാം. 2020 മുമ്പ് ജനിച്ച നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യാം? ആ കാലഘട്ടത്തിൽ LP സ്കൂൾ, ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ചിലപ്പോൾ ലവ് ലെറ്റർ എഴുതണം. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണില്ല, വാട്സപ്പ് ഇല്ല. ഈ കത്ത് എഴുതണം, എന്നിട്ട് വഴിയിലിടും. ചിലപ്പോൾ രസകരമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാ. ആ പെൺകുട്ടി അത് കാണും, ചിലപ്പോൾ ആഴ്ചകൾ എഴുതിയിടേണ്ടി വരും. എന്റെ ബാല്യത്തിൽ അങ്ങനെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കൗമാര പ്രായകാലത്ത് നീ കണ്ടാലോ ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് പ്രണയം ഇഷ്ടപ്പെട്ടാൽ തിരിച്ചു പറയാൻ പറ്റുമോ? തെറ്റാണെന്ന് തിരിച്ചറിയുന്ന കാലഘട്ടമാണ്. ഇപ്പൊ തെറ്റല്ലല്ലോ, ഇപ്പൊ ഹലാലായ മാതിരിയാണ്. വാപ്പാനെ പേടിയില്ല, അന്ന് വാപ്പാനെ പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഒരു പ്രണയം തോന്നിയാൽ പോലും അത് പറയാൻ ചിലപ്പോൾ ആഴ്ചകൾ എടുക്കും. ചുരുക്കി പറഞ്ഞാൽ അക്കാലത്ത് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയാൽ ആ പ്രണയം പൂക്കാൻ മാസങ്ങൾ എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടെന്താ, പൂക്കാൻ മാസങ്ങൾ എടുത്താല് നഷ്ടപ്പെട്ടവരൊക്കെ എന്താ ചെയ്തത്? അക്കാലത്ത് പ്രണയം നിരസിക്കപ്പെട്ടവരൊക്കെ ലോകം അറിയപ്പെടുന്ന മഹാരഥന്മാരായ എഴുത്തുകാരായി മാറി. ശരിയല്ലേ? ലോകത്ത് അറിയപ്പെട്ട സാഹിത്യ രചനകളൊക്കെ എഴുതിയതാരാ? നിരാശാകാമുകന്മാരാ, പ്രണയം കിട്ടാതെ പോയവരാ. തന്റെ 67ാമത്തെ വയസ്സിൽ മരുഭൂമിയിലൂടെ വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ ഒട്ടകപ്പുറത്ത് പോകുമ്പോ കൂടെ 2 ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. 20-22 വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ കാമുകിയെ കുറിച്ച് ലൈലയുടെ ഗ്രാമത്തിലൂടെ കടന്നുപോയപ്പോ ഇംറുൽ കൈസ് പാടിയതാ അറേബ്യൻ സാഹിത്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മുഅല്ലഖാത്ത്. പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ എഴുതിയതാണ്. ഇപ്പോഴോ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയക്കും, വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കും, നാളെ തന്നെ കാണണം. ഉമ്മ അറിയണില്ല, ഉമ്മയുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പെൺകുട്ടികളൊക്കെ പ്രേമിക്കുന്നത്. ഉമ്മ അറിയണില്ല. എന്നിട്ടോ ആൺകുട്ടിയുടെ പ്രണയം പറഞ്ഞ് നാളെ കാണണം, മറ്റന്നാ തന്നെ സ്നേഹം പറയും, ഇഷ്ടം പറയും. അതിന്റെ മറുപടി അടുത്ത ദിവസം കിട്ടണം. കാത്തിരിക്കൂല, കാത്തിരിക്കാനുള്ള കഴിവില്ല. ഇനി അഥവാ അടുത്ത ദിവസം ആ കുട്ടി എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ, നമ്മുടെ മക്കൾ പോയിട്ട് ആസിഡ് വാങ്ങും, കത്തി വാങ്ങും. അന്ന് പ്രണയം നഷ്ടപ്പെട്ടവരൊക്കെ ലോകം അറിയപ്പെടുന്ന എഴുത്തുകാരായെങ്കിൽ ഇന്ന് പ്രണയം നിരസിക്കപ്പെട്ടവരൊക്കെ കണ്ണൂരിലും പൂജപ്പുരയിലും സെൻട്രൽ ജയിലിലും കുന്നുകളാണ്. കാരണം അറിയാലോ, കിട്ടൂല എന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആഗ്രഹിച്ച പിന്നെ കിട്ടിക്കളാണ്. ഇമ്പൾസീവ് റിയാക്ഷൻ, ഈ മാനസിക അസുഖം 2000 ശേഷം ജനിച്ച കുട്ടികൾക്ക് ഉണ്ട്. എന്താ കാരണം? 2000 ശേഷം വന്ന രക്ഷിതാക്കൾക്ക് ഒരു പ്രശ്നമുണ്ട്. കമ്പയറിംഗ് വേൾഡ് എന്ന് പറയും. താരതമ്യം ചെയ്യുന്ന ലോകമാണ്. അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് ഒരു സൈക്കിൾ വാങ്ങിയാൽ എന്റെ കുട്ടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ, എന്നാലും സൈക്കിൾ വാങ്ങിക്കും. കാരണം എന്റെ കുട്ടി കുറയാൻ പാടില്ല, താഴാൻ പാടില്ല. മത്സരമാണ്, കമ്പയറിംഗ് വേൾഡ്. ഈ കമ്പയറിംഗ് വേൾഡിൽ എന്താണ്ടായത്? കുട്ടികൾക്ക് ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടി. പിന്നെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് എന്താണ്ടായത്? വിരൽ തുമ്പിലേക്ക് ലോകം കൊണ്ടുവന്നു. വിരൽ തുമ്പിലേക്ക് വാട്സപ്പ് 2002 ലോകത്ത് വ്യാപിച്ച സമയത്ത്, വാട്സപ്പ് നമ്മളൊക്കെ ഡൗൺലോഡ് ചെയ്ത സമയത്ത് വാട്സപ്പിന്റെ ഡീപ്പിന്റെ നമ്മളെ പ്രൊഫൈൽ പിക്ചർ, ആ പ്രൊഫൈലിന്റെ അടുത്തൊരു ക്യാപ്ഷൻ ഉണ്ട്, ഒരു സെന്റൻസ്. ആ സെന്റൻസ് ഇപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്ത് നോക്കും. വാട്സപ്പ് അന്ന് 3 സെന്റൻസ് നമുക്ക് തന്നിരുന്നു. ആദ്യം വാട്സപ്പ് ഡൗൺലോഡ് ചെയ്തൊക്കെ വെച്ച വാട്സപ്പ് ക്യാപ്ഷൻ എന്താ? അവൈലബിൾ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും അവൈലബിൾ അല്ലേ? ഇൻസ്റ്റാഗ്രാം തുറന്നു വെച്ചിട്ട് റീൽസ് വീഡിയോ കാണുമ്പോ നിങ്ങളുടെ കുട്ടിയുടെ വാച്ചിനെ കുറിച്ച് സംസാരിച്ചാൽ അടുത്ത പരസ്യം എന്താണ്? വാച്ചാണ്. വീട്ടിലിരുന്നിട്ട് മൊബൈൽ ഫോണിൽ ഒന്ന് കുത്തിക്കഴിഞ്ഞാല് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ബിരിയാണിയുമായിട്ട് ഡെലിവറി പോയി വന്നു. കാത്തിരിക്കണ്ട. നോ എന്ന് പറയാൻ മടിക്കുന്ന രക്ഷിതാക്കളാണ്. മക്കളോട് നോ എന്ന് പറയില്ല, ഇല്ല എന്ന് പറയില്ല. ഇമ്പൾസീവ് റിയാക്ഷൻ എന്ന മാരകമായ സൈക്കിക് ഡിസോർഡറിന്റെ ഇരകളായി മാറി 2020 ശേഷം വന്ന കുട്ടികൾ. 2010 ശേഷമാണ് ഇതിന്റെ എക്സ്ട്രീമസ് ആൽഫ എന്ന് പറയും, ജനറേഷൻ ആൽഫ. ഇത് നമ്മളറിയില്ല. എക്സ്ട്രീമസിയാണ്. ഇവർക്ക് ഭയങ്കര വയലന്റ് ആണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കൊടുക്കില്ല നമ്മൾ പറഞ്ഞാൽ അപ്പൊ അവരെന്ത് ചെയ്യും? ദേഷ്യപ്പെടും. ചിലപ്പോൾ വാപ്പാനെ കല്ലെടുത്തരും, അടിക്കും, എന്തും ചെയ്യും. ആ പ്രായത്തിൽ കഴിയുന്നത് ചെയ്യും. വലുതാകുമ്പോൾ അപ്പൊ കഴിയുന്നതും ചെയ്യും. അപ്പൊ ചെയ്തോണ്ടിരിക്കും. ഇമ്പൾസീവ്. ഇതെങ്ങനെ മാറ്റി? ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ പറയാം. എന്റെ 14 വയസ്സുള്ള കുട്ടി
ഇപ്പൊ റമദാൻ മാസത്തിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ പന്ത് കളി നടന്നിരുന്നു. സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് രാത്രി 8:30 തുടങ്ങും മണ്ണാർക്കാട്. എന്റെ വീട്ടിൽ നിന്ന് 12 കിലോമീറ്റർ ഉണ്ടാവും. അപ്പൊ കളി തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പൊ ഫൈനല് കാണാൻ ഞാൻ പോകും, 8ാം ക്ലാസ് ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു 12 കിലോമീറ്റർ രാത്രി 8:30 മണിക്കാണ് പോണ്ടെന്ന് പറഞ്ഞു. ഞാൻ പന്ത് കളിക്കുന്ന ആളാണ്, എന്റെ മകൻ ഫുട്ബോൾ കളിക്കുന്ന ആളാണ്, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. നല്ല കാര്യം, നല്ല ലഹരി. അപ്പൊ ഞാൻ പോണ്ടെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ഫൈനൽ എന്തായാലും കാണാൻ പോകും, പോണ്ട. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് അവസാനം കളിയുടെ ഫൈനൽ ദിവസമായി. ഇവൻ 2 കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ കളി കാണാൻ പോകുന്നുണ്ട്, അപ്പൊ ഞാൻ വിടുമെന്ന് വെച്ചു. അവൻ പറഞ്ഞിട്ടിരിക്കുന്നു വൈകുന്നേരം. അപ്പൊ ഞാൻ പറഞ്ഞു, അവൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കള് ചോദിച്ചിട്ട് കൊടുക്ക, ചോദിക്കാൻ പഠിക്കണം, ആഗ്രഹിക്കാനും ചോദിക്കാനും പഠിക്കണം. മക്കൾക്ക് ആ ഗുണങ്ങളൊക്കെ ഇല്ലാതെ പോയി. നിങ്ങളുടെ കുട്ടിക്ക്, നിങ്ങൾ 12-13 വയസ്സുള്ള കുട്ടികൾ ചോറ് വിളിച്ചിട്ട് ഇരുത്തി കൊടുത്താലും കൊടുക്കൂല, കഴിക്കൂല, ബാക്കി. യു പി സ്കൂളിൽ പോയാലോ ഉച്ച സമയത്തൊക്കെ എന്നെ വിളിക്കും. അപ്പൊ രക്ഷിതാക്കളുടെ ക്ലാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറയും. അപ്പൊ അവിടെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈയ്യെടുക്കുന്ന ഒരു കൊട്ട വെച്ചിട്ടുണ്ടാവും. ആ കൊട്ടയിൽ സ്കൂൾ ഉണ്ടാക്കിയേക്കാൻ കൂടുതൽ ചോറുണ്ടാവും. കാരണം വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കൂടി ഏൽപ്പിട്ടിട്ടുണ്ടാവും. നമ്മുടെ മക്കൾക്ക് ഭക്ഷണം വേണ്ട, ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോ 2 വയസ്സിന് ചോദിക്കാൻ ബുദ്ധിയില്ലാത്ത കുട്ടിക്ക് നാളെ ഒരു പട്ടി നടത്തുന്നില്ല. പക്ഷെ ഒരു 4 വയസ്സായ കുട്ടിക്ക് നിങ്ങൾ വിശപ്പ് മോഷണം കൊടുത്താൽ മതി. അങ്ങനെ ഭക്ഷണം കഴിച്ചവരല്ലേ നമ്മൾ അങ്ങനെ കഴിച്ചവരല്ലേ? ഈ കോട്ടക്കല്ലേ ഞാൻ നിൽക്കുന്നത്, കോട്ടക്കലടുത്ത് മുഹമ്മദ് അബ്ബാസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ഹോട്ടലില് മേശ നടക്കുന്ന ആളാണ്. കോഴിക്കോട് ബുഹാരി ഹോട്ടലിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് അബ്ബാസിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകം ഇപ്പൊ ലോകം മുഴുവൻ വായിക്കുന്നുണ്ട്. എന്താ അറിയോ? വെറും മനുഷ്യർ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്, വെറും മനുഷ്യർ. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ തന്റെ ബാല്യകാലത്തെ കുറിച്ച് പറയണം. മലപ്പുറം ജില്ലയിൽ നിന്ന് അവർ നാടും വീടൊക്കെ വിട്ട് ഉപ്പ പോയി. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ ജനിച്ചു വീഴുന്നതും എന്റെ ജീവിത കാലഘട്ടമൊക്കെ എവിടെയാ? തമിഴ്നാട്ടിലെ മലയോര പ്രദേശങ്ങളിലാണ്. ആ മലയോര പ്രദേശത്തിന്റെ പ്രത്യേകത റബ്ബർ എസ്റ്റേറ്റുകളാണ്. കാരണം എന്റെ ഉപ്പാക്ക് ആകെ അറിയുന്ന തൊഴിൽ ടാപ്പിംഗ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ലയങ്ങളിൽ താമസിച്ചിട്ട് അവിടെ തുച്ഛമായ കൂലിക്ക് ജീവിച്ച ഒരു കാലഘട്ടം, 10 വയസ്സ് വരെയുള്ള കാലഘട്ടം ഓർത്തെടുത്തിട്ട് പറയാം. ആ കാലഘട്ടത്തിൽ മുഹമ്മദ് അബ്ബാസിന്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതി വെക്കുന്ന മനോഹരമായ ഒരു പേജുണ്ട്. തന്റെ കണക്ക് അധ്യാപികയെ കുറിച്ച് മക്കളോട് പറയണത്, നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്തൊരു കാലഘട്ടം ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടിനുണ്ടായിരുന്നു. നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മുഹമ്മദ് അബ്ബാസിന്റെ ബാല്യകാലത്തെ അനുഭവം പറയണം. കണക്കിന്റെ സിസിലി ടീച്ചർക്ക് ഒരു പ്രത്യേകതയുണ്ട്. പരീക്ഷയുടെ പേപ്പർ കിട്ടുന്ന ദിവസം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആള് ഏറ്റവും കുറഞ്ഞ മാർക്കുള്ള ആളുടെ തോളിൽ കയറിയിട്ട് ഗ്രൗണ്ടിലൂടെ ഉച്ച സമയത്ത് ഓടാൻ ശിക്ഷയാണ്. ഗ്രൗണ്ടിലൂടെ ഉച്ച സമയത്ത് കൂടുതൽ മാർക്കുള്ള ആളെ കുറഞ്ഞ മാർക്കുള്ള ആളെ തോളിലെടുത്തിട്ട് ഓടുക. മുഹമ്മദ് അബ്ബാസ് പറയണം, ഞാൻ കണക്കിലും മിടുക്കനായിരുന്നു. ഒന്നില്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ കാർത്തിക് എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ, 2 ആളുകളുള്ള ആൾക്കാർക്കും മാർക്ക് കൂടുതൽ. ഏറ്റവും കുറഞ്ഞ മാർക്കോ എന്റെ അയൽവാസി ഒരാളുണ്ട്, റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുടെ മകനാണ്. സെന്തിൽ എന്നാണ് അവന്റെ പേര്. സെന്തിൽ നിന്ന് വട്ടപൂജയായിരിക്കും കണക്കില്. പക്ഷെ സെന്തിലന്റെ ദാരിദ്ര്യത്തിന്റെ അയൽവാസിയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് ദാരിദ്ര്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന ആളുകളാണ്, നേരെ ഭക്ഷണം കഴിക്കാത്തവരാണ്. അപ്പൊ ഉച്ച സമയമായാൽ എനിക്കാണ് കൂടുതൽ മാർക്കെങ്കിൽ, അബ്ബാസ് പറയണം, എനിക്കാണ് കൂടുതൽ മാർക്കെങ്കിൽ ഞാൻ ബാത്റൂമിൽ പോയിരിക്കും. എന്തിനാണെന്നറിയോ? ഉച്ചക്ക് ടീച്ചർ വിളിക്കും, സെന്തിലിന്റെ തോളിൽ കയറി ഓടാൻ പറയും, സെന്തിലിനെ ഓടിക്കാൻ പറയും. അതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ പോയിരിക്കും. എന്റെ അടുത്ത കൂട്ടുകാരനാണ്, എനിക്കാണ് കൂടുതൽ മാർക്കെങ്കിൽ. എന്തിനാ? അദ്ദേഹത്തിന്റെ തന്നെ വരികളിൽ പറഞ്ഞാല് സെന്തിലിന്റെ തോളിൽ കയറി ആകാശം കാണാതിരിക്കാൻ. തോൾ എന്നുള്ളതല്ല അദ്ദേഹം പ്രയോഗിച്ചത്, തോളെന്നല്ല പ്രയോഗിച്ചത്, സെന്തിലിന്റെ വിശപ്പിൽ കയറി ആകാശം കാണാതിരിക്കാൻ. കാരണം എന്താ അറിയോ? സെന്തിൽ സ്കൂളിലേക്ക് വരുന്നത്, ഞാനൊക്കെ സ്കൂളിൽ പോകണം എന്തിനാണെന്നറിയോ? പഠിക്കാൻ മാത്രമല്ല, എന്തിനാ? ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അവൻ പഠിക്കാനൊന്നല്ല വരുന്നത്, ഉച്ചക്കഞ്ഞി ഇട്ടാൻ വേണ്ടിയിട്ട് വരുന്നില്ല. പിന്നെ എങ്ങനെയാണ് കണക്കിൽ മാർക്ക് ഉണ്ടാകുക? അപ്പൊ അവന്റെ വിശപ്പിൽ കയറിയിട്ട് ഞാൻ ഇതിന് ആകാശം കാണുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ മനോഹരമായി നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു രംഗം പറയുന്നുണ്ട്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി. ഞാൻ ഉച്ച സമയത്ത് ബാത്റൂമിൽ പോയിരിക്കുകയാണ്. സെന്തിലിനെ ടീച്ചർ വിളിക്കുന്നത് കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ പുറത്തൊരു ബഹളം കേട്ടിട്ട് ഞാനിങ്ങനെ ബാത്റൂമിന്റെ പുറത്തേക്ക് പാടി നോക്കുമ്പോ സെന്തിൽ തലകറങ്ങി വീണ് ഓടുന്നതിനിടയിൽ തോളിലുള്ളത് കാർത്തിക്കാണ്, 2ാമത് മാർക്കുള്ള.
അവനും കൂടും. അവൻ അത്യാവശ്യം നല്ല കുടുംബത്തിൽ വരുന്നതാണ്, ഭക്ഷണം കഴിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അവന് ടീച്ചേഴ്സൊക്കെ എടുത്തിട്ട് ഓഫീസ് റൂമിൽ കൊണ്ടുപോയി അവന് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുക. അപ്പൊ ഞാനിങ്ങനെ നോക്കി എന്റെ കൂട്ടുകാരൻ എവിടെയാണ്, എന്റെ കൂട്ടുകാരൻ എവിടെ നോക്കി ഞാൻ. അപ്പൊ നോക്കുമ്പോ ഗ്രൗണ്ടിന്റെ ഒരു മൂലയിൽ നിന്ന് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളെ കേട്ടോ, ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അവന്റെ അടുത്ത് ഓടിച്ചെന്നിട്ട് നോക്കുമ്പോഴോ അവൻ ചോര ഛർദ്ദിക്കുന്നു. ആ ഛർദ്ദിക്കുന്ന ചോരയിൽ ഞാൻ റബ്ബറിന്റെ കുരു കണ്ടു എന്ന് അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട് കഥയിൽ നിന്ന് കേട്ടോ. റബ്ബർ കുരു ഭക്ഷിച്ചിട്ട് സ്കൂളിൽ പോകുക. നിങ്ങളുടെ നാട്ടുകാരൻ എഴുതിയതാണ് അനുഭവ കഥ. എന്നിട്ട് ആ ചോര ഒലിപ്പിക്കുന്ന മുഖവുമായിട്ട് സെന്തിലിനോട് ചോദിച്ചു, ബെല്ലടിച്ചാച്ചാണ്, എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം കിട്ടാനാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മക്കളെ. അന്ന് ഇവിടെ ലഹരി അത്യാവശ്യമായിരുന്നു. ചോദിക്കുന്നത് മുഴുവൻ കിട്ടിയതാ പ്രശ്നം. അപ്പൊ എന്റെ മകന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു, അവൻ ചോദിക്കട്ടെ, എന്റെ മകൻ ചോദിച്ചു പഠിക്കട്ടെ. 8 മണിയാകുമ്പോൾ എന്നെ വിളിച്ചു. എല്ലാരും കളി കാണാൻ പോകുന്നുണ്ട്, 100 റുപ്യ ടിക്കറ്റ്, ഞാനും പോട്ടെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു പോയിക്കോ. വിടാൻ ഞാൻ തീരുമാനിച്ചതാ. കാരണം കൂട്ടുകാരൊക്കെ പോകണ്ട, അവനെ വിടേണ്ടി വരും. കളി കണ്ടോട്ടെ ഞാൻ കരുതിയതാ. പിന്നെന്തിനാ 3 ആഴ്ച ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്? 3 ആഴ്ചയെങ്കിലും എന്റെ കുട്ടി നോ എന്ന് കേൾക്കട്ടെ. ചിലപ്പോ കളി കാണാൻ പറ്റൂല എന്ന് മനസ്സിൽ വിചാരിക്കട്ടെ. ഇല്ല എന്നുള്ളത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പഠിക്കട്ടെ. ഇമ്പൾസീവ് റിയാക്ഷൻ എന്ന മാനസിക സുഖത്തിലേക്ക് നമ്മളെ മക്കളെ കടത്തിവിട്ടത് ആരാന്നറിയില്ല. ഈ ഇരിക്കുന്ന രക്ഷിതാക്കളാണ്. കുട്ടികളെ വെള്ളം പോലെയാണ്. വെള്ളം കണ്ട ഈ കുപ്പിയിലിരിക്കും, ഈ കുപ്പിയുടെ ആകൃതി, ഇതിനൊരു തുള വീണ വെള്ളം പോകും. അത് വെള്ളത്തിന്റെ കുഴപ്പമല്ല, കുപ്പിയുടെ കുഴപ്പമാണ്. ആദ്യം കുപ്പി ഒന്ന് ആത്മപരിശോധന നടത്തുക. നമുക്ക് എന്തെങ്കിലും പഴവുകൾ സംഭവിച്ചോ? പ്രതലം ചെരിഞ്ഞ കുപ്പി മറിയും. എങ്ങോട്ടാണോ ഇറക്കം അങ്ങോട്ട് വെള്ളം ഒഴുകും. വെള്ളം ഒഴുകുക എന്നുള്ളത്, ഇറക്കത്തിലേക്ക് ഒഴുകുക എന്നുള്ളത് വെള്ളത്തിന്റെ പ്രകൃതമാണ്. പ്രതലം നന്നാക്കേണ്ട നമ്മളാണ്. ഇപ്പോഴാണ് നമ്മൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് തുടങ്ങി. സർക്കാർ തുടങ്ങിയിട്ട് 5 കൊല്ലമായി. ആർക്കും വേണ്ടിയില്ല. ഞങ്ങൾ എന്തിനാണ് കേൾക്കുന്നത്? ഞങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പട്ടാമ്പിയിൽ ജോലി ചെയ്യുമ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് 17 വയസ്സുള്ള സുഹൈറുദ്ദീൻ എന്നൊരു ചെറുപ്പക്കാരൻ എക്സൈസിനെ കണ്ട് ഓടിയിട്ട് പുഴയിൽ ചാടി. പത്രങ്ങളിലൊക്കെ ഞങ്ങൾ വായിച്ചതാണ്. ഞങ്ങൾ 8 പേരെ പിടിച്ചു. 2 പേര് പുഴയിൽ ചാടി ഞങ്ങൾക്ക് അറിയില്ല. രാത്രി 12 മണി വരെ ഓഫീസിലുണ്ട്. അവസാനം ജാമ്യം കൊടുത്തു വിട്ടു. ഞാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ പോയ മഹലിലെ കാന്തിയുടെ മകനുണ്ട്, പ്രസിഡന്റിന്റെ മകനുണ്ട്, റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ മകനുണ്ട്. എന്ത് വിശ്വാസ മക്കളുടെ കാര്യത്തിലുള്ളത്? എന്നിട്ട് 12 മണിക്ക് വരെയൊക്കെ വിട്ടപ്പോഴാണ് കൂടെ ഒരുത്തം പറയുന്നത്, മൊബൈൽ ഫോൺ കൊടുത്തപ്പോ, സാറ് ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേരുണ്ടായിരുന്നു, 2 പേര് പുഴയിൽ ചാടിയിട്ടുണ്ടായിരുന്നു. ഒരാൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ഒരാൾ എത്തിയിട്ടില്ല. രാത്രി 12 മണിക്ക് ഞങ്ങൾ വേഗം ഫയർഫോഴ്സിനെ വിളിച്ചു, പോലീസിനെ വിളിച്ചു. ഒരു ദിവസം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം മപ്പാട്ടുകരയിൽ നിന്ന് കുട്ടിയുടെ ബോഡി കിട്ടി. 17 വയസ്സുകാരൻ. സങ്കടമുണ്ട്. ഉപ്പ ഗൾഫിൽ നിന്ന് വന്ന മൂത്ത മകനാണ്. ഏതാണ്ട് നമ്മുടെയൊക്കെ പ്രായമുള്ള ഉപ്പാക്ക്. കഴിഞ്ഞ റമദാൻ മാസം അയാളുടെ കൂടെ പൊടിയാണ് നോമ്പുറക്കും പോയി. അയാളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വേദന കൊണ്ട് അറിയുന്നില്ല. നമ്മൾ മക്കളാണ് ദോഷമാക്കി. ഇമ്പൾസീവ് റിയാക്ഷൻ ആ സുഖത്തിന്റെ ഉത്തരവാദികൾ ആരാണ്? നിങ്ങൾ സ്വയം വിലയിരുത്തുക. അതെങ്ങനെ തിരുത്തേണ്ടത്? ചോദിക്കുന്നത് നമ്മൾ കൊടുക്കലല്ല, ചേർത്ത് പിടിക്കണം, സംസാരിക്കണം എന്നൊക്കെ പറയാം. അതിന് പുറമെ ആദ്യം പഠിപ്പിക്കേണ്ടത് കാലഘട്ടം ഇങ്ങനെയാണ്. ആഗ്രഹിക്കുന്നത് കിട്ടുന്ന കാലഘട്ടമാണ്. പക്ഷെ നമ്മുടെ മക്കളോട് നോ നമ്മൾ ഇടണം. ഇപ്പൊ ഞാൻ എന്റെ മക്കൾക്ക് വസ്ത്രം വാങ്ങാൻ പെരുന്നാളായി കഴിഞ്ഞാൽ എന്താ പറയും, ഒരാഴ്ച മുമ്പ് ഞാൻ പറയും, ഇപ്രാവശ്യം പൈസ കയ്യിലില്ല, നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്, അവിടെ എല്ലാവർക്കും ഉള്ള അത്യാവശ്യമുള്ള ഒരു പറയാം. അപ്പൊ അവർ ഓരോന്നിനും പറയുന്നത് അത്യാവശ്യമാണ് അനാവശ്യമാണ് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവസാനം പെരുന്നാളാകുമ്പോൾ എല്ലാവർക്കും പാന്റ് ഷർട്ടും വായി കൊടുക്കേണ്ടിരുന്നു എനിക്കറിയാം. പക്ഷെ എന്നാലും ആ തലേ ദിവസം വരെ എന്ത് പറഞ്ഞാൽ പരമാവധി അവനോട് നോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകും. കുട്ടികൾ അങ്ങനെ വളരാൻ പറ്റുള്ളൂ. 266 കുട്ടികൾ എന്നോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലേക്ക് സംസാരിക്കുന്നത്. അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയത്. ഇനി 2-ാമത്തെ അസുഖം എന്താ? നെഗറ്റീവ് ഹീറോയിസം. നോക്കി നിങ്ങളുടെ 17 വയസ്സുള്ള കുട്ടി, 17 വയസ്സ് വരെ അബദ്ധമൊന്നുമില്ല, നല്ല കുട്ടിയാണ്, പറഞ്ഞതൊക്കെ കേൾക്കും, 5 വക്ത് നിസ്കാരമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. 18-ാമത്തെ വയസ്സാകുമ്പോൾ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു, ആവശ്യമാണ്. സ്കൂട്ടി വേണമെന്ന് പറഞ്ഞ് ലൈസൻസ് എടുക്കാൻ പറഞ്ഞ് ലൈസൻസ് കൊടുത്തു. ഹെൽമെറ്റ് ഇട്ടിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അനുസരിക്കുന്ന കുട്ടിയാണ്. ഹെൽമെറ്റിന് 3000 രൂപ കൊടുത്തു. കുട്ടി 3000-ന് ഹെൽമെറ്റ് വാങ്ങിയിട്ട് ഒരു ഹെൽമെറ്റിന് കൊമ്പുണ്ടാവും. കണ്ടോ? ഹെൽമെറ്റിനുണ്ട് കൊമ്പ്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പൊ റോഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, മരണമാസം ഒരു സിനിമ വന്നിരുന്നു ഇപ്പൊ എടുക്കും. ആ സിനിമയിലെ നായകന്റെ തലമുറ കൊമ്പുണ്ട് ഹെൽമെറ്റിന്. ആരുടെ ഈ കൊമ്പ്? ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നു. കാലന്റെ കൊമ്പ്. നല്ല കുട്ടിയാണെങ്കിൽ ഹെൽമെറ്റിൽ ചുരുക്കുവാണെങ്കിൽ കാലന്റെ കൊമ്പ് വേണം, അല്ലേ?
അതല്ലെങ്കിലോ വാപ്പ കാറ് വാങ്ങിയിട്ട് വാപ്പ കാറിന്റെ ഫ്രണ്ടിൽ തവക്കൽ സ്റ്റിക്കർ ഒട്ടിക്കും. 18-19 വയസ്സുള്ള മകൻ ബാക്കിൽ കൊണ്ടൊരു സ്റ്റിക്കർ ഒട്ടിക്കും, തലയോട്ടി രണ്ടേ, അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്ന ചിത്രം. നമ്മളൊക്കെ വണ്ടിയിൽ നിന്ന് ചിലപ്പോൾ നമ്മള് വല്ലാതെ ഇഷ്ടം തോന്നി ഇന്ത്യയുടെ പതാകയൊക്കെ ഉള്ളു. ഇവരെ വണ്ടി നോക്കി നിങ്ങൾ അമേരിക്കയുടെ പതാക ഉണ്ടോ, കാനഡയുടെ പതാക ഉണ്ടോ, ഇംഗ്ലണ്ടിന്റെ ചിത്രം ഉണ്ടോ, സ്റ്റിക്കർ ഉണ്ടോ, എന്തിനാ ഉണ്ടാവില്ല. അവിടുത്തെ ഈമാകളുണ്ട്, ആഭാസങ്ങൾ കണ്ടിട്ട് അവരുടെ സ്വപ്ന ലോകമൊക്കെ അവിടെയാണ്, ഇവിടെ നിന്നല്ല. ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോ മിഠായി കിട്ടുമ്പോൾ സ്റ്റിക്കർ തുടങ്ങിയ കാലഘട്ടമാണ് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടി. അന്ന് ഞങ്ങൾ സ്റ്റിക്കർ ഇന്ത്യ എന്തുണ്ടാവുക, ആ സ്റ്റിക്കറിലുള്ള എന്താ, ആപ്പിൾ ഉണ്ടായിരുന്നു, മുന്തിരിക്കൊല്ല, ഏത്തപ്പഴം, ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്റ്റിക്കർ. ഇപ്പത്തെ 12-13 വയസ്സുള്ള കുട്ടികൾ നിങ്ങളുടെ മക്കളെ വാങ്ങണ സ്റ്റിക്കറും മിഠായി സ്റ്റിക്കറും ചീന്തി ഒട്ടിച്ചോ നോക്കി നിങ്ങൾ. പാമ്പിന്റെ തല, തേള്, അല്ലെ, 8 കാലി, എന്തേ ഒക്കെ നല്ലതല്ലേ, നല്ല സിമ്പലുകളല്ലേ. നെഗറ്റീവ് ഹീറോയിസ് നമ്മുടെ മക്കളെ ബാധിച്ചൊരു സൈക്കിക് ഡിസീസ്, ഒരു അസുഖം നമ്മളെ മുഴുവൻ മക്കളെയും ബാധിച്ചിട്ടുള്ള ഒരു ശരിയല്ലേ ഞാൻ പറയുന്നത്. ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്റെ മൊബൈൽ ഫോണില്ല, ടി വി ഇല്ല, ബാലരമ വായിക്കും. ബാലരമയിലെ ഹീറോ ആരാണ്? മായാവി. മായാവിയുടെ മുഖം എങ്ങനെ, നല്ല വട്ടമുഖം, കാണാൻ നല്ല ഭംഗിയാണ് അല്ലെ. മായാവിയുടെ പണി എന്താ? എന്റെ ഹീറോയുടെ പണി രക്ഷിക്കലായിരുന്നു. ഞാൻ കേട്ട കഥകൾ, ഞാൻ വായിച്ച കഥകൾ, എന്റെ ഹീറോയുടെ പണി രക്ഷിക്കലാണ്. ഈ വില്ലൻ ഉണ്ടായിരുന്ന അപ്പുറത്തെ കുട്ടൂസൻ ഡാങ്കിരി എന്നൊക്കെ പറയും. അവരുടെ പണി എന്താ? അവരുടെ മുഖം എങ്ങനെയാണ്? കാണുമ്പോ തന്നെ വികൃതമാണ്, പേടിപ്പെടുന്നതാണ്. അവരുടെ പണി എന്താ? ചതിക്കലാണ്, വഞ്ചിക്കലാണ്. എന്റെ വില്ലന്മാരൊക്കെ ചതിക്കുന്നവരും വഞ്ചിക്കുന്നവരായിരുന്നു. എന്റെ ഹീറോകളൊക്കെ രക്ഷിക്കുന്നവരും സുന്ദരന്മാരായിരുന്നു. ഇനിയോ നിങ്ങളുടെ 12-13 വയസ്സുള്ള കുട്ടിയുടെ ഹീറോ ആരാ? ബനിയം വാങ്ങുമ്പോൾ എങ്ങനത്തെ ബനിയമാണ്? തൊപ്പിയുള്ള ബനിയമാണ്, അങ്ങനെ മുഖത്തോടെ തൊപ്പി. എന്താ തൊപ്പി? സ്പൈഡർമാന്റെ മുഖം എങ്ങനെ? 8 കാലിന്റെ മുഖം കാണാൻ നല്ല ഭംഗിയില്ല. ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ കാണിച്ചു കൊടുത്ത ഗെയിം ഉണ്ടല്ലോ, മൊബൈൽ ഫോൺ കുത്തി കൊടുക്കും. ഞാൻ പറയാം, ആ മൊബൈൽ ഫോണിൽ നിങ്ങൾ കാണിച്ചു കൊടുത്തൊരു കളിയുണ്ട്, കില്ലർ ബീൻ. ഇപ്പത്തെ 12-13 വയസ്സുള്ള കുട്ടികൾ മാമുണ്ടുമ്പോ ചോറുണ്ടുമ്പോ നിങ്ങൾ കാണിച്ചു കൊടുത്ത ഗെയിം കില്ലർ ബീൻ. ആ കില്ലർ ബീനിലെ ഹീറോ ആരാണ്? ബീൻ. ബീന്റെ പണി എന്താ? കുട്ടികളോട് ചോദിക്കുക. ബീന്റെ പണി എന്താ? കൊല്ലലാണ്, കൊല്ലുന്നവനാണ് ഹീറോ. എന്റെ ഹീറോ രക്ഷിക്കുന്നവനാണ്. അല്ലെങ്കിൽ മിനി മിലീഷ്യ, വീട്ടിലെ വൈഫൈ കണക്ട് ചെയ്ത് കൊടുക്കല്ലേ, പരസ്പരം വെടിവെക്കാണ്, എല്ലാവരെയും കൊന്നിട്ട് ബാക്കിയാവുന്നവൻ ജീവിച്ചു. കൊല്ലുന്നവനാണ് ഹീറോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഇതൊക്കെ സീരിയസ് ആണോ? എന്നാ ഞാൻ സീരിയസ് ആക്കി പറഞ്ഞുതരാം. സീരിയസ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം, കേട്ടോ നിങ്ങൾ. 15 വയസ്സുകാരനായ സഹപാഠിയെ കൂട്ടുകാർ ചേർന്ന് അതിക്രൂരമായിട്ട് നഞ്ചൊക്കെ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ട് ആ കുട്ടി മരണശയ്യയിൽ ആശുപത്രി കിടക്കുമ്പോ, ICU കിടക്കുമ്പോ, കേരളത്തിലുള്ള മനസാക്ഷിയുള്ള മനുഷ്യർ മുഴുവൻ ആ കുഞ്ഞിന് ജീവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ കൊന്നവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന വോയിസ് നിങ്ങൾ കേട്ടതാ. എന്താ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു? അവന്റെ കണ്ണ് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ചെയ്തില്ലേ? അവനെ കൊല്ലുന്ന് പറഞ്ഞില്ല, ഞാൻ അവനെ കൊന്നില്ലേ? ഓ, നമ്മളൊന്നും അറിയാതെ നമ്മളിപ്പറന്ന് പ്രാർത്ഥിക്കാൻ കുട്ടി രക്ഷപ്പെട്ടു. കൊന്നവന്റെ വാട്സപ്പിലെ ഗ്രൂപ്പിലെ വോയിസ് വെച്ചിട്ടാണ് പോലീസ് എന്ത് ചെയ്തത്? തെളിവെടുത്തത്, ഡിജിറ്റൽ തെളിവ്. എന്താണ്? കൊന്നവൻ പറയാണ്, കുട്ടി 14-15 വയസ്സുള്ള കുട്ടികൾ പറയണ അവന്റെ കണ്ണ് ഞാൻ എടുക്കുന്നു, ഞാൻ ചെയ്തില്ലേ? എന്തിനാ ഈ ഗ്രൂപ്പിൽ ഇത് പറയണത്? ഞാനാണ് ഹീറോ, കൊല്ലുന്നവനാണ് ഹീറോ. ആ 5 പേരും കൂടി തല്ലിക്കൊന്നതാണ്. ആ തല്ലിക്കൊന്നവരുടെ കൂട്ടത്തിൽ ഒരുത്തം പറയണം, അവന്റെ കണ്ണ് ഞാൻ എടുക്കുന്നു, ഞാൻ പറഞ്ഞു. അവനെ തലക്കടിച്ച് കൊല്ലുന്നു, ഞാൻ പറഞ്ഞു. ഞാനാണ് കൊന്നത് എന്ന്. കാരണം എന്താ? ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഹീറോ. 5 പേര് കൂടുന്നിടത്ത് ഹീറോ ആവാൻ മനസ്സിന് ആഗ്രഹിക്കും. കല്യാണത്തിന് പോകുമ്പോൾ നമ്മളെ കലങ്കരിച്ച് പോകണമെന്ന് നമ്മളവിടെ ശ്രദ്ധിക്കപ്പെടണം. മനുഷ്യന്റെ പ്രകൃതമാണ്. അപ്പൊ 5 പേരെ ഗ്രൂപ്പിൽ കൊന്നവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വെക്കേണ്ട, കൊല്ലുന്നവനാണ് അവന്റെ മനസ്സിലെ ഹീറോ. കൊല്ലുന്നവനാണ്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്റെ നാട്ടിലുള്ള 5 പേര് ചേർന്നിട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഗ്രൂപ്പിന്റെ പേരെന്ന് അറിയോ? സൂപ്പർ ബോയ്സ്. നല്ല കുട്ടികൾ അല്ലെ, ഗോൾഡൻ ബോയ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലോ ഷഹബാസിനെ കൊലപ്പെടുത്തി ജുവനൈൽ ഹോമിൽ കിടക്കുന്ന 5 പേരടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരെന്തെന്നറിയോ? ബാഡ് ബോയ്സ്, മോശക്കാർ. ഞാൻ കേട്ടിട്ടുണ്ട്. സ്കോർപ്പിയൻസ്, തേളുകൾ ഗ്രൂപ്പിന്റെ പേരാണ്. അരോഗൻസ്, അഹങ്കാരികൾ, നെഗറ്റീവ് ഹീറോയിസം. ഇത് നിസ്സാര സംഭവമല്ല, നിസ്സാര സംഭവമല്ല. ഇതെങ്ങനെ ലഹരിയായിട്ട് കണക്കാന്ന് പറയും? 8ാം ക്ലാസ്സുകാരനായ കുട്ടി സിഗരറ്റ് വലിക്കുന്നത് സിഗരറ്റിന്റെ ആസക്തി കൊണ്ടല്ല, മയക്കുമരുന്നിന്റെ ആസക്തി അറിഞ്ഞിട്ടുള്ള. എന്താണ്? സിഗരറ്റ് വലിക്കുന്നവനാണ് സ്കൂളിലെ ഹീറോ.
കള്ള് കുടിക്കുന്നവനാണ് സ്കൂളിലെ ഹീറോ. മണവാളൻ എന്ന വ്ളോഗർ നിങ്ങൾ കണ്ടതാ, പോക്സോ കേസിൽപ്പെട്ട് ജയിലിൽ കയറുമ്പോൾ അവനെടുത്ത വീഡിയോക്കാണ് ഏറ്റവും കൂടുതൽ ലൈക്കും കമന്റും. കാരണം എന്തുകൊണ്ടാണ്? ജയിലിൽ കിടക്കുന്നവനാണ് ഹീറോ, കൊല്ലുന്നവനാണ് ഹീറോ. നെഗറ്റീവ് ഹീറോയിസം ഇത് എവിടുന്നാ പഠിക്കുന്നത്? ഒന്ന് സമൂഹത്തിൽ നിന്ന് കാണുന്ന സിനിമകൾ, വായിക്കുന്ന പുസ്തകങ്ങൾ, 2-ാം വയസ്സിലും 3-ാം വയസ്സിലും ഉമ്മ കാണിച്ചു കൊടുത്ത ഗെയിം. മൊബൈൽ ഫോൺ ഒരു എന്റർടൈൻമെന്റ് ഒബ്ജക്റ്റ് അല്ല, ഒരു കിലുക്കം പോലെ കയ്യിൽ വെക്കേണ്ടതല്ല, ഒരു ടോയ് അല്ല. ആ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ കുട്ടികളെ കാണുന്നത് നിങ്ങളുടെ കുട്ടികളുടെ മാനസിക നിലയെ ബാധിക്കുന്നുണ്ട്. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടം, ഇമോഷണൽ ഡെവലപ്മെന്റ് നടക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആ കുട്ടികൾ കാണുന്ന ഗെയിമുകൾ ആ കുട്ടിയുടെ മാനസിക നിലയെ ബാധിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞില്ല. കുട്ടിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കൊടുക്കും അല്ലെ, അതും അവസാനിപ്പിച്ചു. നെഗറ്റീവ് ഹീറോയിസം. ഇനി നിങ്ങൾ നോക്കിയേ, ഞാനിവിടെ 1-2 സാധനങ്ങൾ കാണിക്കാം. 1-2 സാധനങ്ങൾ മയക്കുമരുന്നല്ലോ. ഇത് കണ്ടോ? ഇത് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതിന്റെ ഇവിടെ ഒരു ബോള് പോലെയാണ്, ഒരു ബോള് പോലെ ഇങ്ങനെ ഉരുണ്ടിട്ടാണ്. ഇവിടെ ഒരു തുളയുണ്ട്, ഈ ബോളിന് ഒരു തുളയുണ്ട്. എന്നറിയോ എന്ത് സാധനം അറിയോ? ഉമ്മമാര് പറയാൻ ടെസ്റ്റ് ട്യൂബാണ്. ടെസ്റ്റ് ട്യൂബ് എന്നല്ല, MDMA. മക്കൾ കേട്ടോ, 3 വർഷം ഉപയോഗിച്ചാൽ മനുഷ്യന് മസ്തിഷ്ക മരണം വരെ സംഭവിക്കാവുന്ന അതിമാരകമായ കെമിക്കൽ മയക്കുമരുന്നാണ്. 3 വർഷം ഉപയോഗിച്ചാൽ മസ്തിഷ്ക മരണം വരെ സംഭവിക്കും. 22 വയസ്സുള്ള അനങ്ങനടി, ഒറ്റപ്പാലത്ത് അനങ്ങനടിയിൽ സ്വാലിഹ് എന്ന ചെറുപ്പക്കാരനെ ഞങ്ങൾ പിടിച്ചു. സ്വാലിഹ് എന്താണ്? സ്വന്തം ഉപ്പയെ കത്തിയെടുത്ത് കുത്തി ഉപ്പ രക്ഷപ്പെട്ട് കഷ്ടിച്ച് ഒറ്റപ്പാലം ഭാഗത്ത് നിന്ന് ബൈക്ക് മോഷ്ടിക്കും. എന്നിട്ട് അട്ടപ്പാടിയിലേക്ക് 60 കിലോമീറ്റർ അപ്പുറത്തിന് വീട് വാടകയ്ക്കെടുത്ത് അവിടെ കൊണ്ടുപോകും. രാത്രി സമയത്ത് അവിടെ തങ്ങും. പിറ്റേ ദിവസം കോട്ടത്തറ വഴി കോയമ്പത്തൂരിലെ പൊളി മാർക്കറ്റിൽ കൊണ്ടുപോയി ആ വാഹനം വെക്കും. അതിന്റെ പാർട്സിന് കിട്ടുന്ന പൈസ കൊണ്ട് മയക്കുമരുന്ന് വാങ്ങി KSRTC തിരിച്ചു വരും, വിൽപ്പന നടത്തും, ഉപയോഗിക്കും. അനങ്ങന്മല ഒറ്റപ്പാലത്തിനടുത്ത് അവിടെയാണ് തമ്പടിച്ചിരുന്ന, വീട്ടിൽ നിന്ന് പുറത്താക്കി. 15 വയസ്സിൽ കഞ്ചാവ് വലിച്ചു തുടങ്ങി. 20-21 വയസ്സായപ്പോഴത്തേക്ക് MDMA ഉപയോഗിച്ചു. നമ്മൾ കേട്ടു തുടങ്ങുന്ന കാലത്ത് ഞങ്ങൾ പിടിച്ചിട്ട് മലമ്പുഴയിലെ ജയിലിൽ കൊണ്ടാക്കി. അപ്പൊ ഇവന് ഭയങ്കര വിഡ്രോവൽ സിംറ്റം ആണ്. മയക്കുമരുന്ന് കിട്ടാത്തപ്പോൾ ഭയങ്കര ഭ്രാന്തി കാണിക്കും. അവസാനം നാർക്കോട്ടിക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ സെല്ലിൽ അവിടെ ഇവൻ പരിഭ്രാന്തിയാണ്. ജയിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോഴോ കൈയിന്റെ ഞരമ്പ് കടിച്ചു പൊട്ടിച്ച് രക്തം കുടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വിളിക്കാം, ഇവിടെ നിന്നിട്ട് ഞാൻ വിളിക്കാം. സ്വാലിഹിനെ കൈ ഞരമ്പ് കടിച്ചു പൊട്ടിച്ച് രക്തം കുടിക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുക, മയക്കുമരുന്ന് കിട്ടാൻ. ഒടുവിൽ നമ്മൾ ഡി അഡിക്ഷൻ കൊണ്ടുപോയി. ആൾ ഡി അഡിക്റ്റഡായി. ഇപ്പോ 266 എന്റെ മുമ്പിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 10-30 എനിക്ക് കണക്ട് ചെയ്യുന്നത് ഈ സ്വാലിഹാണ്. നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് നന്നായി. MDMA അതിമാരകമായ കെമിക്കൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഉപകരണമാണത്. ഉപ്പമാര് കേട്ടോ, ഇത് എനിക്ക് കിട്ടിയത് +2 പഠിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന്. +2 നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പറ്റില്ല. തിരൂരിപ്പായ കിട്ടൂല. എല്ലാ ഡ്യൂപ്ലിക്കേറ്റും കിട്ടുന്ന കുന്നംകുളത്ത് പോയാലും കിട്ടൂല. ഇത് കണ്ട ഒരു സ്റ്റീലിന്റെ പാത്രം പോലെ, ഇതിനുള്ളിൽ കുറെ പല്ലുകളൊക്കെ ഉണ്ട്. എന്താണെന്നറിയോ? ഇതിനുള്ളിൽ കഞ്ചാവ് ഇട്ടിട്ട് ഞാൻ തിരിച്ചിട്ട് പൊടിക്കും. ഇതെനിക്ക് കിട്ടിയത് ഒരു +1 കാരന്റെ കയ്യിൽ. നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പറ്റൂല. പിന്നെ എവിടെ നിന്നാണ്? OCB എന്ന് പറയും. ചെറുപ്പക്കാർക്ക് അറിയണം. OCB ഇതൊരു പാക്കറ്റാണ്. അതിൻ്റെ ഉള്ളിലൊരു കവറാണ്, അതൊരു പേപ്പറാണ്, സ്ലിം പേപ്പർ. OCB സ്ലിം പേപ്പർ എന്നതിന് പറയും. ഇതിപ്പോ ബ്രൗൺ നിറത്തിലാണ്, ചിലത് കറുത്ത നിറത്തിലായിരിക്കും. അപ്പോ ഈ പേപ്പർ വെള്ള നിറയായിരിക്കും, മിക്കവാറും അങ്ങനെ ആയിരിക്കും. മെയ്ഡ് ഇൻ ഫ്രാൻസ്, ഫ്രഞ്ച് നിർമ്മിതം. ഇതെനിക്ക് കിട്ടിയത് 10ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നാണ്. എവിടുന്ന നമ്മുടെ മക്കൾക്ക് ഇത് കിട്ടുന്നത്? ഫ്ലിപ്കാർട്ട്, ആമസോൺ, കൊറിയർ സർവീസ് വഴി സാധനങ്ങൾ വരുത്തുമ്പോൾ, മക്കൾ വീട്ടിലേക്ക് സാധനങ്ങൾ വരുത്തുമ്പോൾ എന്താന്ന് തുറന്നു വയ്ക്കും. ഓൺലൈനിൽ ഇതൊക്കെ കിട്ടാറുണ്ട്. മയക്കുമരുന്നിനെ നിരോധിച്ചിട്ടുള്ള ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിരോധിച്ചിട്ടില്ല. കുട്ടികളെ കൊണ്ടുവരുമ്പോ അത് വീട്ടിലെ ഉപകരണം എന്ന് വിചാരിക്കണ്ട. കണ്ണ് തുറന്നിട്ട് ജീവിച്ചോ. ഇനിയിപ്പോ മൊബൈൽ ഫോണിൽ ഇതിനൊക്കെ കാരണം എന്ന് പറയുകയാണെങ്കിൽ മൊബൈൽ ഫോണുമായിട്ട് ഈ മക്കളെ ഇങ്ങനെ താതാത്മ്യപ്പെടുത്തിയതാരാ? ഞാൻ പറയും, ഉമ്മമാരെ നിങ്ങൾ ചായ കുടിച്ചു വന്നാലും കേട്ടോ, നിങ്ങളാണ്, ഉമ്മമാരാണ്. എന്തുകൊണ്ടാ? കുട്ടിയെ ഇങ്ങനെ ചാരാട്ട് പാട്ടാ പാടുമ്പോ ഇപ്പുറത്തെ കയ്യിൽ മൊബൈൽ ഫോണാണ്. ശരിയല്ലേ?
കുട്ടി കേട്ട് വളരുന്നത് എന്താ? കണ്ട് വളരുന്നത് എന്താ? നിങ്ങൾക്കറിയോ, ഉമ്മമാര് പ്രസവിച്ച് കിടക്കുന്ന ഉമ്മയുടെ സ്തനത്തിൽ നിന്ന് ആദ്യം വരുന്ന പാലിന്റെ പേര് ലാക്ടം എന്നാണ്. ലാക്ടം, ആദ്യം പ്രസവിച്ചാൽ ഉടനെ വരുന്ന പാലുകൾക്ക് പറയുന്ന പേരാണ് ലാക്ടം എന്ന്. ആ പാലിന് പേര് വരാനുള്ള കാരണം എന്നറിയോ? അതൊരു ലാറ്റിൻ പദമാണ്. ആ പദത്തിന്റെ അർത്ഥം ഇംപ്രഷൻ, കാണുമ്പോൾ ഉണ്ടാകുന്ന നിർവൃതി, അനുഭൂതി. കാണുമ്പോൾ, ആരെ കാണുമ്പോൾ? മനുഷ്യശാസ്ത്രം പറയുന്നു, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീ തന്റെ കുട്ടിയുടെ കാലിലേക്ക് നോക്കിയാൽ, മുഖത്തേക്ക് നോക്കിയാൽ, ഓമനത്തം തുളുമ്പുന്ന ശരീരത്തിലേക്ക് നോക്കിയാൽ ഉമ്മയുടെ സ്ഥലത്തിൽ പാല് ചുരക്കുമെന്ന് അനാട്ടമി പറയുന്നു. അതുകൊണ്ടിട്ട് പേര് ലാക്ടമെന്ന്. എന്നിട്ട് പാലില്ലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുരിങ്ങി ചീരിൻ തിരയാൻ പോകുക. ഒന്നും വേണ്ട, സാധനം മാറ്റി വെച്ചാൽ മൊബൈൽ ഫോൺ മാറ്റി വെക്കുക. എന്നിട്ട് കുട്ടികളെ നോക്കി കിടക്കുക. കുട്ടികളിലേക്ക് അടുത്ത് വരിക. കുട്ടികൾ അകന്നു പോയി. മൊബൈൽ ഫോൺ 2ാമത്തെ വയസ്സിലാവുമ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് പിന്നാലെ നടക്കാൻ വയ്യ. മൊബൈൽ ഫോണിലേക്ക് ക്ലിപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. കുട്ടിയുടെ കണ്ണെന്താ? കില്ലർ ബീനാണ്, സ്പൈഡർമാനാണ്. കുട്ടിയുടെ മാനസിക നില വളരുന്ന സമയത്ത് ഹീറോയിസമായിട്ട് പഠിച്ചത് കൊല്ലുന്നവനെയാണ്. കുട്ടിയുടെ ഹീറോയിസം അങ്ങോട്ടേ പോകുള്ളൂ. അവ 2ാമത്തെ അസുഖത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, നെഗറ്റീവ് ഹീറോയിസം. 1ാമത്തെ അസുഖം ഞാൻ പറഞ്ഞു, ഇമ്പൾസീവ് റിയാക്ഷൻ. ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകും, മാനസികമായ സമ്മർദ്ദം. 2ാമത്തെ അസുഖം ഞാൻ പറഞ്ഞു, നെഗറ്റീവ് ഹീറോയിസം. നെഗറ്റീവ് ഹീറോയിസം എങ്ങനെ മയക്കുമരുന്നിലേക്ക് പോകാം? ഞാൻ പറഞ്ഞില്ല, 8ാം ക്ലാസ്സുകാരനും 10ാം ക്ലാസ്സുകാരനും സിഗരറ്റ് വലിക്കുന്ന സിഗരറ്റിന്റെ ആസക്തി കൊണ്ടല്ല. പിന്നെന്താണ്? പിന്നെന്തുകൊണ്ടാണ്? അത് വലിച്ചെങ്കിലേ ഹീറോ ആകുള്ളൂ എന്ന് സമൂഹം പഠിപ്പിക്കുന്നു. മദ്യപിക്കുന്നവനാണ് ഹീറോ എന്ന് സിനിമ പഠിപ്പിക്കുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട്, 17 വയസ്സുള്ള ഒരു കുട്ടി, വിക്രം എന്ന തമിഴ് നടന്റെ സിനിമയിൽ നിന്നാണ് ആദ്യമായിട്ട് MDMA ഉപയോഗിക്കുന്നത് രീതി ഞാൻ കണ്ടുപിടിച്ചത്. 17 വയസ്സുകാരൻ. ഇനി 3ാമത്തെ അസുഖത്തെ കുറിച്ച് പറയാം, ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയും. മാനസികമായ അസ്ഥിരത. എന്താ? പൊന്നാനിയിൽ നമ്മളെടുത്താണ്. പൊന്നാനിയിലെ ഷാഹുൽ ഹമീദ് എന്ന 17 വയസ്സുകാരൻ തൂങ്ങി മരിച്ചു. എന്തിനാ തൂങ്ങി മരിച്ചതറിയോ? പെങ്ങളുമായിട്ട് മൊബൈൽ ഫോൺ അടികൂടി. മൊബൈൽ ഫോൺ താഴെ വീണ് പൊട്ടി. ബാപ്പാന്റെ മൊബൈൽ ഫോണാണ്. 17 വയസ്സുകാരൻ പോയി തൂങ്ങി മരിച്ചു. ഏതാണ്ട് മാസങ്ങളായിട്ടുള്ളൂ. എന്റെ നാട്ടില് മണ്ണാർക്കാട് ഷിഫ ഫാത്തിമ, ഒരു 7 വയസ്സുകാരി, ഉമ്മ ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ട് പഠിക്കാൻ പോയപ്പോ പെൺകുട്ടി പോയിട്ട് എന്ത് ചെയ്തു? തൂങ്ങി മരിച്ചു. നിസ്സാര കാര്യം. അതൊരു ഷിഫ ഫാത്തിമയല്ലേ? ഒരു ഷാഹുൽ ഹമീദ് അല്ലെന്ന് നിങ്ങൾ കേട്ടോ? ഞാൻ ഈ പറയുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ നിങ്ങളുടെ മക്കൾക്കുണ്ടെങ്കിൽ, ആ ശീലങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ, നാളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പേടിക്കണം. എന്താ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മുടെ 4 വയസ്സുള്ള കുട്ടിക്ക് ഒരു അസുഖമുണ്ട്, 8 വയസ്സുള്ള കുട്ടിക്കും അതേ അസുഖമുണ്ട്. എന്താ അസുഖം എന്നറിയോ? ഹൈഡ്രോഫോബിയ എന്ന് പറയും. മഴ വരുന്നുണ്ട പേടിയാണ്, വെള്ളം കണ്ട പേടിയാണ്. 4 വയസ്സുകാരന്റെ കുഴപ്പം എന്താ? അവൻ കണ്ടത് വയനാട് ഉരുൾപൊട്ടലാണ്. ബുദ്ധി വളരുമ്പോ പെട്ടുമുടി ഇടുക്കിയിലെ ഉരുൾപൊട്ടലാണ്. ബുദ്ധി വളരുമ്പോ നിരന്തരമായ റീലുകൾ കണ്ടുകൊണ്ടിരുന്നു. കുട്ടിയുടെ മനസ്സിൽ പേടി വന്നു. 8 വയസ്സുകാരന് 2012 പ്രളയമാണ്. കുട്ടിയുടെ മനസ്സിൽ പേടി വന്നു. ഹൈഡ്രോഫോബിയ, ജലത്തെ പേടിയാണ്, മഴയെ പേടിയാണ്. ഇനി എന്താ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടോ നിങ്ങള് നിരന്തരമായിട്ട് ഇങ്ങനെ 45 സെക്കൻഡിലെ റീലുകൾ കാണാണ്, വീഡിയോ കാണാണ് ഇൻസ്റ്റാഗ്രാം വഴി. ഈ റീലുകൾ കാണുമ്പോഴോ ആദ്യം കാണുന്ന പേടിപ്പിക്കുന്ന റീലായിരിക്കും, ഹൊറർ. പിന്നെ കാണുന്ന വീഡിയോ 45 സെക്കൻഡേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കാണുന്ന വീഡിയോ ഹാപ്പി ആയിരിക്കും, സന്തോഷിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണുന്ന വീഡിയോ ദുഃഖിപ്പിക്കുന്നതായിരിക്കും. ഇങ്ങനെ 45 സെക്കൻഡുകൾക്കകം നിങ്ങളുടെ മക്കള് ബുദ്ധിവികാസം പ്രാപിക്കുന്ന പ്രായത്തിൽ ഇങ്ങനെ മാറി മറിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ വിവിധ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയാൽ, റീലുകൾ മാറുന്നതിനനുസരിച്ച് സന്തോഷവും സന്താപവും ഒക്കെ മാറിപ്പോയാൽ നിങ്ങളുടെ മക്കൾക്ക് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി, മാനസികമായ അസ്ഥിരത എന്ന അസുഖം ബാധിക്കുമെന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നു. ആ അസുഖം ബാധിക്കുന്ന കുട്ടികള് ഇതുപോലെ പ്രതികരിക്കും. ഇനിയോ ഇതുപോലെ പ്രതികരിക്കുന്ന നിസ്സാര കാര്യങ്ങൾക്ക് തൂങ്ങി മരിക്കും, ക്രൂരമായിട്ട് പ്രതികരിക്കും, കത്തിയെടുത്ത് കുത്തും, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിയാക്ഷൻസ് കാണിക്കും. ഇതിനുള്ള കുഴപ്പമെന്നറിയോ? അഫാൻ എന്ന 23-കാരൻ കേട്ടോ നിങ്ങൾ? അഫാൻ എന്ന 23-കാരൻ ഈ 5 കൊലപാതകങ്ങളും നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അഫാന്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണെന്നറിയോ? അടുത്ത ചാൻസ് എന്താണെന്നറിയോ? മയക്കുമരുന്ന് ഉപയോഗിക്കലാണ്. അഫ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചിന്താഗതിയുള്ള ഒരാളാണെങ്കിൽ ഒരു പക്ഷേ ഈ കൊലപാതകങ്ങൾ നടത്തൂലായിരുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് വസ്തുത.
മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പിന്നെ ആത്മഹത്യ ചെയ്യും, സൂയിസൈഡ് ടെൻഡൻസി. പൈസ കിട്ടില്ല, മയക്കുമരുന്ന് കിട്ടൂല എന്നുണ്ടെങ്കിൽ 2025 തുടങ്ങിയിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസമായപ്പോഴത്തേക്ക് കേരളത്തിന്റെ പോലീസ് റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 1800 ആത്മഹത്യകൾ. 1800 ആത്മഹത്യകൾ. ഈ 1800 ആത്മഹത്യകളിൽ 300 പേരും 22 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 22 വയസ്സിന് താഴെ. അതിൽ 250 പേരും മയക്കുമരുന്നുകൾക്ക് അഡിക്റ്റാണ്. ആ 250 പേരിൽ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് എന്താണെന്നറിയോ? ആ 250 പേരും ഡിപ്രഷൻ, മാനസികമായ സമ്മർദ്ദം എന്ന അസുഖത്തിന്റെ ഇരകളാണ്. ഡിപ്രഷന്റെ ഇരകളായ നിങ്ങളുടെ മക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കും. എങ്ങനെ ഡിപ്രഷനിലേക്ക് പോകാം? ഇമ്പൾസീവ് റിയാക്ഷൻ വന്നാൽ ഡിപ്രഷനിലേക്ക് പോകും. ഞാൻ ആദ്യം പറഞ്ഞ സുഖം. ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി വന്നാൽ ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പ്രതികരിക്കും, പ്രതികരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ആത്മഹത്യ ചെയ്യും. ഇനി ആത്മഹത്യയും ചെയ്യൂലെങ്കിലോ പിന്നെ അവന്റെ മുമ്പിലുള്ള അടുത്ത ചാൻസ് എന്താണ്? മയക്കുമരുന്ന് ഉപയോഗമാണ്. 300 പേര് ആത്മഹത്യ ചെയ്തു. ആ 300 പേര് മയക്കുമരുന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യൂലായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ മയക്കുമരുന്ന്. അങ്ങനെ നമ്മുടെ കുട്ടികൾ നിൽക്കുന്നു. അതിന്റെ കാരണം എന്താണ്? നമ്മൾ കൊടുത്ത മാനസിക സുഖങ്ങളും സമ്മർദ്ദങ്ങളാണ്. അപ്പൊ അത് ഇത്രയും കുട്ടികളോട് നമ്മൾ സംസാരിച്ച് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറഞ്ഞ 3-4 മാനസിക സുഖങ്ങളെ കുറിച്ച് നമ്മുടെ മക്കളെ ഇന്ന് രക്ഷിക്കണം. അതിനെന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഉപ്പ ചേർന്നിരിക്കണം, ഉമ്മ ചേർന്നിരിക്കണം. നിങ്ങൾ ചോദിക്കുന്ന മുഴുവൻ കൊടുക്കുന്നില്ല, എല്ലാം കൊടുത്തോ. പക്ഷെ നിങ്ങളുടെ മക്കൾക്ക് ഒരു ഉപ്പയെയും ഉമ്മയെയും കൊടുക്കാന്ന്. ഉമ്മമാര് കേട്ടോ, ഉമ്മമാര് കേട്ടോ. ഞാൻ 2019 മണ്ണാർക്കാട് ജോലി ചെയ്യുമ്പോൾ മണ്ണാർക്കാട് അടുത്ത് അലനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അധ്യാപിക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിൽ 14 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കണം. ഞാൻ വിചാരിച്ചു പ്രണയായിരിക്കും. 14 വയസ്സല്ലേ, 2019. അപ്പൊ അവിടുത്തെ അഡോളസന്റ് കൗൺസിലറുടെ നമ്പർ കൊടുത്തു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഉദ്യോഗസ്ഥ അവിടെ പോയിട്ട് കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാറേ വിഷയം ഞങ്ങളുടേതല്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുള്ള പെൺകുട്ടി 9 മാസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കഞ്ചാവ് വലിക്കുന്നുണ്ട്, ഹാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട്, ക്ലാസ്സിൽ തലകറങ്ങി വീണു, അസ്വാഭാവികമായ സ്മെല്ലുകളുണ്ട്, പ്രകൃതങ്ങളുണ്ട്. സംശയം തോന്നിയിട്ടാണ് ഈ ടീച്ചർ വിളിച്ചിട്ടുള്ളത്. ഞങ്ങൾ അവിടെ ചെന്നു. കുട്ടിയിൽ നിന്ന് കിട്ടിയ കൗൺസിലിംഗ് വിവരം അനുസരിച്ച് സ്കൂളിന് മുമ്പിൽ ഒരു വെട്ടിക്കടക്കാരാണ് കഞ്ചാവ് കൊടുക്കുന്നത്. 9ാം ക്ലാസ് ആണ്. നമ്മൾ പിടിച്ചു. അയാൾക്കെതിരെ കേസെടുത്ത് നടപടികളൊക്കെ ആയി. തിരിച്ച് ഓഫീസിലെത്തി. അടുത്ത ദിവസം HMന്റെ കോള് വന്നു. സ്കൂളിൽ ഒരു PT യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആളുകളുടെ നിർബന്ധമുണ്ട്. അല്ലെ, നാടുണർന്നിരിക്കുകയാണ് ഒരു PT യോഗം. നിങ്ങൾ വരണം, എക്സൈസിന്റെ പ്രതിനിധികൾ വേണം, പോലീസിന്റെ പ്രതിനിധികൾ വേണം. ഞങ്ങൾ അവിടെ ചെന്ന് ജനപ്രതിനിധികളുണ്ട്, അധ്യാപക പ്രതിനിധികളുണ്ട്, വിദ്യാർത്ഥി പ്രതിനിധികളുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. എല്ലാവരും ഇരിക്കുമ്പോൾ ഭയങ്കരമായ ചർച്ച കാണുന്നു. ചർച്ചയുടെ സമാപനം എന്താ? പോലീസിന്റെ പണിയെടുക്കുന്നില്ല, എക്സൈസിന്റെ പണിയെടുക്കുന്നില്ല. എല്ലാവരും ചായ കുടിച്ച് പിരിയാൻ നിൽക്കുക. അപ്പൊ ഞാൻ അവിടെ എണീറ്റ് പറഞ്ഞു, എനിക്ക് 2 മിനിറ്റ് സമയം തരണം. എക്സൈസിനെ പ്രതിനിധീകരിച്ച് ഞാൻ സംസാരിച്ചു. ഞാൻ സമ്മതിച്ചു, പോലീസിന്റെ പണിയെടുക്കുന്നില്ല, സമ്മതിച്ചു. എക്സൈസിന്റെ പണിയെടുക്കുന്നില്ല, വീഴ്ചകളുണ്ട്, സമ്മതിച്ചു. കുറവുകളുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എക്സൈസും പോലീസും അവിടെ നിൽക്കട്ടെ, അധ്യാപകന്റെ പണിയെടുക്കുന്നുണ്ടോ? അപ്പൊ അധ്യാപകർ ഇന്ന് തല താഴ്ത്തിരിക്കണം. എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ ആവർത്തിച്ചു, അധ്യാപകന്റെ പണിയെടുക്കുന്നുണ്ട്. രക്ഷിതാക്കൾ അധ്യാപകരെ നോക്കുകയാണ്. ശരിയാണല്ലോ, സ്കൂളിന് മുമ്പ് നടന്ന് പഠിച്ചത്. 9 മാസമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പെൺകുട്ടി. അധ്യാപകരെവിടെ? അപ്പൊ അധ്യാപകരെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അധ്യാപകരെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട. ഞാനും അധ്യാപകനായ ജോലി ചെയ്ത ആളാണ്. അധ്യാപകരെ ഞാൻ കുറ്റപ്പെടുത്തൂല. കാരണം എന്തുകൊണ്ടാ? അധ്യാപകർക്ക് നിങ്ങളെ മക്കളെ ചോദ്യം ചെയ്യാനുള്ള ആത്മധൈര്യം നിങ്ങളില്ലാതെയാക്കി എന്ന് പറഞ്ഞ രക്ഷിതാക്കളോട് ശരിയല്ലേ? നമ്മുടെ മക്കളൊരു ഉസ്താദിനെ വടിയെടുത്തടിച്ചാൽ പിറ്റേ ദിവസം എന്ത് ചെയ്യണം? ഉസ്താദ് പോലീസ് സ്റ്റേഷനിലാണ്. എടരിക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ നിങ്ങൾ. കഴിഞ്ഞ വർഷം യുവജനോത്സവം നടക്കുമ്പോൾ +1 വിദ്യാർത്ഥികൾ കയറി പരസ്യമായിട്ട് കഞ്ചാവ് വലിച്ചു. കുറച്ച് അധ്യാപകർ, ചെറുപ്പക്കാർ ചോദ്യം ചെയ്തു. യുവജനോത്സവ വേദിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമായി. ഇപ്പൊ ആ അധ്യാപകർ കോടതി കയറി ഇറങ്ങാണ്. അന്ന് ഈ കുട്ടികളെ കഞ്ചാവ് വലിച്ചിരുന്ന അധ്യാപകർ ഇനി തെളിയിക്കണം. നടക്കില്ല. നമ്മുടെ മക്കളൊന്നും ചെയ്യില്ല. അധ്യാപകരുടെ പണിയെടുക്കുന്നുണ്ടോ എന്ന്. അപ്പൊ അധ്യാപകരുടെ കുറ്റബോധത്തോടു കൂടെ തലതാഴ്ത്തിയിരുന്നപ്പോ ഞാൻ പറഞ്ഞു, അധ്യാപകരവിടെ നിൽക്കട്ടെ, ഉപ്പയുടെ പണിയെടുക്കുന്നുണ്ടോ? എന്താ ഉപ്പാന്റെ പണി? അവർക്ക് ആവശ്യമുള്ള വസ്ത്രം വാങ്ങി കൊടുക്കലാണോ? ഭക്ഷണം കൊടുക്കലാണോ? മീറ്റിങ്ങിന് വിളിച്ച പോകുന്നുണ്ടോ? സ്കൂളിലേക്ക് വിളിച്ചാൽ ഇതിപ്പോ പള്ളി കമ്മിറ്റി, മാർച്ച കമ്മിറ്റി ഒക്കെ പാടെ ഇറങ്ങി വിളിച്ചുകൊണ്ട് ഇത്ര ആൾക്കാരോടെ വന്നു. എന്നാലും പകുതി ഉണ്ടാവില്ലല്ലോ. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, ഉണ്ടാവില്ല. എന്നാൽ എല്ലാരും എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് വരും.
എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു 20 വയസ്സ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന 68 വയസ്സുള്ള എന്റെ ഉപ്പയുടെ നെറ്റിയിൽ പോയി ഒരു ഉമ്മ കൊടുത്ത അനുഭവം എനിക്കുണ്ട്. ഒരു ഉപ്പയുടെ അനുഭവം. എന്റെ ഉപ്പ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഉപ്പയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിയ പാതിരാ സമയത്ത് ഓഫീസിൽ പോയിട്ട്. മക്കൾ കേട്ടോ, ആരാ നിങ്ങളുടെ ഉപ്പ എന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. കാരണം ഉപ്പ നിങ്ങളെ കാണിച്ചു തരുന്നില്ല. വരുമ്പോഴത്തേക്കും ഗൾഫിൽ ലിസ്റ്റ് കൊടുക്കും, കാർ റെന്റിനെടുക്കും, റിസോർട്ട് ബുക്ക് ചെയ്യും, ചോദിക്കുന്നത് മുഴുവൻ കിട്ടി. ക്യാമ്പിന് ചോദിക്കും. കോളേജുകളുടെ ക്യാമ്പിന് പോയപ്പോ ഞാൻ ചോദിച്ചു മക്കളോട്, കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞ പോണൊക്കെ ക്യാമ്പിനെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ്സായി തന്ന മക്കളെന്ന്. 50 കുട്ടികളുണ്ട്. എന്നോട് പറഞ്ഞു മൊബൈൽ ഫോൺ അതവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട് മൊബൈൽ ഫോൺ. ഫുട്ബോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ വൈകുന്നേരം കളിക്കാൻ പറ്റും, ഇവിടെ കളിക്കാൻ പറ്റുന്നില്ല, കളിക്കുന്നവരെ അതിന് മിസ്സിംഗ് ആണ്. പിന്നെ പറഞ്ഞു കോളേജിലെ റെഗുലർ ഫ്രണ്ട്സ്. ഞാൻ വീണ്ടും ചോദിച്ചു ഇനി എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ലഹരിക്ക് അവിടെ നിൽക്കട്ടെ, എന്റെ കാർക്ക് ഒരു 4 ആൾ കയറും, അടുത്ത വീട്ടിൽ കൂടെ പോകാം, എന്നിട്ട് അവിടെ ഉപ്പയുണ്ടാകും ഉമ്മയുണ്ടാകും, ചോദിക്കാം നമുക്ക് ഉപ്പ ഉമ്മ കഴിഞ്ഞ 3 ദിവസം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ കാര്യം എന്താ? ഒരൊറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെ, കഴിഞ്ഞ 3 ദിവസം നിങ്ങളുടെ വീട്ടിൽ മാംസം വാങ്ങിയിട്ടുണ്ടാവില്ല, നല്ല ഭക്ഷണം വെച്ചിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ അവിടെ ഇല്ല. നിങ്ങളുടെ ഉപ്പമാർ ഓരോ നിമിഷം ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഈ അനുഭവം പറഞ്ഞു അവിടെ. എന്താ 2019 മണ്ണാർക്കാട് ജോലി ചെയ്യുമ്പോൾ വൈകുന്നേരം 7 മണിക്ക് ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. മണ്ണാർക്കാട് ടൗണിലൊരു ഹോട്ടലിന് മുകളിൽ കഞ്ചാവ് കച്ചവടം, റൂം നമ്പർ സഹിതം അനോണിമസ് കോൾ. ഞങ്ങൾ അവിടെ ചെന്ന് വിൽപ്പനക്കാരനെ പിടിച്ചു. ചുരുക്കി പറയാം, അവന്റെ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചു. ആ മൊബൈൽ ഫോണിലേക്ക് ഒരു 10 മിനിറ്റിലൊക്കെ 4-5 പേര് വിളിച്ചു. ഒക്കെ 17-18 വയസ്സുള്ള കുട്ടികളാണ്. ബൂസ്റ്റ് വേണമെന്ന് പറയണത്. കഞ്ചാവിന് അവർ ഉപയോഗിച്ചത് കോഡാ ബൂസ്റ്റ്. അപ്പൊ ഞങ്ങളാണ് ഫോൺ എടുത്തിട്ട് അവരോട് സംസാരിക്കാൻ പറഞ്ഞു. വിൽപ്പനക്കാരനോട് പറഞ്ഞിടത്തൊക്കെ വരാൻ പറഞ്ഞു. ട്രാപ്പിംഗ് ആയിരുന്നു. ഇവർ വന്നു. ഞങ്ങൾ ആ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി. ഇവനക്കെതിരെ കേസ് എഴുതി. വിൽപ്പനക്കാരനെതിരെ. കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിക്കാൻ തീരുമാനിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിപ്പെടാൻ വേണ്ടിയിട്ട് 8-ആയി 9-ആയി ഓരോ രക്ഷിതാക്കൾ വരുന്ന മക്കളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മക്കളെയും രക്ഷിതാക്കളെ ഞങ്ങൾ ഉപദേശിച്ചിട്ട് വിടണം. ഒരു രക്ഷിതാവിനെ ഞങ്ങൾ വിളിക്കുമ്പോൾ അയാൾ ഫോൺ എടുക്കും. പറയുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ട്. ഒരു വാക്ക് പോലും അയാൾ തിരിച്ചു പറയുന്നില്ല. ഒരു വാക്ക് തിരിച്ചു മിണ്ടുന്നില്ല. വീണ്ടും ഞങ്ങൾ സംസാരിക്കുമ്പോൾ അയാൾ ഒന്നും പറയുന്നില്ല. വരുമോ വരില്ല ഒന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ അയാൾ ഫോൺ കട്ടാക്കും. എന്തെങ്കിലും പറയുന്നു പറഞ്ഞെങ്കിൽ ഓരോ രക്ഷിതാക്കളും വന്ന് മക്കളെ കൂട്ടി കൊണ്ടുപോകുന്നു. രാത്രി എങ്ങനെ വൈകുന്നു 10-ആയി 11-ആയി. ഈ രക്ഷിതാവിനെ ഞങ്ങൾ വീണ്ടും വിളിക്കും. അയാൾ ഫോൺ എടുക്കും. പറയുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ട്. ഒരു വാക്ക് പോലും തിരിച്ചു പറയുന്നില്ല. അല്പം കഴിയുമ്പോൾ ഞങ്ങൾ ഫോൺ കട്ടാക്കും. അല്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം വന്നിട്ട് അയാൾ കട്ടാക്കും. വേറെ ഒന്നും തിരിച്ചു മിണ്ടുന്നില്ല. വരുന്നോ വരില്ല എന്നൊന്നും പറയുന്നില്ല. പാതിരാവിടെ എടുക്കുന്ന സമയം ഞങ്ങൾക്ക് വിട്ടു പോകണം. രാവിലെ തുടങ്ങുന്ന പണിയാണ്. എല്ലാ കുട്ടികളും പോയി. ഒരു 17-കാരൻ ബാക്കിയുണ്ട്. അവന്റെ ഉപ്പയെ ഞങ്ങൾ വീണ്ടും വിളിക്കുന്നു. തദൈവ. അയാളുടെ മറുപടി ഒന്നുമില്ല. ഞങ്ങൾ മകനോട് ചോദിച്ചു, നിന്റെ ഉപ്പ വരുവാടെ എന്താ ഒന്നും മിണ്ടാത്തത്? ഇവൻ തലതാഴ്ത്തും. എന്നാ ഒരു കാര്യം ചെയ്യാം, നിന്റെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? 1/2 മണിക്കൂർ കൊണ്ട് ഓടിയെത്താം. ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കയറാൻ പറഞ്ഞു. ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ഒരാളെ വഴിക്കുന്ന പിടിച്ചുകൊണ്ടുവന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം. വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ അർദ്ധരാത്രി പിന്നിട്ട സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫീസിന് മുമ്പിൽ ഇവനോട് കയറാൻ പറഞ്ഞപ്പോൾ ഓട്ടോ വന്ന് നിന്നു. മക്കൾ കേൾക്കണം, ഉമ്മമാര് കേൾക്കണം. ഓട്ടോ വന്നു നിന്നു. മധ്യവയസ്കനായ ഒരു മനുഷ്യനായി ഇറങ്ങി. ഒരു വെള്ള ഷർട്ടും കറുത്ത പാന്റുമാണ്. അത്യാവശ്യം പ്രായമുണ്ട്. കൂടെ 2-3 പേരുണ്ട്. അപ്പൊ അവരോട് ഓട്ടോയിൽ ഇരുന്നോളാൻ പറഞ്ഞു. കൈ കൊണ്ട് ആയും കാണിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ ഓഫീസിൽ കയറിയിട്ട് പ്രതികളെ ഇരുന്നൊരു ബെഞ്ചുണ്ട്. നേരെ വന്നിട്ട് അതിലിരുന്നു. തല താഴ്ത്തിയിരിക്കുകയാണ്. അയാൾക്കറിയാൻ ഞങ്ങൾ ചീത്ത പറയുന്നു. അയാളുടെ ഭാവവും അവന്റെ ഭാവവും കണ്ടപ്പോ മനസ്സിലായി ഉപ്പയാണെന്ന്. ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങി, ഇവന്റെ ഉപ്പയല്ലേ? അയാളെ തല താഴ്ത്താണ്. ഒന്നും പറയുന്നില്ല. നിങ്ങൾ എത്ര സമയം അവിടെ ആയിരുന്നു? എന്ത് ഉത്തരവാദിത്തമുണ്ട്? വളർത്തു ദോഷമാണ്. മകനെ പിടിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞില്ലേ? ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. മകനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ബാപ്പ അങ്ങനെയല്ലേ? ഒരുപാട് ചീത്ത പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയിക്കോന്നു. മകനെ നിങ്ങൾ കൊണ്ടുപോയിക്കോന്നു. അപ്പൊ ആ മനുഷ്യൻ അവിടെ എഴുന്നേറ്റു. പൊട്ടി കരയാൻ തുടങ്ങി. മധ്യവയസ്കനായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വന്ന് നീറുന്ന ഒരു ചോദ്യം ഞങ്ങളോട്, നിങ്ങൾ ഇവനൊന്ന് കൊന്നു തരുമോ? ഞങ്ങളാകെ സ്തബ്ധരായിപ്പോയി. നമുക്കുണ്ടല്ലോ മക്കള്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇത്ര സമയം എവിടെ ആയിരുന്നു? അതുകൊണ്ട് എല്ലാവർക്കും ദേഷ്യം വന്നത്. ഇത്ര സമയം എവിടെയായിരുന്നു? ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, മക്കളെ നിങ്ങൾ കേൾക്കണം. ആ മനുഷ്യൻ പറഞ്ഞു, സാറേ, ഞാൻ വരുന്നത് മസ്കറ്റിൽ നിന്നാണ്, ഒമാനിൽ നിന്നാണ്. 3 വർഷക്കാലമായി പ്രവാസിയാണ്. ജീവിതത്തിന്റെ ഉരുക്കുകാലം മുഴുവൻ, ഊർജ്ജസ്വലമായ കാലഘട്ടം മുഴുവൻ ഞാൻ അന്വേഷിച്ച് 20 വർഷക്കാലം പ്രവാസിയായി ജീവിച്ച മനുഷ്യൻ. ജീവിതം സായാഹ്നത്തോടെടുക്കുമ്പോൾ
തന്റെ ഏക മകന് വേണ്ടി വിവാഹം കഴിഞ്ഞ വർഷങ്ങളോളം ചികിത്സ നടത്തിയുണ്ടായ ഒരേ ഒരാൺതരിയാണ്. സ്വപ്നങ്ങളൊക്കെ ബാക്കി വെച്ചിട്ട് മടങ്ങി വരുന്ന മനുഷ്യൻ നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി എറണാകുളത്ത് മണ്ണാർക്കാട്ടേക്ക് എത്തുന്ന സമയം 4 മണിക്കൂർ എടുക്കും. ആ സമയത്താണ് വീട്ടിലെ മൊബൈൽ ഫോണിൽ ഞങ്ങൾ വിളിക്കുന്നത്. മകനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, മകൻ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടില്ല. തിരക്ക് പറഞ്ഞ ഈ വൈക്കുക നിങ്ങളുടെ പ്രയാസങ്ങളൊന്നും അവരറിയില്ല. അപ്പൊ ഞങ്ങൾ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു? ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾ കാത്തിരിക്കും, നേരം വിളിക്കുന്നവരെ കാത്തിരിക്കും. അപ്പൊ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താണ്? മക്കൾ കേൾക്കണം സാറേ, ആ വണ്ടിയിൽ വെച്ചിട്ട് ഞാൻ എന്റെ മകന്റെ കാര്യം നിങ്ങളോട് സംസാരിച്ചാൽ, സാറേ എന്ന് വിളിച്ചിട്ട് ഈ കഞ്ചാവിന്റെ കാര്യം സംസാരിച്ചാൽ എന്റെ ഭാര്യ ചോദിക്കൂലേ? ഭാര്യ ഇതറിയൂലേ? എന്റെ കൂടെ ഇരിക്കുന്ന എന്റെ കുടുംബക്കാരറിയൂലേ? നാളെ ഈ സമൂഹത്തിൽ എന്റെ മകൻ ഒരു കഞ്ചാവുകാരനായി അപമാനിക്കപ്പെടൂലേ? അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ മിണ്ടാതിരുന്ന് കേട്ടതാണ്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എമർജൻസി ആയിട്ട് കൊടുക്കാനുള്ള 2 പാർസൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2 കിറ്റും കയറ്റി വെച്ചിട്ട് ഈ മനുഷ്യൻ വന്നിരിക്കുക ഓഫീസിലേക്ക് പാതിരാ പിന്നിട്ട സമയത്ത്. ഇത് ഞാൻ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, ഉപ്പമാരെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അനുഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോദിച്ചു, ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഉപ്പമാർ എപ്പോഴെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പ്രയാസങ്ങളൊന്നും അവരറിയണ്ട, നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും അവരറിയണ്ട. സ്വാഭാവികമായിട്ടും നമ്മൾ അവരറിയൂല. ഇനിയും ഞാൻ ചോദിച്ചു, അനന്തപുരം ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടുത്ത ചോദ്യം, ഉപ്പയുടെ പണിയെടുക്കുന്നുണ്ടോ? പൈസ കൊടുക്കലല്ല, ഫീസ് അടക്കലല്ല, ഡ്രസ്സ് വാങ്ങി കൊടുക്കലല്ല. ഒരു 3 മിനിറ്റ് നിങ്ങളുടെ മക്കളുമായിട്ട് ചേർന്നിരുന്നിട്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവർക്ക് പറയണ്ട. അവർ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന് നിങ്ങൾ ചോദിച്ചോ? ഓരോ ദിവസം അവർ കണ്ട മുഖങ്ങളെ കുറിച്ച് അവർക്ക് പറയണ്ട. അവരുടെ മുഖഭാവ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പഴയകാലത്തൊക്കെ രക്ഷിതാക്കൾ പറയില്ലേ, മുഖത്ത് പോയി കാണുന്നു. കണ്ണുകളിൽ നിന്ന് നമ്മുടെ തിന്മകളെ വായിച്ചെടുക്കാവുന്ന ഒരു ആത്മബന്ധം മക്കളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഞാൻ ഗോപാലപുരം ചെക്ക് പോസ്റ്റിന് ജോലി ചെയ്യാം. പൊള്ളാച്ചി, തമിഴ്നാട് പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുമ്പോൾ ബോർഡർ ചെക്ക് പോസ്റ്റ് ഗോപാലപുരത്ത് ജോലി ചെയ്യുമ്പോൾ വൈകുന്നേരം 5:30 മണിക്ക് ഒരു KSRTC വരും. ആ KSRTC ബസ്സിൽ ഒരു നോർമൽ പരിശോധന നടത്താറുണ്ട്. അങ്ങനെ പരിശോധനയ്ക്ക് കയറിയപ്പോൾ അതിലൊരു KSRTCയിൽ യൂണിഫോം ഇട്ടൊരു കുട്ടി പാലക്കാട് സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടിയാണ്. ആ സമയത്ത് 5:30 മണിക്ക് പൊള്ളാച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് എന്തിനാ വരുന്നത്? അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എവിടുന്നാണ് സ്കൂൾ സമയത്ത് ഇങ്ങോട്ട് വരുന്നത്? നീ സ്കൂളിൽ പോയിട്ടില്ല, അപ്പൊ കട്ട് ചെയ്ത് പോയി. എവിടെ പോയതായിട്ടാ വരുന്നത്? യൂണിഫോമിലാണ്. അപ്പൊ നമ്മുടെ സഹപ്രവർത്തകർ എന്ത് ചെയ്തു? ഒരു സ്റ്റാഫ് അവന്റെ ബാഗ് പോലെ തുറന്നു നോക്കി. ആ ബാഗിനകത്ത് ഒരു കവർ കണ്ട് സംശയം കൊണ്ട് പൊളിച്ചു നോക്കുമ്പോൾ 1.5 കിലോയിലധികം കഞ്ചാവ് +2കാരന്റെ ബാഗ് പിടിച്ചിറക്കിയാണ്. നമുക്ക് നല്ല ബോധ്യം അവന്റെ ആകുന്നത്. ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത് പാലക്കാട് നൂറണിയിലെ മുരുകൻ എന്ന 24കാരന് കൊടുക്കാനുള്ളതാ. എങ്ങനെ 24കാരനുമായിട്ട് 17കാരന് ബന്ധം? എങ്ങനെ കൂട്ടുകാരനായത് ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ആ കുട്ടി പറഞ്ഞെന്നാ, കേട്ടോ ഉപ്പമാരെ നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ മക്കൾക്ക് പറയാനുണ്ടാകും, ചോദിക്കണം, അവരോട് ചേർന്നിരിക്കണം, പറയാനുണ്ടാകും. 9ാം ക്ലാസ് പഠിക്കുമ്പോ സാറെ അറിയാലോ, എന്റെ സ്കൂള് കുറച്ച് ഉൾപ്രദേശത്താണ്, ടൗണിലേക്ക് ബസ് കിട്ടൂല. സ്കൂൾ വിട്ടാലോ വരുന്ന വണ്ടിക്കൊക്കെ ഞങ്ങൾ കൈ കാണിക്കും. ഫാൻ ഇല്ലെങ്കിൽ ഉറങ്ങില്ല, മീനില്ലെങ്കിൽ ഉണ്ണില്ല, 10 അടി ദൂരം നടന്നു പോകാൻ ഓട്ടോ ഇല്ലെങ്കിൽ പോകൂല. നീർക്കുമിളകളായി മാറി നമ്മുടെ മക്കള്, നീർക്കുമിളകളായി മാറി. മുരുകൻ ബുള്ളറ്റിൽ വന്നു, എന്നെ കയറ്റി കൊണ്ടുപോയി. മുരുകനുമായിട്ട് സംസാരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും മുരുകൻ വന്നു. മുരുകൻ എന്നെ ലിഫ്റ്റ് വന്നു. പോകുന്ന വഴിക്ക് ഒരു പെട്ടിക്കടന്ന് അവിടെ ചായ കുടിക്കും. എന്നോട് ചായ വേണമെന്ന് ചോദിച്ചു. ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പരിചയമായില്ലേ, മുരുകന്റെ വക ചായ കിട്ടുണ്ടായില്ല. മുരുകനാണ് എന്നും ലിഫ്റ്റ് കൊടുക്കുന്ന ആള്. നല്ല കമ്പനിയായി. ചായ കുടിച്ചാൽ മുരുകൻ സിഗരറ്റ് വലിക്കും. സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞു എന്നോട്. സിഗരറ്റ് വലിക്കരുത് എന്ന്, ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുമെന്നുള്ളത് നമ്മളെക്കാൾ നന്നായിട്ട് ലഹരി മാഫിയൊക്കെ അറിയും. ആ കുട്ടി പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞപ്പോഴോ ഒരു പുകെടുത്തു. അപ്പൊ ഈ കുട്ടി ആദ്യമായിട്ട് കുറച്ച് വലിച്ചു, സിഗരറ്റിന് അഡിക്റ്റ് ആയി. പിന്നെ ചായയായി, സിഗരറ്റായി, മുരുകന്റെ വക. പിന്നെ പറയണം, +1 ആയപ്പോഴോ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കൊടുക്കില്ല മക്കൾക്ക്. സ്കൂളിൽ അവരെ നിയന്ത്രിക്കാൻ ആളില്ല. അധ്യാപകർക്ക് ചോദിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളില്ലാതാക്കിയിട്ടുണ്ട്. സ്കൂൾ കട്ട് ചെയ്ത് സിനിമക്ക് കൊണ്ടുപോകും മുരുകൻ. ഇന്റർവെൽ സമയത്ത് പുറത്തിറങ്ങിയിട്ട് സിഗരറ്റും ചായയും. ഒരു ദിവസം സിഗരറ്റ് വലിക്കുന്നതിന് പകരം മുരുകൻ ഇങ്ങനെ ഈ പേപ്പർ തിരിക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു, സാറ് എന്താന്ന്? മുരുകൻ പറഞ്ഞത് മറ്റേ സാധനമാണ്, കഞ്ചാവാണെന്ന് ചോദിച്ചു. കഞ്ചാവൊന്നും വലിക്കരുത്, കഞ്ചാവൊന്നും. ആ കുട്ടി പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു പഫ് എടുത്തു സാർ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിനിമക്ക് പോകുമ്പോഴേക്ക് കഞ്ചാവ്. +1 ആയപ്പോഴത്തേക്ക് കഞ്ചാവിന് അഡിക്റ്റായി. എന്റെ ശരീരം അത് ആവശ്യപ്പെടാൻ തുടങ്ങി. +2 ആയപ്പോഴോ
എന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ മുരുകൻ പറയും കഞ്ചാവില്ല, പൈസ വേണമെന്ന് പറയും. പൈസ കിട്ടുക അല്ലെ കഞ്ചാവ് കിട്ടാമല്ലോ എന്ന് പറയും. മുരുകൻ പറഞ്ഞു കൊടുക്കും എങ്ങനെ പൈസ ഉണ്ടാക്കുക. ചെറിയ പൊതികൾ കൊടുത്തിട്ട് പറഞ്ഞു സ്കൂളിലെ കൂട്ടുകാർക്ക് കൊടുക്കുക, വിശ്വസുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. 50-100 മേടിച്ചാൽ മതി, വലിച്ചു നോക്കാൻ പറയും. കുട്ടികളെ വാങ്ങും, എക്സ്പ്ലോർ ചെയ്യാന്നവർ പറയും. എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ. അങ്ങനെ കുട്ടികളുടെ ഇടയിൽ കഞ്ചാവ് കച്ചവടക്കാരനെ +2 അവസാനിക്കുമ്പോൾ മുരുകന് വേണ്ടി 1.5 കിലോ കഞ്ചാവുമായിട്ട് വരുമ്പോൾ എക്സൈസ് പിടിച്ച് ജുവനൽ ഹോമിലാക്കി. ആ കുട്ടി എന്താ ചെയ്തത്? വരുന്നവരൊക്കെ മനസ്സിലാക്കി. നിങ്ങളുടെയൊക്കെ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ബസ്സിനാന്ന് വിചാരിച്ചത്? ഒരു 3 മിനിറ്റ് സംസാരിക്കുക. കണ്ട മുഖങ്ങളെ കുറിച്ച് പറയട്ടെ, ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് പറയട്ടെ, അവരുടെ കണ്ണുകൾ സംസാരിക്കട്ടെ, ഒന്ന് ചേർത്ത് പിടിക്കുക. അവരുടെ മണം അറിയട്ടെ, മാറ്റം അറിയട്ടെ, നാറ്റം അറിയട്ടെ. ഉമ്മമാര് പഴയ കാലത്ത് നമ്മൾ ഉമ്മമാര് വസ്ത്രമാക്കുമ്പോൾ പോകരുന്ന് മറിച്ചു നോക്കും. എന്തിനാ? സിഗരറ്റിന്റെ മണം നോക്കാനേ. പോക്കറ്റെന്ന് മറിച്ചു നോക്കും. ചെറുപ്പശ്ശേരിയിൽ ജോലി ചെയ്യുമ്പോൾ തൃക്കടിയിൽ എന്ന് പറയും. ആ പ്രദേശത്ത് ഈ പേപ്പർ കിട്ടി വരുന്നതിന്റെ കയ്യിൽ നിന്ന്. ഈ പേപ്പർ കിട്ടിയ കഞ്ചാവ് വലിക്കുന്നവന് ഉറപ്പാണ്. ഞങ്ങൾ അവനെ കൊണ്ടുപോയി ഓഫീസിലെ കൊണ്ടുപോയി ചോദിക്കാൻ വിചാരിച്ചു എവിടുന്ന് കിട്ടുന്നത്. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് വിവരം അറിഞ്ഞിട്ട് ഉമ്മയൊക്കെ വന്നു. നാട്ടുകാരെ കണ്ടതാണ്. ഉമ്മ വന്നപ്പോ ഞങ്ങളോട് രക്ഷപ്പെടാണ്. എന്റെ കുട്ടികൾ ചെയ്യൂല, ഈ പേപ്പർ എവിടെ നിന്ന് കിട്ടാണ്, ഇതാപ്പ കഞ്ചാവ്. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി നിരന്തരമായിട്ട്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഒരു ചെറുപ്പശ്ശേരി. അപ്പൊ ഞാൻ അവിടെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ സംസാരിച്ചു ശ്രീകൃഷ്ണപുരം സ്കൂളിലെ. അദ്ദേഹം പറഞ്ഞെന്നറിയോ, അവിടെ യുവജനോത്സവം, ജില്ലാ കലോത്സവം നടന്ന അവിടെ ആ സമയത്ത് മദ്യപിച്ചൊരു കുട്ടിയെ പിടിച്ചത് രക്ഷിതാവിനെ വിളിച്ചപ്പോ ആ അമ്മ പറഞ്ഞ എന്താണെന്നറിയോ? ആ അമ്മ പറഞ്ഞത് സ്കൂളിൽ പോകുമ്പോ വെള്ളം കഴിച്ച് പോകരുതെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. +2 കുട്ടികൾ അമ്മ എവിടെ കാലഘട്ടം നടക്കുന്നത് ഞാനത് കേട്ടുന്നത് അത്ഭുതപ്പെട്ടു. ഒരു അമ്മയാണ് ഈ പറയുന്നത്. അപ്പൊ ഈ ഉമ്മ വന്നാൽ എന്റെ കുട്ടി ചെയ്യൂല, ഈ പേപ്പർ വേറെ അവിടെ നിന്ന് കിട്ടിയതാക്കാനാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? അബോൺ കിറ്റ് എന്നൊരു സാധനം, അതൊരു കെമിക്കൽ ഉപകരണം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി കിറ്റ് പോലെയാണ്. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ നിവൃത്തി കൊണ്ട് ഞങ്ങൾ ഉപയോഗിച്ചു. വേറെ വഴിയില്ലേ, ഉമ്മാനെ സമ്മതിപ്പിക്കണം. അപ്പൊ അത് പോസിറ്റീവാണ്. അപ്പൊ കഞ്ചാവ് വലിച്ചു ബോധ്യപ്പെട്ടു. അപ്പൊ ഉമ്മ നെഞ്ചത്തെറിച്ച് കരയാൻ തുടങ്ങി. ഇവനോട് നിന്നെ അങ്ങനെ വളർത്തിയില്ലടാ, നിന്നെ അങ്ങനെ വളർത്തിയില്ല, നിന്റെ ഉപ്പാടെ കഷ്ടപ്പാട് നീ അറിഞ്ഞോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് നിന്നെ അറിയിച്ചിട്ടുണ്ടോ? ഒന്നും അറിഞ്ഞിട്ടില്ല. അതിന്റെ കുഴപ്പം ഒരു പ്രയാസം അറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞില്ല. അപ്പൊ ഉമ്മ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ നിങ്ങൾ എങ്ങനെ വളർത്തി നീ പറഞ്ഞു? ഭക്ഷണം കൊടുത്തോ? നിങ്ങളുടെ വീട്ടിൽ പട്ടിക്കും വെച്ചും കൊടുക്കില്ലേ? വസ്ത്രം 18 വയസ്സുകാർ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും അവനത് വാങ്ങിയിടും. എങ്ങനെ വളർത്തിയെന്ന കഥയെ പറയുന്നത്? അവന്റെ മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞോ? അവന്റെ ശീലങ്ങൾ നിങ്ങൾ നോക്കി. ഉമ്മമാരെ കേട്ടോ, വൃത്തി കുറയും, കണ്ണുകൾ കുഴിഞ്ഞു പോകും, ഉറക്കൊഴിച്ച പോലെ ഉണ്ടാകും. വെളുത്ത നിറത്തിലുള്ള ആളാണെങ്കിൽ സ്ഥിരമായിട്ട് കഞ്ചാവ് വലിച്ചതിനെ കവിളിലൊക്കെ മഞ്ഞളിപ്പ് വരാനുള്ള ഒരു മഞ്ഞ നിറം ഉണ്ടാകും. കണ്ണിന്റെ നിറം പോകാൻ വേണ്ടി കണ്ണിനൊഴിക്കുന്ന മരുന്ന് ബാഗിൽ വെക്കും. സിഗരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ബാഗിൽ. സിഗരറ്റ് ലാമ്പുകൾ ഉണ്ടാകും. ചെറിയ രീതിയിലുള്ള പോളിത്തീൻ കവറുകൾ ഉണ്ടാവും കഞ്ചാവിന്റെ. ഞാൻ ഇവിടെ കാണിച്ച പേപ്പർ ഉണ്ടാവും, നോക്കണം, നോക്കിയിട്ട് പോകാം. കവിളൊട്ടാൻ തുടങ്ങും. വിശപ്പില്ല എന്ന് പറയും, ഭക്ഷണം കഴിക്കൂല. കഞ്ചാവ് വലിക്കുന്നവന് വിശപ്പുണ്ടാക്കൂല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്. ആവറേജ് തടിയുള്ള ആളാണെങ്കിൽ തടി കുളഞ്ഞുകൊണ്ടിരിക്കും. തടിയുള്ള പ്രകൃതക്കാരനാണ് തടി കൂടിക്കൊണ്ടിരിക്കും. MDMA പോലുള്ള കെമിക്കൽ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ പല്ല് പൊട്ടാൻ തുടങ്ങും. പല്ലിനൊക്കെ ബലം കുറയും, പൊട്ടിപ്പോകും. ചെവി ഫ്രണ്ട് ഭാഗത്തേക്ക് വളയാൻ തുടങ്ങും. വൃത്തി കുറയും, മുടി കൊഴിയാൻ തുടങ്ങും. ഞരമ്പുകൾ തുടിക്കാൻ തുടങ്ങും. പുറത്തേക്കാണ് കാണാൻ തുടങ്ങും ഞരമ്പുകൾ. ചോദിച്ചാൽ ദേഷ്യപ്പെടും. മുറിയിൽ കഥകടച്ചിരിക്കും. ആ സമയത്ത് ഇറങ്ങിപ്പോകും. വൈകുന്നേരത്തൊക്കെ പുറത്തായിരിക്കും. ഈ സമയത്തൊക്കെ പുറത്താണ്. പിന്നെ ഒരു 12-1 മണിയാകുമ്പോൾ വരും. എന്നിട്ട് രാവിലെ 10 മണി വരെ കിടന്നുറങ്ങും. മുറിയിലേക്ക് അധികം പ്രവേശനം തരില്ല. അവിടെ കൂടുതൽ അന്വേഷിക്കാൻ പറ്റൂല. കൂടുതൽ അവനെ കുറിച്ച് ചോദിക്കാൻ പറ്റില്ല. കൂട്ടുകാരെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റൂല. ദേഷ്യപ്പെടുന്ന പ്രകൃതമായിരിക്കും. സംസാരം കുറയും. ഇങ്ങനെയുള്ള പ്രകൃത മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ഉമ്മയുടെ അടയാളം പറഞ്ഞു കൊടുത്തു. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും വിൽക്കുന്നവരൊക്കെ ചില സമയത്ത് ചില സിമ്പലുകൾ ഉപയോഗിക്കും. ആശയ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടി. സ്റ്റാർ കുത്തലൊക്കെ അങ്ങനെയാണ്. അപ്പൊ അക്കാലത്തുള്ളൊരു മോഡൽ എന്താണ്? പുരികത്തിലൊക്കെ ഇങ്ങനെ വരട്ടും, മുടിയൊക്കെ ഇങ്ങനെ കട്ടിക്കുന്ന പോലെ പുരികത്തിൽ ഇങ്ങനെ ഒരു കട്ടി. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കും, അവന്റെ പുരികത്തും ഒരു കട്ടിങ് നോക്കി. ഇതെന്താ നിങ്ങൾ ചോദിച്ചത്? അതൊരു അപലക്ഷണമല്ല. പുരികത്തും ഇങ്ങനെ ഒരു വരം. അപ്പൊ ഉമ്മ എന്താ ചെയ്യണമെന്ന് അറിയാം. ഇവന്റെ പുരികം നിർത്തി നോക്കിയാണ്. ഇതിന്റെ കുട്ടിക്ക് ജന്മനാലുള്ളതല്ലേ? ആ ഉമ്മയാണ് പറഞ്ഞ അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മാസങ്ങളായി. എന്നിട്ടാണ് പറയുന്നത് ഞാൻ അങ്ങനെ വളർത്തിയില്ല. ദീപാവലി ദിവസം 8 കുട്ടികളെ പിടിച്ച് MDMA ആയിട്ട് കാറിൽ സഹിച്ചു. 9:30 മണിക്ക് പിടിച്ചിട്ട് 11:30-12 മണി വരെ ഞങ്ങളുടെ പ്രോസസ്സാണ് എഴുതിയുണ്ടാക്കി. ഒരു ഒഴിഞ്ഞ പ്രദേശത്താണ്. 11:30 മണിയാകുമ്പോൾ ഞാൻ ചോദിച്ചു, ബാക്കിയുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, MDMA ഉപയോഗിച്ച കേസായി ഒക്കെ പോട്ടെ. വണ്ടി പോയി. മക്കളെ 17-18 വയസ്സുള്ള കുട്ടികളാണ്. ഏറ്റവും കൂടുതലുള്ളവർ 19. മുതല് 11:30 മണി, 2.5 മണിക്കൂർ, 3 മണിക്കൂർ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ അർദ്ധരാത്രി പിന്നിട്ടു.
ഇതുവരെ ഒരാളുടെ വീട്ടിൽ നിന്ന് പോലും ഒരാൾ വിളിച്ചന്വേഷിച്ചില്ലല്ലോ. മൊബൈൽ ഞങ്ങളെ കയ്യിലുണ്ട്. അപ്പൊ ഒരു കുട്ടി പറഞ്ഞെന്നറിയാം, സാറേ ഇന്ന് ദീപാവലി ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട് രാത്രി ചിലപ്പോഴേ വരുള്ളൂ. ഉമ്മാന്റെ പണി കഴിയും. കുട്ടികൾ വെള്ളം പോലെയാണ്, പ്രതലം ചെരിഞ്ഞു കിടക്കാണ്, കുപ്പിക്ക് തുള വീണിട്ടുണ്ട്. ആരാ ഉമ്മ എന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ, കേരളത്തിലെ പ്രശസ്തനായ സാഹിത്യകാരൻ. അദ്ദേഹത്തിന്റെ ഒരു കഥയുണ്ട് ഉമ്മയെ കുറിച്ച്. ഉമ്മമാരെ കേട്ടോ, ഉമ്മമാരെ കേട്ടോ. ആരാ ഉമ്മ? സ്വാതന്ത്ര്യകാല സമരാനുഭവങ്ങളിൽ ഒന്നാണ്. അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. ബ്രിട്ടീഷ് പട്ടാളത്തിന് സമരത്തിൽ പങ്കെടുത്തു. പട്ടാളം അദ്ദേഹത്തെ തുറങ്കിലടച്ചു. 8 മാസം ജയിലിൽ കടന്നു. ഉമ്മയോട് പറയാൻ പറ്റിയിട്ടില്ല, നാട്ടുകാരോ കുടുംബം അറിഞ്ഞിട്ടില്ല. 8 മാസം ജയിലിൽ കിടന്നിട്ട് ഇപ്പോഴത്തെ പോലുള്ള ആശയവിനിമയ സംവിധാനങ്ങളില്ല. കത്തെഴുതാൻ ബ്രിട്ടീഷ് പട്ടാളം അനുവദിച്ചില്ല. 8 മാസം ഒരു വിവരമല്ല. അവസാനം ജയിൽ മോചിതനായിട്ട് തിരിച്ചു വരികയാണ്. ആലുവയിൽ ട്രെയിൻ ഇറങ്ങി പെരുമ്പാവൂര് വഴി തലയോലപ്പറമ്പിൽ തന്റെ കുടിലിലേക്ക് വൈക്കം മുഹമ്മദ് ബഷീർ ചെല്ലുന്നു. തന്റെ അനുഭവ കഥയാണ് ഉമ്മയെ കുറിച്ച്. പാതിരാ പിന്നിട്ട സമയത്ത് കുടിലിന് മുമ്പിലെത്തിയപ്പോ വിളക്കണഞ്ഞിട്ടില്ല. സമയം കുറെ വൈകിട്ടുണ്ട്. വീടിന് മുമ്പ് ചെന്ന് നോക്കുമ്പോ കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. കാല് കഴുകി അകത്തേക്ക് കയറി. ഉമ്മയെ വിളിച്ചു. ഉമ്മ വിളി കേൾക്കുന്നില്ല. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതി വെക്കുന്നുണ്ട്. ഉമ്മയെ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. നല്ല വിശപ്പുണ്ട്. അടുക്കളയിൽ നോക്കുമ്പോ ഭക്ഷണം വിളമ്പി അടച്ചു വെച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് മുമ്പിൽ ഇരുന്ന് പകുതി കഴിച്ച് ചോദ്യം മനസ്സിൽ അങ്ങനെ ഉയരാൻ തുടങ്ങി. ഉമ്മ എവിടെ? 8 മാസമായി ഞാൻ നാട് വിട്ടു പോയിട്ട് ജയിൽ വാസത്തിലാണ്. എന്റെ കുടുംബം അറിഞ്ഞിട്ടില്ല, കൂട്ടുകാർ അറിഞ്ഞിട്ടില്ല, ഉമ്മയോട് പറയാൻ പറ്റിയിട്ടില്ല. പാതിരാ പിന്നിട്ട സമയത്ത് ഞാൻ ഇങ്ങനെ മടങ്ങി വരുമ്പോ അദ്ദേഹം തന്റെ കിടപ്പ് മുറിയിലേക്ക് ചെന്നു. പായ വിരിച്ചു വെച്ചിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുഭവം പറയുന്നത്. അദ്ദേഹം പായയിലിരുന്നു. ഉറക്കം വരുന്നില്ല. ഉമ്മയെ വിളിച്ച് വിളി കേൾക്കുന്നില്ല. ഉമ്മയുടെ മുറിക്കകത്ത് എന്നിട്ട് കഥ പായി തുറന്നു നോക്കുമ്പോൾ ഉമ്മ ചാരുകസേരിൽ പാദമയക്കത്തിലാണ്. ഉമ്മയെ വിളിച്ചിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ ചോദിക്കുന്നു, ഉമ്മ 8 മാസമായി ഞാൻ നാട് വിട്ടു പോയിട്ട് നിങ്ങളോട് പറയാൻ പറ്റിയിട്ടില്ല, കുടുംബം അറിഞ്ഞിട്ടില്ല, കൂട്ടുകാർ അറിഞ്ഞിട്ടില്ല. ഞാൻ വരുന്ന വഴിക്ക് പാതിരാ പിന്നിട്ട സമയത്ത് വഴിയിൽ വെച്ച് ഒരാളും എന്നെ കണ്ടിട്ടില്ല. എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് വിളക്കണക്കാതെ ഭക്ഷണം വിളമ്പി വെച്ച് പായ വിരിച്ചു വെച്ച് കാത്തിരിക്കാൻ ഞാൻ വരുന്ന കാര്യം എങ്ങനെ അറിഞ്ഞു? ഉമ്മമാരെ കേട്ട് ആ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്. മോനെ, കഴിഞ്ഞ 8 മാസം നിന്നെ കാണാതായത് മുതൽ ഓരോ രാത്രിയും പിന്നിടും വരെ, പാതിരാ പിന്നിടും വരെ ഇതുപോലെ ഭക്ഷണം വിളമ്പി വെച്ച് വിളക്കണക്കാതെ പായ വിരിച്ചു വെച്ച് നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. ആ ഉമ്മമാര് തിരിച്ചു വരട്ടെ. എന്നിട്ട് തിരിഞ്ഞില്ലേ കുട്ടികളെ കുറ്റപ്പെടുത്തുന്നത്? ആ ഉമ്മമാര് തിരിച്ചു വരട്ടെ. നമ്മളിലേക്കൊന്നും തിരിച്ചു നമ്മൾ എവിടേക്കാ വിളിച്ചത്? മക്കൾക്ക് മാനസിക സുഖം. പട്ടാമ്പിയിലെ MLA, ഞാൻ പട്ടാമ്പിയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു സർവേ നടത്തി. 60 കേന്ദ്രങ്ങളിൽ 23 വയസ്സിന്റെ താഴെയുള്ള ആളുകളെ, കുട്ടികളെ പരമാവധി വിളിച്ചു വരുത്തിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ എഴുതിത്തരാൻ വേണ്ടി പറഞ്ഞു. MLA പ്രതീക്ഷ എന്ന് പറയുമോ? MLA പ്രതി തൊഴിലില്ലായ്മയായിരിക്കും, പഠന പ്രശ്നങ്ങളായിരിക്കും. 80% പേര് എഴുതുന്നതിന് മാനസികമായ സമ്മർദ്ദം, മനപ്രയാസമാണ്. കാരണം സ്വപ്നം നമ്മുടെ സ്വപ്നമല്ല. സ്വപ്നം വലുതാവും, മനസ്സിന് ടെൻഷൻ കൂടും. നമ്മൾ ലാളിത്യ ജീവിതത്തോടെ പഠിച്ചവരാ, കിട്ടാതെ പഠിച്ചവരാ, കാത്തിരിക്കാൻ പഠിച്ചവരാ, നോ എന്ന് കേട്ടവരാ. നമുക്ക് ടെൻഷനില്ല. നഷ്ടപ്പെട്ടു പോയാലും സഹിക്കാൻ പഠിച്ചവരാ. ഇമ്പൾസീവ് റിയാക്ഷന്റെ ഇരകളല്ല, ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റിയുടെ ഇരകളല്ല, നെഗറ്റീവ് ഹീറോയിസം കണ്ട് പഠിച്ചവരല്ല, പോസിറ്റീവ് ഹീറോകളെ കണ്ട് പഠിച്ചവരാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പോസിറ്റീവ് ഹീറോകളെ സമൂഹത്തിൽ ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കുക? വിളയൂര് പഞ്ചായത്തിൽ ഞാനൊരു പരിപാടിയുടെ സമാപനത്തിന് പോയി. അവർ 6 മാസമായിട്ട് തുടങ്ങിയ ക്യാമ്പാണ്, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. എന്താ സംഭവം അറിയുമോ? എന്റെ നാട്ടിലൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ എങ്ങനെ? 9 മണിയായി കഴിഞ്ഞാല് +2 താഴെയുള്ള കുട്ടികൾ പുറത്ത് കാണാൻ പറ്റൂല എന്ന് മുസ്ലിംസും ഹിന്ദുസും എല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചു. നാട്ടിൽ +2 താഴെയുള്ള കുട്ടികൾ 9 മണി കഴിഞ്ഞാൽ പുറത്ത് കാണണ്ട. എന്തുകൊണ്ടാണ്? അവിടെ പറഞ്ഞല്ലോ, മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആയ ആളുകൾ വീണ്ടും തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകാനുള്ള കാരണം എന്ന് പറയും, ഈ ഡി അഡിക്ഷൻ എന്ന് പറയുന്നത് 2 വിധം. ഡി അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻസ് അഡിക്ഷൻ ഉണ്ട്, അഡിക്ഷൻ 2 വിധമുണ്ട്. അതിൽ രണ്ടാമത്തെ സിറ്റുവേഷൻ അഡിക്ഷൻ എന്ന് പറയും. സാഹചര്യത്തോട് വിധേയപ്പെട്ടു പോയായിരിക്കും. നമ്മള് മയക്കുമരുന്നുള്ള മരുന്ന് നമ്മൾ കൊടുക്കും. ഒരാഴ്ച കൊണ്ട് ആള് മദ്യം കണ്ട ഛർദ്ദിക്കും, അങ്ങനെ മരുന്നുണ്ട്. മയക്കുമരുന്ന് ഗുളിക കുടിച്ച് 2 മാസം കുടിച്ചാൽ മാറും, ശരീരം അതിനോട് പ്രതികരിക്കാൻ തുടങ്ങി. പക്ഷെ എന്താ പ്രശ്നം? സിറ്റുവേഷൻ അവിടെ തന്നെ കിടക്കില്ല. അതുകൊണ്ട് നമ്മൾ പോയിട്ട് സിറ്റുവേഷൻ പോകും. നമ്മൾ ഡി അഡിക്ഷൻ കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ സിറ്റുവേഷൻ കൂടി മാറ്റിയാലാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. അത് ഭയങ്കര ടാസ്ക് ഉള്ള പരിപാടി, സിറ്റുവേഷൻ മാറ്റുന്നത്. നാട്ടിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എന്റെ നാട്ടില് ഒരു ഒഴിഞ്ഞ പ്രദേശം ഉണ്ടായിരുന്നു. അവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ മദ്യപാനം പരിപാടിയൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ ചെയ്തു ഒരു കാരണവരൊക്കെ വിളിച്ചെടുത്തിട്ട് വോളിബോളിനൊക്കെ നോക്കുന്നത്.
അപ്പൊ പിന്നെ നീ വേദന കളിക്കണോ അവിടെ പോയി കളിക്കാൻ തുടങ്ങിയപ്പോൾ പോസിറ്റീവ് സിറ്റുവേഷനാണ്. കളി അറിയാത്തവർ വോളിബോൾ കളിക്കുമ്പോൾ കൂടുതൽ ആൾ കാണുന്നുണ്ടാവും. അങ്ങനെ അവിടെ എന്ത് ചെയ്തു, അങ്ങനത്തെ ഒരു കളിയുടെ അന്തരീക്ഷം തന്നെ. ഇങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ മാറ്റുക. അപ്പൊ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. എത്ര സമയം എടുത്തത് എനിക്കറിയില്ല. എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്താണ്, രക്ഷിതാക്കൾക്ക് ഒരു 12-13 വയസ്സുള്ള കുട്ടികളെ ചേർത്ത് പിടിക്കണം. ഈ 17-18 പുറത്താണ്. മക്കൾ നമ്മളെ അടിമകളല്ല. മംഗളയിൽ ഒരു കുടുംബയോഗത്തിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, മക്കൾ അടിമകളല്ല, അടിമകൾ ഒരിക്കലും യജമാനെ അനുസരിക്കൂല, സ്നേഹിക്കും. യജമാനെ അനുസരിക്കുന്ന സ്നേഹിക്കും. കാരണം നിങ്ങൾ 12 വയസ്സ് മുതൽ ഒരു 3 മിനിറ്റ് അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്താത്തവരാ. പിന്നെന്ത് ഉപ്പയാ? ഒന്ന് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ സമയം കണ്ടെത്താവരാ. പിന്നെ നിങ്ങൾ എന്ത് ഉപ്പയാ? നിങ്ങൾ അവൻ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ 18 വയസ്സ് കഴിഞ്ഞിട്ട് അവന്റെ സ്വഭാവം മാറുമ്പോൾ നിങ്ങൾ അവനെ ചേർത്ത് പിടിക്കാൻ നോക്കി അവനെ കിട്ടൂല. അവന്റെ ഐഡന്റിറ്റി മാറിപ്പോയിട്ടുണ്ട്. അവന്റെ സ്നേഹഭാചനം നിങ്ങളല്ല, അവന്റെ മാതൃക നിങ്ങളല്ല, അവന്റെ റോൾ മോഡൽ അല്ല നിങ്ങൾ. നിങ്ങൾ അവൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ആളെ പിന്നെ അങ്ങനെ നമ്മൾ വളച്ചു പിടിക്കാൻ പറ്റുമോ? അടിമകളാക്കി വെച്ച് നിങ്ങൾ അതുകൊണ്ടാണ് അനുസരിച്ചത് 17 വയസ്സ് വരെ. 17-18 വയസ്സ് കഴിഞ്ഞോളൂ അടിമകൾ എന്ത് ചെയ്യുമ്പോൾ ഒരു അവസരം കിട്ടിയാൽ തിരിച്ചടിക്കും. പിന്നെ അവരുടെ ഐഡന്റിറ്റി വളർന്ന പിന്നെ അവർ യജമാനം അനുസരിക്കുന്നില്ല. മക്കൾ ഒരിക്കലും നിങ്ങളുടെ അടിമകളാവരുത്. മക്കളെ ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചിട്ട് മാറ്റാനേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ 166 എന്നെ കാറടിച്ച് കൊല്ലാൻ ശ്രമിച്ചവരുണ്ട്. അവരൊപ്പന്റെ കൂടെ ഒക്കെ ചിലപ്പോൾ പരിപാടികൾക്ക് വരാം, ചിലപ്പോൾ വണ്ടി കൊണ്ട് ഓടിക്കാൻ കാര്യങ്ങൾ വെച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വരാറുണ്ട്. അപ്പോ അത്രയും നല്ല കുട്ടികൾ തന്നെയാണ്. ഞാൻ ഏറ്റവും കുരുത്തം കെട്ടവന്റെ കഥ പറയാം. അപ്പൊ അവസാനിപ്പിക്കാം. ഇന്ത്യ കണ്ട ഏറ്റവും കുരുത്തം കെട്ടവൻ ആരാ? ഒരു കാലത്ത് വടക്കൻ ജില്ലകളിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ 80കളുടെ അവസാന കാലഘട്ടം, 90കളുടെ ആദ്യ കാലഘട്ടം 13 കൊലപാതകങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. 13 കൊലപാതകങ്ങൾ. എങ്ങനെ അറിയും? ഒന്ന് കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുക, ഒന്ന് കാസർഗോഡ് നടന്ന, പിന്നെ മാസങ്ങൾ കഴിയുമ്പോൾ കണ്ണൂര്, വർഷങ്ങൾക്ക് ഇപ്പുറം കോഴിക്കോട്, കാഞ്ഞങ്ങാട്, അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്ന 13 കൊലപാതകങ്ങൾ. അദൃശ്യനായ ഒരു കൊലയാളി പാതിരാ സമയത്ത് സന്ധ്യ മയങ്ങിയാൽ വീടിന്റെ അടുക്കള വാതിൽ തുറന്നിട്ട് അകത്തേക്ക് കയറിയിട്ട് വീട്ടിലെ അമ്മയെ, ഉമ്മയെ, 60 വയസ്സോട് അടുക്കുന്ന ഉമ്മ, ഏതാണ്ട് ആ പ്രായം വരുന്ന ആളുകളാണ്, കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ട് കടന്നു പോകാം. ബലാത്സംഗമില്ല, ആഭരണങ്ങൾ മോഷ്ടിക്കുന്നില്ല, പോലീസ് ആകെ അന്തം വിട്ടുപോയി, കൊലപാതകത്തിന്റെ കാരണങ്ങൾ മനസ്സിലാവുന്നില്ല, ഒരു തുമ്പും അവശേഷിക്കുന്നില്ല. പോലീസ് പരാജയപ്പെട്ടു. ഒടുവിൽ വടക്കൻ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സന്ദേശം കൂടി ചെന്നറിയോ? രാത്രി സമയത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മുഴുവൻ ആളുകളെയും പിടിച്ചു കൊണ്ടുവന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ അവരുടെ വിരലടയാളം രേഖപ്പെടുത്തിയിട്ട് അഡ്രസ് സഹിതം രേഖപ്പെടുത്തി വെക്കാൻ പറഞ്ഞു. എന്തിനാണെന്നറിയോ? 14ാമത്തെ ഒരു കൊലപാതകം നടന്നാൽ അതിന് വല്ല തുമ്പ് കിട്ടുമോ നോക്കാൻ വേണ്ടിട്ട് 13 പോട്ടെ. പോലീസ് പരാജയപ്പെട്ടു. വടക്കൻ ജില്ലകളില് യുവജന സംഘടനകൾ ഗ്രാമങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഒരു കാലഘട്ടം വന്നു. പാതിരാ സമയത്ത് പേടിച്ചിട്ട് അദൃശ്യനായ ഒരു കൊലയാളി. അങ്ങനെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉദ്യോഗസ്ഥർ പാതിരാ സമയത്ത് ഇറങ്ങി നടക്കുന്നവരൊക്കെ പിടിച്ചു കൊണ്ടുവരികയാണ്. കണ്ണൂരിലെ തളിപ്പറമ്പ് പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങി 55 പേരെ പിടിച്ചു കൊണ്ടുവന്നു. അവരുടെ വിരലടയാളങ്ങൾ പരിശോധിച്ചു, അഡ്രസ് സഹിതം രേഖപ്പെടുത്തി വെച്ചു. പിറ്റേ ദിവസം നേരം കൊടുത്തു. ഉദ്യോഗസ്ഥർ വിശ്രമത്തിന് പോയി. മണിക്കൂറുകൾക്കകം തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ 14ാമത്തെ കൊലപാതകം നടന്നു. സന്ധ്യയോടടുത്തിട്ട് അദൃശ്യനായ കൊലയാളി വീട്ടിലേക്ക് കയറി വന്ന് വീട്ടിലെ ഉമ്മയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ട് പോയി. വിശ്രമത്തിന് പോയ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചു. പോലീസ് അവിടെ ചെന്നു, പരിശോധനകളൊക്കെ നടത്തി, പല തുമ്പുകൊണ്ട് നോക്കാണ്, ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി. തൊട്ടടുത്ത വീട്ടിലെ തൊടിയിൽ നിന്ന്, കേട്ടോ നിങ്ങൾ, തൊടിയിൽ നിന്ന് പാതി കുടിച്ചിട്ട് വലിച്ചെറിഞ്ഞ ഒരു മദ്യക്കുപ്പി കിട്ടി. അവിടെ പോയിട്ട് പാതി കുടിച്ചിട്ട് വലിച്ചെറിഞ്ഞൊരു മദ്യക്കുപ്പി. പകുതി ഉണ്ട്. ഒരു മദ്യപാനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം അവൻ ഏറ്റവും വിലപ്പെട്ട സാധനം. ആ പോലീസ് എന്താ അറിയോ? ഇത് പകുതി കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ചെയ്യാനുള്ള ധൈര്യം കിട്ടാൻ പറ്റും. അതൊരു പക്ഷേ കൊലപാതകം. ആ കുപ്പി എടുത്തു, അതിലെ വിരലടയാളം പരിശോധിച്ചിട്ട് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു കൊടുത്തു. അവരുടെ നടപടികളൊക്കെ കഴിഞ്ഞ് പാതിരാ സമയത്താണ് അവർ തിരിച്ചെത്തുന്നത്. അവർക്കും പരിശോധിക്കാണ്ട് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 55 പേരുടെ വിരലടയാളം പരിശോധിക്കാൻ തുടങ്ങി. പാതിരായോടെടുത്തിട്ട് 53ാമത്തെ ആളുടെ വിരലടയാളം പരിശോധിച്ചപ്പോ തളിപ്പറമ്പ് ഉദ്യോഗസ്ഥർ ഞെട്ടി. ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് തങ്ങളുടെ പോലീസ് സ്റ്റേഷനകത്ത് നിന്ന് ഇറങ്ങിപ്പോയവനാണ് കേരളത്തെ ഞെട്ടിച്ച 14 കൊലപാതകങ്ങൾ നടത്തി മുങ്ങി നടക്കുന്ന കൊലയാളി എന്ന് അവർ തിരിച്ചറിഞ്ഞു. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള മുതുകുറ്റി എന്ന് പറഞ്ഞ ഗ്രാമം, ആ ഗ്രാമത്തിലേക്ക് പോലീസ് ചെന്നു. ചന്ദ്രൻ എന്നാണ് വ്യക്തിയുടെ പേര്, അഡ്രസ് കൊടുത്തിട്ടുള്ളത്. അവിടെ അന്വേഷിച്ചു. ആ കുടുംബം അവിടെ ഉണ്ട്, ആ അഡ്രസ്സിലുള്ള വിലാസം അവിടെ ഉണ്ട്. പക്ഷെ ചന്ദ്രനെ കുറിച്ച് ഒരാൾക്കും അറിയില്ല, ആ പ്രായത്തിലുള്ള ഒരു വ്യക്തിയെ കുറിച്ച് അറിയില്ല. പോലീസ് നിരാശരായിട്ട് മടങ്ങി. കേസ് ക്രൈംബ്രാഞ്ചിന് വേണ്ടി, ക്രൈംബ്രാഞ്ചും പരാജയപ്പെട്ടു. അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ഒരാൾക്ക് അറിയില്ല. അഡ്രസ്സും കാര്യങ്ങളൊക്കെ വ്യാജമാണോ സംശയം വന്നു. CBI ഏറ്റെടുത്തു. വർഷങ്ങൾക്കിപ്പുറം കർണാടകയിലെ ഹംഗളയിൽ നിന്ന് 58 വയസ്സുകാരനായ
58 വയസ്സുകാരനായ മുതുകുറ്റി എന്ന ഗ്രാമത്തിലെ ചന്ദ്രൻ എന്ന വ്യക്തിയെ പിടിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേവലം 5 വർഷത്തെ വിചാരണ കൊണ്ട് കൊലക്കാരിലേക്ക് വിധിക്കപ്പെട്ടവൾ. 5 വർഷം മാത്രം വിചാരണ, ഏറ്റവും കുറഞ്ഞ കാലഘട്ടം. കൊലക്കാരിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആരാച്ചാർ ചോദിച്ചു, വല്ലതും പറയാനുണ്ടോ? നിസ്സംഗനായിട്ട് നിന്നു. ജയിലറോട് അഭിപ്രായം ചോദിച്ചു. ജയിലിൽ വെച്ചൊരു സംഘർഷം ഉണ്ടാക്കിയിട്ടില്ല, ഒരാളോടും രൂക്ഷമായിട്ട് പെരുമാറിയിട്ടില്ല. ഇത്രയും കൊലപാതകങ്ങൾ ചെയ്ത വ്യക്തിയാണ്, തോന്നു പോലും ചെയ്യൂല. അവസാനം തൂക്കിലേറ്റി. ഒരാളും ഏറ്റെടുക്കാനുള്ള, സമൂഹം വെറുത്തുപോയ വ്യക്തി, ഒരാളും ഏറ്റെടുക്കാനില്ല. പോലീസ് സർജൻ അദ്ദേഹത്തിന്റെ മൃതശരീരം പരിശോധിക്കുന്ന സമയത്ത് ആ മൃതശരീരത്തിൽ 14 മാരകമായ മുറിവുകൾ കണ്ടു. 14 മാരകമായ മുറിപ്പാടുകൾ. സർജന്റെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടന്നു. ചോദിക്കാനുള്ള അപ്പീലില്ല, ആളെ തൂക്കിലെത്തി കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയപ്പോഴും ആ മുറിപ്പാടുകൾ മാറിയില്ല. ചന്ദ്രനെ കുറിച്ച് പഠിച്ചു, ചന്ദ്രന്റെ നാട്ടിൽ പോയി പൂർവീകരെ കണ്ടു, അഡ്രസ്സിൽ അന്വേഷിച്ചു. ഒടുവിൽ അദ്ദേഹം ചന്ദ്രനെ കുറിച്ചൊരു കുറിപ്പ് എഴുതി. എന്താണെന്നറിയോ ആ കുറിപ്പ്? എന്തെന്നറിയോ? ആരായിരുന്നു മുതുകുറ്റി ചന്ദ്രൻ? തന്റെ 10ാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കുന്നു. അമ്മ 2ാമത് വിവാഹം കഴിച്ചു. രണ്ടാനച്ഛനും അമ്മയും ചേർന്ന് അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു. 10 വയസ്സുകാരനായ ആൺകുട്ടി 4 വർഷം ക്രൂരമായ പീഡനങ്ങൾ, ഇരുമ്പ് തണ്ട് പഴുപ്പിച്ച് കാലിൽ വെച്ചു, ക്രൂരമായി മുറിയേൽപ്പിച്ചു. അവസാനം തന്റെ 14ാമത്തെ വയസ്സിൽ പീഡനങ്ങൾ സഹിക്കവേ ആ ചന്ദ്രൻ നാട് വിട്ടു പോയി. ആ കുറിപ്പ് അവസാനിക്കുന്ന എങ്ങനെയെന്നറിയോ? മുതുകുറ്റി ചന്ദ്രൻ കൊലപ്പെടുത്തിയ 14 പേരും തന്റെ അമ്മയോട് രൂപസാദൃശ്യമുള്ള സ്ത്രീകളായിരുന്നു. റിപ്പർ ചന്ദ്രൻ, റിപ്പർ കൊലപാതക ശരി, അമ്മയെ കൊല്ലാൻ വേണ്ടി വന്നത്. ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയ കൊലയാളിയെ സൃഷ്ടിച്ചത് അമ്മയാണ്. പിഴവുണ്ട് നമുക്ക്, അത് പഠിക്കാം. ഇനിയിരിക്കുന്ന പെൺകുട്ടികളെ കണ്ടപ്പോൾ ഒരു കാര്യം കൂടി പറയണം. ആൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, പെൺകുട്ടികളുടെ കാര്യം. ഡോക്ടറും എഞ്ചിനീയറൊക്കെ വേറെ. ഇബ്നു സീന മരിച്ചത് 57ാമത്തെ വയസ്സിൽ കറുപ്പ് കഴിച്ചിട്ടാണ്. ഇബ്നു സീന, അതിനപ്പുറം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശദീകരിക്കുന്ന സമയമില്ല. പെൺകുട്ടികളോട് പറയാൻ വേണ്ടി പറയണം, ധൈര്യമൊന്നും വേണ്ട മക്കളുടെ കാര്യത്തിൽ. പെൺകുട്ടികൾ കണ്ണു തുറന്ന് ജീവിച്ചു. കഴിഞ്ഞ വർഷം കേരളത്തിൽ പിടിച്ച 24 കേസുകളുണ്ട്. റൈഫിനോട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു. റൈഫിനോട് എന്നുള്ള മയക്കുമരുന്ന് ആള് കേരളത്തിൽ 24 കേസ്. 24 നമ്മൾ പിടിച്ചിട്ട് 240 ഉണ്ടായിരുന്നു. 10 കിട്ടുള്ളൂ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ മയക്കുമരുന്ന് പിടിച്ചത് 2012 കേരളത്തിൽ ആദ്യമായിട്ട് 2019 മണ്ണാർക്കാട് വെച്ചിട്ട് ഞാൻ പാർട്ടിയിൽ. ഇത് പിടിച്ചത് 20 വയസ്സുള്ള ഒരു പയ്യന്റെ കയ്യിൽ നിന്ന്. ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുന്നതാണ്. ബാംഗ്ലൂരിൽ ഇവിടെ ന്യൂ ഇയർ സമയത്ത് കരിയറായിട്ട് കൊണ്ടുവന്നത്. പിടിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നി റൈഫിനോളാണെന്ന്. ഞങ്ങൾ കെമിക്കൽ സെന്ററിലേക്ക് അയച്ച് പരിശോധന വന്ന് 2 ദിവസം കഴിഞ്ഞ റിപ്പോർട്ട് വന്നു റൈഫിനോളാണെന്ന്. ഞങ്ങൾ ഉടനെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് മയക്കുമരുന്ന് പിടിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു. എന്റെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ വിട്ടു. റൈഫിനോൾ വന്നിട്ട് സൂക്ഷിക്കണം. എന്തുകൊണ്ടെന്നറിയോ പെങ്ങളെ? കേട്ടോ, റൈഫിനോൾ എന്ന മയക്കുമരുന്നിന് ഇന്ത്യയിൽ വിളിക്കുന്ന ഒരു പേരാണ് റൈപ്പ് ഡ്രഗ്. ബലാത്സംഗത്തിന് ഉപയോഗിക്കുന്ന മയക്കുമരുന്ന്. ബലാത്സംഗത്തിന് ഉപയോഗിക്കുന്ന മയക്കുമരുന്ന്. എന്താ പേര് വരാൻ കാരണം? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് റൈഫിനോൾ എന്നുള്ള മയക്കുമരുന്ന് ഒരു വ്യക്തി ഉപയോഗിച്ചായിട്ട് സ്ഥിരീകരിച്ചത് 20 വയസ്സുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ മലയാളി പെൺകുട്ടി. ആ പെൺകുട്ടി ഡൽഹിയിലായി. അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന പെൺകുട്ടി വയറുവേദന വന്ന് ശാരീരിക അസ്വസ്ഥത ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ ആ കുട്ടിയെ പരിശോധിച്ചിട്ട് അഡ്മിറ്റ് ആവശ്യപ്പെട്ട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി. എന്നിട്ട് രക്ഷിതാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ മകൾ ക്രൂരമായി ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ട്, മാനഭംഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടിയോട് ചോദിച്ച് പറയില്ല. 20 വയസ്സായ ഒരു പെൺകുട്ടിക്ക് താൻ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യപ്പെട്ട കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിതാക്കൾ പരാതിപ്പെടുത്തു. ഡൽഹി പോലീസ് അന്വേഷണം തുടങ്ങി. പെൺകുട്ടിയുടെ ആമാശയത്തിലെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ പുറത്തെടുത്തതിൽ രാസപരിശോധനാ ഫലം നടത്തി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി റൈഫിനോൾ എന്നുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചായിട്ട് സ്ഥിരീകരിച്ചു. പെൺകുട്ടിയോട് ചോദിക്കാൻ തുടങ്ങി. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞു. ഒന്നും അറിയില്ല. ആ പെൺകുട്ടി പറഞ്ഞു, എന്താ പെങ്ങളെ കേട്ടോ, ഞാനും എന്റെ 2 കൂട്ടുകാരികളും എന്റെ ആൺ സുഹൃത്ത് അവന്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ഞങ്ങളൊരു ഹോട്ടലിലേക്ക് ക്ഷണിച്ചത്. അവധി ദിവസമാണ്, ഓഫ് ഡേ ആണ്. ഞങ്ങൾ 3 പേർക്ക് ഒരു മുറി എടുത്തു തന്നു. ഉച്ചവരെ ഭക്ഷണം കഴിച്ചു. ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോഴോ വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ ഹോസ്റ്റലിലേക്ക് പോകാൻ. ഭയങ്കര ക്ഷീണം. ഞങ്ങൾ 3 പേര് അവിടെ കിടന്നു. വൈകുന്നേരം ഞങ്ങൾ ഉണരുന്നത് 3 പേർക്കും ശാരീരിക അസ്വസ്ഥതകളുടെ. പെൺകുട്ടികൾ പങ്കുവെക്കൂല. അങ്ങനെ എന്ത് ചെയ്തു? 3 പേരും പോയി ഡോക്ടറെ കണ്ടു. പലപ്പോഴായിട്ട് എന്താ റൈഫിനോൾ എന്നുള്ള മയക്കുമരുന്ന് മോളെ കേട്ടോ, ഒരു നുള്ളെടുത്തിട്ട് ഒരു ജ്യൂസിൽ കലക്കി, പാനീയത്തിൽ കലക്കി, അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കലക്കി അകത്തേക്ക് ചെന്നാൽ കുടിക്കുന്ന ആൾക്ക് രുചി വ്യത്യാസം അനുഭവപ്പെടൂല. കാണുന്നവനെ നിങ്ങൾ ലഹരി ഉപയോഗിച്ചതിന്റെ ചാഞ്ചാട്ടം പോലും നിങ്ങൾ അനുഭവപ്പെടൂല. അതകത്ത് ചെന്ന നിമിഷം മുതൽ 18 മണിക്കൂർ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റൂല. ആരെയാണ് വിശ്വസിക്കേണ്ടത്? കണ്ണ് തുറന്നിട്ട് ഈ സമൂഹത്തിൽ ജീവിച്ചോ? എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞതറിയോ? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ പിടിക്കുന്ന മയക്കുമരുന്ന് കേസുകളിലൊക്കെ പെൺകുട്ടികൾ പ്രതികളുണ്ട്. പക്ഷെ ഏറ്റവും വലിയ രസം എന്ന് അറിയാം,
പെൺകുട്ടികൾ പിടിക്കുന്ന കേസുകളിൽ അധികം പ്രതികളായിട്ടുള്ള കേസുകളിൽ കൂടുതൽ രാസലഹരിയാണ് ഇന്ത്യനെ പോലുള്ള ലഹരി. അവർ ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയാന്നറിയാം, ആദ്യം സുഹൃത്തിന്റെ അടുത്ത് കൂട്ടുകാരൻ്റെ അടുത്ത് തമാശ രൂപത്തിൽ അറിയാതെ ഉപയോഗിച്ചിട്ട് ഒരൊറ്റ തവണ മാത്രം ഉപയോഗിച്ച് അഡിക്റ്റായി മാറുക. പിന്നെ അവരെന്ത് ചെയ്യണം? അവരെ ഉപയോഗിച്ചുകൊണ്ട് മയക്കുമരുന്ന് കടത്തിയെടുത്ത പെൺകുട്ടികളുണ്ടല്ലോ, അപ്പൊ ആരെയും വിശ്വസിപ്പിക്കാൻ പറ്റും, റൂം എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പെൺകുട്ടികൾ ഇരയാകുന്ന അധികം കേസുകളും രാസലഹരികളാണ്, അറിയാതെ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകളാണ്. ഒറ്റ തവണ ഉപയോഗിച്ചാൽ മാത്രം അഡിക്റ്റ് ആയി പോകുന്നത്. ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് കണ്ണു തുറന്ന് സമൂഹത്തിൽ പഠിക്കാം. സമയത്തിനെടുത്തുന്നുള്ളത് എനിക്കറിയാം. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് കുറച്ച് സൈക്കിക് പ്രശ്നങ്ങളും അവരുടെ മക്കൾക്കുണ്ട്. അത് ഇതിന്റെ റീസൺ ആണ്, കാരണമാണ് എന്ന് മനസ്സിലാക്കിയാണ് അതിൽ ഫോക്കസ് ചെയ്തിട്ട് സംസാരിച്ചത്. ഇത് കുട്ടികൾക്ക് എടുക്കുന്ന ഒരു ക്ലാസ് അല്ല. കുട്ടികൾക്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അവരോട് ഇങ്ങനെ നമ്മൾ പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. അവർക്ക് കൗൺസിലിംഗ് സ്റ്റൈലാണ്. അപ്പൊ രക്ഷിതാക്കൾ